Hi all, welcome back to Sala Learning. So മക്കളെ good evening all, good evening. So മിസ്സിന്റെ വോയിസ് ഓഡിബിൾ ആണ്, ക്ലിയർ ആണെങ്കിൽ എന്ത് ചെയ്യുക, ക്ലിയർ എന്ന് കമന്റ് ചെയ്യുക. am I audible? നമ്മളിതാ പുതിയൊരു ചാപ്റ്റർ, നമ്മുടെ ഡിറ്റർമിനൻസ് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിന്റെ റിവിഷനുമായിട്ട് വന്നിരിക്കുകയാണ് മക്കളെ. വൺ ഷോട്ട് റിവിഷൻ ആണ്. നമ്മളിങ്ങനെ ഓരോ ദിവസം കഴിയും തോറും ഓണം എക്സാമിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. സോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് മിസ്സിന്റെ വോയിസ് ഓഡിബിൾ ആണ്, ക്ലിയർ ആണെങ്കിൽ എന്ത് ചെയ്യുക, ക്ലിയർ എന്ന് കമന്റ് ചെയ്യുക. എല്ലാവരും മിസ്സിന്റെ വോയിസ് ഓഡിബിൾ ആണ്, ക്ലിയർ ആണെങ്കിൽ ക്ലിയർ എന്ന് കമന്റ് ചെയ്യുക. സോ നമ്മളിതാ സ്റ്റാർട്ട് ചെയ്യാണ്. ഗുഡ് ഈവനിങ് ആൾ, ഗുഡ് ഈവനിങ്. സോ ഡിറ്റർമിനൻസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ നിങ്ങൾക്കറിയാം, നല്ല വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ ആണ്. ബോർഡ് എക്സാമിന്റെ പോയിന്റ് ഓഫ് വ്യൂ പറയുകയാണെങ്കിൽ 6 മാർക്ക് മുതൽ 9 മാർക്ക് വരെ വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ ആണ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതാ മിസ് 6 മുതൽ 9 വരെ എന്ന് പ്രത്യേകം എടുത്ത് പറയാനുള്ള റീസൺ. സോ ഡിറ്റർമിനൻസ് ചാപ്റ്റർ നമുക്ക് എന്ത് ചെയ്യണം, കംപ്ലീറ്റ് പഠിച്ചിരിക്കണം. ഈ ചാപ്റ്ററിന് എങ്ങനെ ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് എന്ത് ചെയ്യണം, ചെയ്യാൻ വേണ്ടി പറ്റണം. സോ എങ്ങനെ വന്നാലും നമുക്ക് എന്ത് ചെയ്യണം, ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യണം, ഈ ചാപ്റ്റർ സെറ്റാക്കി പഠിക്കണം. ഈ ചാപ്റ്ററിലുള്ള മൊത്തം കോൺസെപ്റ്റും അതേപോലെയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും, പഠിക്കാൻ വേണ്ടി പോവുകയാണ്. ഓൾറെഡി നമ്മുടെ അഗ്നി ബാച്ചിലെ കുട്ടികൾക്ക് അറിയാം, നമ്മുടെ ഡിറ്റർമിനൻസ് പറഞ്ഞ ചാപ്റ്റർ എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് പഠിച്ചവരാണ്. സോ നമുക്കൊരു റിവിഷൻ കൂടിയാണിത്. കംപ്ലീറ്റ് നമ്മൾ എന്ത് ചെയ്യാണ്, കോൺസെപ്റ്റും ക്വസ്റ്റ്യൻസ് ഒക്കെ പുതുതായിട്ടുള്ള ക്വസ്റ്റ്യൻസ് അടക്കം നമ്മൾ പഠിക്കാൻ വേണ്ടി പോവാണ് മക്കളെ. ഇന്ന് ഡിറ്റർമിനൻസ് മാത്രമാണ്. റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് എന്താണ്, ഇതിന് മുന്നേ നമ്മുടെ യൂട്യൂബ് ലൈവ് തന്നെ പോയിട്ടുള്ളതാണ് റിവിഷൻ. റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസിന്റെ വൺ ഷോട്ട് റിവിഷൻ നമ്മുടെ സൈലത്തിന്റെ +2 ഇതേ യൂട്യൂബ് ചാനൽ തന്നെ മുൻപ് പോയ വൺ ഷോട്ട് റിവിഷൻ ഉണ്ട്. ഈ കഴിഞ്ഞ വീക്ക് പോയ ലൈവാണ്, മക്കളെടുത്ത് കണ്ടു നോക്കിയാൽ മതി. സോ ഓണം എക്സാമിന് പ്രമോണിച്ച് നമ്മൾ ഡിറ്റർമിനൻസ് വരെ പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഡിറ്റർമിനൻസ് ആയിരിക്കും ഇന്നത്തെ ലൈവിൽ കംപ്ലീറ്റ് ഉണ്ടായിരിക്കുക. ഡിറ്റർമിനൻസ് മാത്രമാണ്. ഓക്കെ, റെഡിയാണ്. സോ റെഡിയാണ്, സെറ്റാണ്. സോ നമുക്ക് ആരംഭിക്കാം. നിങ്ങൾ എല്ലാവരും എത്തിയോടാ? ഇനി എത്താൻ ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ വേഗം ഷെയർ ചെയ്യുക. നമുക്ക് ലേറ്റ് ആക്കണ്ടല്ലോ, നമുക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാം. സോ ഞാൻ പറയാതെ നിങ്ങൾക്ക് അറിയാം, ഡിറ്റർമിനൻസ് പറഞ്ഞ ചാപ്റ്റർ മക്കളെ മെട്രിക്സിന്റെ ബാക്കിയായിട്ട് വരുന്ന ചാപ്റ്റർ ആണ്. പണ്ടൊക്കെ പറയുമ്പോൾ മെട്രിസസ് ആൻഡ് ഡിറ്റർമിനൻസ് എന്നൊക്കെ പറയാറുണ്ടായിരുന്നു. എൻട്രൻസ് പോയിന്റ് ഓഫ് വ്യൂവിൽ അങ്ങനെ പറയാം. ഇനി ബോർഡ് എക്സാമിന്റെ കേസിലാണെങ്കിലും മെട്രിക്സ് അറിഞ്ഞ കുട്ടിക്ക് മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുക, ഡിറ്റർമിനൻസിൽ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുക. അപ്പോൾ നിങ്ങൾ ആരും പേടിക്കേണ്ട, നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും മിസ് എന്തെങ്കിലും പറഞ്ഞു മാത്രമേ പോവുള്ളൂ. റെഡിയാണ്? ആപ്പിലും മക്കൾക്ക് ക്ലാസ് കിട്ടുവടാ. ഇപ്പം നോക്കിക്കേ, ഒന്ന് റീജോയിൻ ചെയ്ത് നോക്കിക്കേ. ഓക്കെ, ഡോണ്ട് വറി ഗൈസ്. റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസിന്റെ ലൈവ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ കുറച്ച് 2-3 ദിവസം മുന്നേ ഉള്ള ലൈവായിട്ട് കിടക്കുന്നുണ്ട്. അത് കണ്ടു നോക്കിയാൽ മതി. സെയിം ആണ്, വൺ ഷോട്ട് റിവിഷൻ ആണ്. അത് കൊണ്ടുനോക്കിയാൽ മതി. റെഡി അല്ലേ? കിട്ടിയില്ലേടാ ക്ലാസ്? യെസ്, കിട്ടി. ആപ്പിൽ ക്ലാസ് കിട്ടുന്നുണ്ട് നിഷാം, ഒന്ന് റീജോയിൻ ചെയ്ത് നോക്കിക്കേ. ആപ്പിൽ ക്ലാസ് കിട്ടുന്നില്ലെങ്കിൽ റീജോയിൻ ചെയ്ത് നോക്കുക. ക്ലാസ് കിട്ടുന്നുണ്ട്, അവിടെ ചാറ്റ് എനിക്ക് കാണുന്നുണ്ട്. ഓക്കെ, റെഡി സെറ്റാണ് മക്കളെ? റെഡിയാണ്? ഓക്കെ, നമുക്ക് ആരംഭിക്കാം. റെഡി ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കോൾ മീ കിറ്റി എന്നാണോ പറഞ്ഞത്? ഞാൻ വെച്ച് കിട്ടി എന്ന് പറഞ്ഞാണെന്ന് വിചാരിച്ചോടാ. റെഡി, നമുക്ക് ആരംഭിക്കാം. സെറ്റ്? ഓക്കെ ആണ്. സോ ഡിറ്റർമിനൻസിലേക്ക് വരുമ്പം ഞാൻ നിങ്ങളടുത്ത് ഓൾറെഡി പറഞ്ഞു, അപ്പുറത്തെ ഒരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്തതിൻ്റെ സൗണ്ട് ആയിരിക്കും മക്കളിപ്പോൾ കേട്ട് കാണാം. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്ററിൻ്റെ വെയിറ്റേജ് മിസ് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഓണം എക്സാമിലേക്ക് നോക്കുമ്പോഴും നമുക്ക് എന്ത് ചെയ്യാം, ഈ ചാപ്റ്ററിന് ഒരുപാട് നല്ല മാർക്കിന് എന്ത് ചെയ്യാം, എക്സാമിന് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. ഈ ചാപ്റ്ററിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെങ്ങനെ ചോദിച്ചാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ചാപ്റ്റർ പഠിച്ച കുട്ടിയെ സംബന്ധിച്ച് സുഖമായിട്ട് ചെയ്യാൻ പറ്റും. അതായത് കോൺസെപ്റ്റ് മനസ്സിലാക്കിയ കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയും ചെയ്യാൻ പറ്റും. അതാണ് ഈ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. സോ ക്ലാസ് എന്താ മക്കളെ, കിട്ടണില്ലേ നിങ്ങൾക്ക്? എന്താ പറ്റിയേ? റീജോയിൻ നോക്കിക്കോ. നിങ്ങൾ റീജോയിൻ ചെയ്ത് നോക്കുക. ആപ്പിൽ ക്ലാസ് കിട്ടാത്ത മക്കള് റീജോയിൻ ചെയ്ത് നോക്കുക. വേറെ നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, മിസ് ഇപ്പം തന്നെ പറയാം. ഓക്കെ, സോ ഡിറ്റർമിനൻസിലേക്ക് വരുന്ന സമയത്ത് മിസ് പറഞ്ഞു മെട്രിസസിന്റെ ബാക്കിയായിട്ട് ആപ്പിൽ ഒന്ന്. റെഡി അല്ലേ? യെസ്, ആപ്പിൽ ഇപ്പം കിട്ടും കേട്ടോ, ആപ്പിൽ ഇപ്പം കിട്ടും. സോ റെഡിയാണ്. അപ്പം നമ്മൾ ആദ്യം മിസ് പറയുന്നത്, നമുക്ക് മെട്രിക്സ് അറിയാം എല്ലാവർക്കും. മെട്രിക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ കുറെ റോസും കോളംസ് ഒക്കെ വെച്ച് അറേഞ്ച് ചെയ്യുന്ന ആ പരിപാടി ഇല്ലേ, അത് തന്നെയാണ്. ഫോർ എക്സാമ്പിൾ മിസ് എന്ത് ചെയ്യാം, ഒരു മെട്രിക്സ് എഴുതി കാണിക്കാം. സിമ്പിൾ മെട്രിക്സ് ആണ്. A is equal to 1, 2, 3, 5 എന്ന് പറയുന്ന ഒരു മെട്രിക്സ് എന്ത് ചെയ്തു, മിസ് എഴുതി കാണിച്ചു. അപ്പം നിങ്ങൾക്ക് അറിയാം, മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പേഴ്സ് അല്ലെങ്കിൽ ഫങ്ഷൻസ് ഇതുപോലെ റോസ് ആയിട്ടും കോളംസ് ആയിട്ടുമുള്ള അറേഞ്ച്മെന്റിൽ എഴുതി കാണിക്കുന്നതിനാണ് എന്ത് വിളിക്കുക, മെട്രിക്സ് എന്ന് വിളിക്കുക. അപ്പൊ ഈ കാണുന്ന A എന്ന് പറഞ്ഞത് എന്താണ്, ഒരു മെട്രിക്സ് ആണ്. അപ്പൊ ഈ മെട്രിക്സിലേക്ക് നോക്കുമ്പം എത്ര റോസ് ഉണ്ട്? ഇതാ ഹൊറിസോണ്ടൽ അറേഞ്ച്മെന്റ് ആണ് റോസ് എന്ന് പറയുന്നത്. ഇവിടെ നോക്കുമ്പോൾ ഒന്നാമത്തെ റോ ഇത് രണ്ടാമത്തെ റോ ആണ്. സോ നമ്പർ ഓഫ് റോസ് പറയുമ്പം 2 ആണ് മിസ് എഴുതി വെച്ചു. ഓക്കെ, ഈ കാണുന്ന മെട്രിക്സിലെ കോളംസ് കൗണ്ട് ചെയ്യുവാണെങ്കിൽ ഇത് ഒന്നാമത്തെ കോളമാണ്, ഇത് രണ്ടാമത്തെ കോളമാണ്. ടോട്ടൽ നമ്പർ ഓഫ് കോളംസ് പറയുമ്പോൾ 2 ആണ്. വെർട്ടിക്കൽ അറേഞ്ച്മെന്റ് ആണ് കോളം, ഹൊറിസോണ്ടൽ അറേഞ്ച്മെന്റ് ആണ് റോസ്. ഇതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞ കാര്യമാണ്. പക്ഷേ
ഇതറിയാതെ കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡിറ്റർമിനൻസ് മനസ്സിലാവില്ല. സോ മിസ് എന്ത് ചെയ്തു, ബേസ് ഒന്നുകൂടെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്പർ ഓഫ് കോളംസ് 2 ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ഇവിടെയും 2 എന്ന് എഴുതി. സോ നമ്പർ ഓഫ് റോസ് ആദ്യം എഴുതി, ഒരു ക്രോസ് മാർക്ക് കൊടുത്ത് വീണ്ടും നമ്പർ ഓഫ് കോളംസ് എഴുതി കഴിഞ്ഞാൽ അതെന്താ മക്കളെ, ആ മെട്രിക്സിന്റെ ഓർഡർ ആണ്. മെട്രിക്സിന്റെ ഏറ്റവും വലിയ പ്രോപ്പർട്ടിയാണ് അതിന്റെ ഓർഡർ എന്ന് പറയുന്നത്. ഇവിടെ നമ്പർ ഓഫ് റോസ് 2 ആണ്, നമ്പർ ഓഫ് കോളംസ് 2 ആയതുകൊണ്ട് 2/2 ആയിരിക്കും അതിന്റെ ഓർഡർ വരുന്നുണ്ടായിരിക്കുക. ഓക്കെ, അതേപോലെ മിസ് എന്ത് ചെയ്യാണ്, രണ്ടാമത്തെ മെട്രിക്സ് എഴുതി കാണിക്കാം. മെട്രിക്സ് B is equal to 1 3 5 2 4 7. നിങ്ങൾക്ക് ഇതൊക്കെ പുഷ്പം പോലെ ചെയ്യാൻ പറ്റിയ കാര്യമാണ്, ഞാൻ പറയേണ്ട ആവശ്യമില്ല അല്ലെ. ബി എന്ന് പറഞ്ഞ മെട്രിക്സിലേക്ക് നോക്കുമ്പം നമ്പർ ഓഫ് റോസ് എത്രയാണ്, 2 റോസേ ഉള്ളൂ. ഹൊറിസോണ്ടൽ അറേഞ്ച്മെന്റ് 2 എണ്ണം മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്പർ ഓഫ് റോസ് 2 എന്ന് എഴുതി. എത്ര കോളംസ് ഉണ്ട്, 1 2 3 കോളംസ് ഉണ്ട്. അപ്പൊ നമ്പർ ഓഫ് കോളംസ് മിസ് എന്ത് എഴുതി, 3 എന്ന് എഴുതി. അപ്പൊ ഈ കാണുന്ന മെട്രിക്സ് എന്താണ്, ഓർഡർ 2/3 ആണ്. മക്കളെ ഈ 2 മെട്രിക്സ് തമ്മിൽ എന്താണ് വ്യത്യാസമുള്ളത്? മെയിൻ വ്യത്യാസം എന്ന് പറയുന്നത് ആ 2 മെട്രിക്സിന്റെയും ഓർഡർ എന്താണ്, കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ്. 3/2 ആണോ വരിക ജോബി, അതോ 2/3 ആണോ വരിക ഓർഡർ വരിക? നോക്കിക്കേ നിങ്ങൾ. അപ്പൊ ഇതില് എ എന്ന് പറഞ്ഞ മെട്രിക്സിന്റെ ഓർഡർ 2/2 ആണ്, ബി എന്ന് പറഞ്ഞ മെട്രിക്സിന്റെ ഓർഡർ എന്താണ്, 2/3 ആണ്. ഞാൻ പറയാണ് ഇതിന്റെ നമ്പർ ഓഫ് റോസും നമ്പർ ഓഫ് കോളംസും ഈക്വൽ ആണ്. പക്ഷെ ഇവിടെ ആണെങ്കിൽ നമ്പർ ഓഫ് റോസ് അല്ല, നമ്പർ ഓഫ് കോളംസ്. അപ്പൊ നമ്പർ ഓഫ് റോസും നമ്പർ ഓഫ് കോളംസും സെയിം ആയിട്ടുള്ള മെട്രിക്സിനെ വിളിക്കുന്ന പേരെന്തായിരുന്നു? ഞാൻ പറയണോ, നിങ്ങൾ പറയോ? എന്താ വിളിക്കുക? നമ്പർ ഓഫ് റോസും നമ്പർ ഓഫ് കോളംസും സെയിം ആയിട്ടുള്ള മെട്രിക്സിനെ വിളിക്കുന്ന പേരാണ് സ്ക്വയർ മെട്രിക്സ് എന്ന് വിളിക്കും അല്ലെ. നമ്മൾ മെട്രിക്സിന് ടൈപ്പ് പഠിക്കുന്ന സമയത്ത് മെട്രിക്സസ് ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞ കാര്യമാണ്. ഇത്തരം മെട്രിക്സിനെ വിളിക്കുന്ന പേരാണ് സ്ക്വയർ മെട്രിക്സ്. വെരി ഗുഡ് അജിൽ, വെരി ഗുഡ്. സെറ്റ് ആണ്, ക്ലിയർ ആണ്. അപ്പൊ രണ്ടാമത്തത് എന്തല്ല, 2/3 ആയതുകൊണ്ട്, അല്ലെങ്കിൽ 3/2 4/5 2/5 അങ്ങനെ ഫോമിൽ വരുന്ന ആരും എന്തല്ല, സ്ക്വയർ മെട്രിക്സ് അല്ല. ഓക്കെ, ഇനി എന്താണ് ഈ മെട്രിക്സിനെ കുറിച്ച് മാത്രം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നമ്മുടെ ചാപ്റ്ററിന്റെ പേരെന്താണ്, ഡിറ്റർമിനൻസ് എന്നാണ്. ഡിറ്റർമിനന്റ് എന്ന് പറയുന്ന വാക്ക് എന്താ ഉദ്ദേശിക്കുന്നത്, എന്താണ് ഡിറ്റർമിനന്റ് നമുക്ക് അറിയില്ല അല്ലെ. മിസ് പറയുന്ന പോലെ ശ്രദ്ധിച്ചിരിക്കുക. ഇറ്റ്സ് വെരി സിമ്പിൾ. നിങ്ങൾ ഭയങ്കരമായിട്ട് തിങ്ക് ചെയ്തിട്ട് തല പൊക്കഞ്ഞ് ആലോചിക്കേണ്ട കാര്യങ്ങളൊന്നും ഈ ചാപ്റ്ററിൽ വരുന്നില്ല. ഞാൻ ഭയങ്കര സിമ്പിളായിട്ട് പറഞ്ഞുതരാം. നിങ്ങൾ എന്ത് ചെയ്യുക, ഭയങ്കര സിമ്പിളായിട്ട് കേട്ടിരിക്കുക. നമുക്ക് എന്ത് ചെയ്യാം, വളരെ ഈസി ആയിട്ട് ഈ ചാപ്റ്റർ പഠിക്കാൻ വേണ്ടി പറ്റും. ഞാൻ പറയുന്ന കാര്യങ്ങൾക്കപ്പുറം നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരില്ല, ഈ ചാപ്റ്ററിൽ പഠിക്കേണ്ടി വരില്ല. കാരണം ഈ ചാപ്റ്ററിലുള്ള മൊത്തം കാര്യങ്ങളും മിസ് എന്ത് ചെയ്യും, എന്തായാലും പറയും. ഓക്കെ, അത് മനസ്സിലായില്ലേ? സോ ഞാൻ എന്ത് ചെയ്യാണ് മക്കളെ, ഡിറ്റർമിനൻസിനെ കുറിച്ച് പറയാണ്. എൻ്റെ കയ്യിൽ ഒരു സ്ക്വയർ മെട്രിക്സ് ഉണ്ട്, അത് എ എന്ന് വിളിക്കാം. എക്സാമ്പിൾ എടുക്കുവാണ് ഞാൻ. 1 2 3 4 എന്ന് പറയുന്ന ഒരു സ്ക്വയർ മെട്രിക്സ് എൻ്റെ കയ്യിലുണ്ട്, വിച്ച് ഈസ് ഓർഡർ എന്താണ്, 2/2 ആണ്. അത്തരത്തില് ഏതൊരു സ്ക്വയർ മെട്രിക്സിനെയും എനിക്കൊരു പെർട്ടിക്കുലർ നമ്പർ വെച്ച് കാണിക്കാൻ വേണ്ടി പറ്റുവാണെങ്കിൽ ആ നമ്പർ ആണ് എന്ത്, ഡിറ്റർമിനന്റ് എന്ന് വിളിക്കുന്നത്. ഈ കാണുന്ന ഒരു സ്ക്വയർ മെട്രിക്സ് ആണ്. മിസ്സിന് എന്ത് ചെയ്യാൻ പറ്റണം, ഈ കാണുന്ന മെട്രിക്സിനെ, ഈ കാണുന്ന സ്ക്വയർ മെട്രിക്സിനെ ഒരു പെർട്ടിക്കുലർ നമ്പർ വെച്ചിട്ട് കാണിക്കാൻ വേണ്ടി പറ്റണം. ആ നമ്പറിനെ വിളിക്കുന്ന പേരാണ് ഡിറ്റർമിനന്റ്. ഓക്കെ, എന്താ വിളിക്കുക, ഡിറ്റർമിനന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ നമ്പർ അസോസിയേറ്റഡ് ടു എ സ്ക്വയർ മെട്രിക്സ് ആണ്. അപ്പൊ ചോദ്യം വരും, എല്ലാ മെട്രിക്സുകൾക്കും ഡിറ്റർമിനൻസ് ഉണ്ടാവോ? ഇല്ല. സ്ക്വയർ മെട്രിക്സിന് മാത്രമേ എന്തുണ്ടാവുള്ളൂ, ഡിറ്റർമിനന്റ് ഉണ്ടായിരിക്കുള്ളൂ. നമ്പർ ഓഫ് റോസും നമ്പർ ഓഫ് കോളംസും സെയിം ആയിട്ടുള്ള മെട്രിക്സിന് മാത്രമേ ഡിറ്റർമിനന്റ് ഉണ്ടാവുള്ളൂ. ഇനി ചോദിക്കരുത് മിസ്സേ 2/3 ഡിറ്റർമിനന്റ് ഉണ്ടാവോ? ഉണ്ടാവില്ല, നോട്ട് ഡിഫൈൻഡ് ആണ്. 2/5 ഉണ്ടാവോ? ഉണ്ടാവില്ല, നോട്ട് ഡിഫൈൻഡ് ആണ്. നമ്പർ ഓഫ് റോസും നമ്പർ ഓഫ് കോളംസും സെയിം ആയാൽ മാത്രമേ എന്താണ് നമുക്ക് ഡിറ്റർമിനന്റ് ഉണ്ടായിരിക്കുള്ള കാര്യം നിർബന്ധമായിട്ട് മക്കൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. ഓക്കെ, അപ്പൊ ഞാനിവിടെ കാണിക്കുന്നത് ഡിറ്റർമിനന്റിനെ കുറിച്ച് ആയതുകൊണ്ട് തന്നെ ഡിറ്റർമിനന്റ് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്, നിങ്ങൾ മെട്രിക്സ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അപ്പുറത്തും ഇപ്പുറത്തും 2 സ്ക്വയർ ബ്രാക്കറ്റ് കൊടുത്തിട്ട് അത് വെച്ച് റെപ്രസെന്റ് ചെയ്യാറുണ്ട്. പക്ഷേ ഡിറ്റർമിനന്റ് ആണെങ്കിൽ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും? ഈ കാണുന്ന മെട്രിക്സ് എ അല്ലേ, ഇതിന്റെ ഡിറ്റർമിനന്റ് എനിക്ക് ആവശ്യമുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, എന്റെ അപ്പുറത്തും ഇപ്പുറത്തും 2 വര കൊടുക്കാം. 2 സ്ട്രെയിറ്റ് ലൈൻസ് പോലെ കൊടുത്താൽ മതി. നിങ്ങൾ എല്ലാവരും വായിക്കുക എന്താണ്, മോഡുലസ് ഓഫ് എ എന്നാണ്. പക്ഷെ ഈ ചാപ്റ്ററിൽ നമ്മൾ എന്ത് ചെയ്യില്ല, മോഡുലസ് ഓഫ് എ എന്നല്ല വായിക്കുക, പകരം എന്താ വായിക്കുക, ഡിറ്റർമിനന്റ് ഓഫ് എ എന്നാണ്. സ്ക്വയർ ബ്രാക്കറ്റ് വരുമ്പോൾ അത് മെട്രിക്സസ് ആണ്, 2 വര വരുമ്പോൾ എന്താണ്, ഡിറ്റർമിനന്റ് ആണ്. മാറിപ്പോവരുത്. ഇനി ഇതല്ലാതെ മക്കൾക്ക് എന്ത് ചെയ്യാം, മറ്റൊരു രീതിക്ക് റെപ്രസെന്റ് ചെയ്യാം. DET ഓഫ് എ എന്ന് കാണിക്കാം. അതിന്റെ മീനിങ് എന്താ, ആക്ച്വലി DET എന്ന് പറയുമ്പം ഡിറ്റർമിനന്റ് ആണ്. അപ്പൊ ഡിറ്റർമിനന്റ് ഓഫ് എ എന്നാണ് DET ഓഫ് എ എന്ന് വിളിക്കുന്നത്. ഇനി ഇതല്ലാതെ മക്കൾക്ക് എന്ത് ചെയ്യാം, ഈ സ്ക്വയർ ബ്രാക്കറ്റ് മാറ്റിയിട്ട് കംപ്ലീറ്റ് എന്ത് ചെയ്യാം, അപ്പുറത്തിപ്പുറത്ത് ലൈൻസ് കൊടുക്കാം. സോ മെട്രിക്സ് കാണിച്ചിരിക്കുന്നത് 1 2 3 4 ആണ്.
മിസ് കാണിക്കുന്നത് ഡിറ്റർമിനന്റ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, സ്ക്വയർ ബ്രാക്കറ്റ് മാറ്റിയിട്ട് 2 ലൈൻസ് കൊടുത്തിട്ട് 1 2 3 4 എന്ന് എന്ത് ചെയ്തു മക്കളെ കൊടുത്തിരിക്കുകയാണ്. 2 ലൈൻസ് കൊടുക്കുക, 1 2 3 4 എന്ന് കൊടുക്കുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഡിറ്റർമിനന്റ് നൊട്ടേഷൻ ആയി. ഈ കാണുന്ന 3 രീതിയിൽ നിങ്ങൾക്ക് റെപ്രസെന്റ് ചെയ്യാം, ഇഷ്ടം പോലെ ചെയ്യാം, ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഒന്നും എന്തല്ല, മാൻഡേറ്ററി അല്ല. പെന്ന് ലാഗാണോ മിസ് നോക്കാട്ടോ, നോക്കാം. അപ്പൊ ഈ കാര്യം മനസ്സിലായോ? സ്ക്വയർ മെട്രിക്സിന് മാത്രമേ ഡിറ്റർമിനന്റ് ആയിരിക്കുള്ളൂ. ഡിറ്റർമിനന്റ് ഓഫ് എ എന്ന് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. 2 വര കണ്ടാൽ എപ്പോഴും എന്ത് ചെയ്യണം, ഡിറ്റർമിനന്റിന്റെ കേസിൽ നമ്മൾ ആലോചിക്കണം. സിമ്പിൾ. ഓക്കെ. ആൻഡ് ഡിറ്റർമിനന്റ് എന്ന് പറയുന്നത് ഒരു സ്ക്വയർ മെട്രിക്സിന് അസോസിയേറ്റഡ് ആയിട്ട് കിടക്കുന്ന ഒരു പെർട്ടിക്കുലർ നമ്പർ മാത്രമാണ്. നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, വളരെ ഈസി ആയിട്ട് മനസ്സിലാവും. ഓക്കെ, ഷുവർ ആയിട്ടും. അപ്പൊ എന്നേക്കാൾ കൂടുതൽ കാര്യങ്ങൾ അറിയണത് അജിൽ എന്നൊക്കെയാണ്. മിസ്സേ സ്റ്റോപ്പ് മിററിങ് കൊടുത്തിട്ട് വീണ്ടും മിറർ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ആവും. അടിപൊളി. എന്നെക്കാൾ അവന് കണ്ടുപരിചയമുണ്ട്, കുറെ കാലയില്ലേടാ സൈലം കാണുന്നു. ഓക്കെ, റെഡി? ഫസ്റ്റ് ഓക്കെ, ഞാൻ എന്ത് ചെയ്യാം, ഒന്നുകൂടെ ചെയ്യാം. ഓക്കെ, പെന്ന് ലാഗായിരുന്നു, സ്ക്രീൻ ലാഗ് ഒന്ന് നോക്കണേ. റെഡി? നമുക്ക് എന്ത് ചെയ്യാം, ഡെഫിനിഷനിലേക്ക് വരാം അല്ലേ. എന്താണ് പറയുന്നത് മക്കൾ? ഇപ്പൊ ഓക്കെ അല്ലേ? ഇപ്പൊ ക്ലിയർ അല്ലേ എല്ലാവർക്കും? പോകുന്നത് പെൻ ലാഗ് ഇപ്പൊ കുറവുണ്ടാവും വിചാരിക്കുന്നു കേട്ടോ. ഇപ്പൊ നോക്കിയാൽ മതി. ടു എവറി സ്ക്വയർ മെട്രിക്സ് എ ഓഫ് ഓർഡർ n we can associate a number called determinant. അതായത് സ്ക്വയർ മെട്രിക്സിന് അസോസിയേറ്റഡ് നമ്പർ ആണ് ഡിറ്റർമിനന്റ്. മാത്തമാറ്റിക്സിൽ നമുക്ക് ഡെഫിനേഷൻ വായിക്കുമ്പോഴേടാ ഒന്നും മനസ്സിലാവില്ല. അതാണ് മാത്തമാറ്റിക്സിന്റെ ഏറ്റവും വലിയ കാര്യം. പക്ഷെ നമ്മളൊരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ പുഷ്പം പോലെ നമുക്ക് എന്ത് ചെയ്യും, മനസ്സിലാവും. അടുത്ത കാര്യം മക്കളെ, എ എന്റെ മെട്രിക്സ് ആണെങ്കിൽ ഡിറ്റർമിനന്റ് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, ഇതുപോലെ റെപ്രസെന്റ് ചെയ്യാം, ഇതുപോലെ റെപ്രസെന്റ് ചെയ്യാം, ഇതുപോലെ റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, എന്തുകൊണ്ട് അവിടെ ABCD കൊടുത്തേ? നിർബന്ധമുണ്ടോ ABCD ആവണമെന്ന്? ഇല്ല. മെട്രിക്സിനുള്ളിൽ ഇലമെന്റ്സ് ആയിട്ട് നമ്പേഴ്സ് വരാം, ഫംഗ്ഷൻസ് വരാം, അത് നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ നിങ്ങൾ ആലോചിക്കേണ്ടത് ഡിറ്റർമിനന്റിന്റെ കാര്യം മാത്രമാണ്. ഇത്ര മാത്രം ആലോചിക്കുക. ബാക്കി നമ്മൾ എന്ത് ചെയ്യും, ഒരുപാട് നല്ല ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിക്കോളും. റെഡി അല്ലേ മക്കളെ? സെറ്റ് ആണ്. റെഡി? ക്ലിയർ. മക്കളെ ഇപ്പൊ ലാഗുണ്ടോടാ പെൻസില്? ചുമ്മാ പറയരുതേ. ഇപ്പൊ സത്യമായിട്ട് ലാഗുണ്ട്. ഞാൻ ഒന്നുകൂടെ എന്ത് ചെയ്യാം, നമ്മൾ എന്ത് ചെയ്യുന്നു, സ്റ്റോപ്പ് മിററിങ് കൊടുക്കണു. നമ്മൾ ഒന്നുകൂടെ എന്ത് ചെയ്യുന്നു മക്കളെ, നമ്മൾ സ്റ്റാർട്ട് മിററിങ് കൊടുക്കണു. ഓക്കെ, ഇപ്പൊ ചിലപ്പോൾ ശരിയാവും. നോക്കാം. ഇന്ന് റിലേഷൻസ് ഇല്ല എന്ന് ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോടാ. റിലേഷൻസ് ഇന്നില്ല. റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ് ലൈവ് നമ്മൾ ഓൾറെഡി പോയതാണ്. അപ്പോൾ ഓണം എക്സാമിന് ഉണ്ടാവാത്ത ലൈവ് ഡിറ്റർമിനൻസ് മാത്രമായിരുന്നു. അതിപ്പോൾ നമ്മൾ കൊടുക്കുന്നു. റെഡി? സെറ്റ്. സോ ഹിയർ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇനി മൊത്തം എന്താണ്, ക്ലാസ് ആണ്. ഇനി മൊത്തം ക്ലാസ് ആണ് മക്കളെ. മിസ് ഇപ്പോൾ ഓക്കെ ആയിട്ടോ. അതായത് ഇതാണ് ക്വസ്റ്റ്യൻ. ഇനി മൊത്തം ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് കറക്റ്റ്? മക്കളെ 4 ഓപ്ഷൻസ് നിങ്ങൾ കാണുന്നുണ്ട്. ഇതിൽ ഏതാണ് ശരിയായിട്ടുള്ള ആൻസർ വരിക? ഏതാണ് ശരിയായിട്ടുള്ള ആൻസർ? ഒന്നാമത്തെ ഓപ്ഷൻ ഡിറ്റർമിനന്റ് ഇസ് എ സ്ക്വയർ മെട്രിക്സ്. അതാണ് ഒന്നാമത്തെ ഓപ്ഷൻ. രണ്ടാമത്തെ ഓപ്ഷൻ എന്താണ്? ഡിറ്റർമിനന്റ് ഇസ് എ നമ്പർ അസോസിയേറ്റഡ് ടു എ മെട്രിക്സ്. മൂന്നാമത്തേത് ഡിറ്റർമിനന്റ് ഇസ് എ നമ്പർ അസോസിയേറ്റഡ് ടു എ സ്ക്വയർ മെട്രിക്സ്. മൂന്നാമത്തെ ആണെങ്കിൽ അത് പറഞ്ഞു. നാലാമത്തെ ആണ് എന്താണ്? നൺ ഓഫ് ദീസ് ആണ്. എന്താ പറയുക, വ്യക്തമായിട്ട് മിസ് പറഞ്ഞതാണ്. ഡെഫിനിഷനിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞതാണ്. എക്സാമിന് ചോദിക്കുമ്പോൾ എന്ത് ചെയ്യണം, മേലോട്ട് നോക്കിയിരിക്കാൻ പാടില്ല. പെട്ടെന്ന് ആൻസർ ചെയ്യണം. ആലോചിച്ച് മാത്രം ആൻസർ ചെയ്യണം. 4 ഓപ്ഷൻസും ഒരുപോലെയാണ് ഇരിക്കുന്നത്. പക്ഷെ വ്യത്യാസങ്ങളുണ്ട്. ഡിറ്റർമിനന്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ നമ്പർ ആണ്. പക്ഷെ എല്ലാ മെട്രിക്സിനും എന്ത് ചെയ്യാൻ പറ്റില്ല, ഡിറ്റർമിനന്റ് കിട്ടില്ല. സ്ക്വയർ മെട്രിക്സിന് മാത്രം അസോസിയേറ്റ് ചെയ്യുന്ന ഒരു നമ്പർ ആണ്. ദാറ്റ് ഇസ് വൈ ഓപ്ഷൻ സി ആയിരിക്കും എന്ത് ആൻസർ, റൈറ്റ് ആൻസർ. ഒരുപാട് പേര് ചെയ്യുന്ന കാര്യം ഓപ്ഷൻ ബി ആണ് മാർക്ക് ചെയ്യാറ്. ഓപ്ഷൻ ബി അല്ല. ഓപ്ഷൻ ബി തെറ്റാൻ കാരണം എന്താണ്? ഡിറ്റർമിനന്റ് ഇസ് എ നമ്പർ അസോസിയേറ്റഡ് ടു എ മെട്രിക്സ് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. സ്ക്വയർ മെട്രിക്സ് തന്നെ പറയണം. സോ ദ ആൻസർ വിൽ ബി ഓപ്ഷൻ സി ആയിരിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾ പറയുമായിരിക്കും അല്ലേ. ഓക്കെ, എല്ലാവരും ആൻസർ പറഞ്ഞോളൂ. ഇഫ് എ ഈസ് ഈക്വൽ ടു മെട്രിക്സ് 1 2 3 4 5 6 ആണ്, ദെൻ ഡിറ്റർമിനന്റ് ഓഫ് എ ഈസ് ഈക്വൽ ടു ഡാഷ്. എന്തായിരിക്കും വരിക? ഒന്ന് എല്ലാവരും കമന്റ് ചെയ്യുക. ഇത്രയും ഞാൻ പറഞ്ഞു തന്നു, കോൺസെപ്റ്റ് പക്കായിട്ട് പറഞ്ഞു തന്നു. അപ്പൊ നിങ്ങൾ ആൻസർ ചെയ്യണം. എന്താണ് വരിക? ഇതൊരു മെട്രിക്സ് ആണ്, ഒബ്വിയസ്ലി മെട്രിക്സ് ആണ്. ഡിറ്റർമിനന്റ് എന്തായിരിക്കും വരിക? ഞാൻ നോക്കുന്ന സമയത്ത് ഇത് എന്ത് മെട്രിക്സാ? വെരി ഗുഡ്, സൂപ്പർ. ഇതെന്താണ് ആൻസർ വരിക? ബാക്കി എല്ലാവരും പറയട്ടെ, എന്നിട്ട് ആൻസർ പറയാം. യെസ്, വെരി ഗുഡ് സമൻ, വെരി ഗുഡ്. യെസ് കൃഷ്ണ, ഗുഡ്. പോരട്ടെ ഡേവിഡ്. ഓക്കെ റിഹാൻ, യെസ്. എന്താണ്? നോട്ട് ഡിഫൈൻഡ് ആണ്. ബിക്കോസ് ഈ കാണുന്ന മെട്രിക്സിലേക്ക് നോക്കുമ്പം നമ്പർ ഓഫ് റോസ് 1 2, നമ്പർ ഓഫ് കോളംസ് പറയുമ്പോൾ 1 2 3 കോളംസ് ഉണ്ട്. വിച്ച് മീൻസ് ഓർഡർ വിൽ ബി 2/3 ആണ്.
പഠിച്ചു കഴിഞ്ഞ കാര്യമാണ്. സ്ക്വയർ മെട്രിക്സിന് മാത്രമേ ഡിറ്റർമിനന്റ് ഉള്ളൂ. 2/3 എന്ന് പറയുമ്പം അതൊരിക്കലും എന്തല്ല, സ്ക്വയർ മെട്രിക്സ് അല്ല. അതുകൊണ്ട് തന്നെ ഡിറ്റർമിനന്റ് എന്തല്ല, പോസിബിൾ അല്ല. ദാറ്റ് ഈസ് വൈ ഹിയർ ഡിറ്റർമിനന്റ് ഈസ് നോട്ട് ഡിഫൈൻഡ് ആണ്. ഡിറ്റർമിനന്റ് എന്താണ്? നോട്ട് ഡിഫൈൻഡ് ആണ്. എന്തുകൊണ്ട്? സ്ക്വയർ മെട്രിക്സ് അല്ലാത്തത് കൊണ്ട് മാത്രം. ഒരാൾ പോലും എന്ത് ചെയ്യരുത്, 0 എന്ന ആൻസർ പറയരുത്. ദ ആൻസർ വിൽ ബി നോട്ട് ഡിഫൈൻഡ് ആണ്. നോട്ട് ഡിഫൈൻഡ്. ഇത് ഡിറ്റർമിനന്റ് പോസിബിൾ അല്ല. സ്ക്വയർ മെട്രിക്സിന് മാത്രമേ എന്തുണ്ടാവുള്ളൂ, ഡിറ്റർമിനന്റ് ഉണ്ടായിരിക്കുള്ളൂ. അത്രയും സിമ്പിൾ കാര്യമാണ്. ഇനി ഇതുപോലെ 3/5 വരുവാണെങ്കിലും 1/3 വരുവാണെങ്കിലും 2/4 വരുവാണെങ്കിലും ചിന്തിക്കേണ്ട ആവശ്യമില്ല. നോട്ട് ഡിഫൈൻഡ് ആയിരിക്കും ആൻസർ വരിക. നമ്മൾ ചെയ്യേണ്ട ആവശ്യം വരില്ല. ഓക്കെ, ഇനി അടുത്ത കാര്യം വരുന്നത് ഡിറ്റർമിനന്റ് ഓഫ് എ മെട്രിക്സ് ഓഫ് ഓർഡർ 1. നമ്മൾ ഓരോ മെട്രിക്സിൻ്റെയും ഡിറ്റർമിനന്റ് ഇങ്ങനെ ഫൈൻഡ് ഔട്ട് എന്ന് പറയാൻ വേണ്ടി പോവാണ്. അത് ഏറ്റവും സിമ്പിൾ ആണ്, ഓർഡർ 1 വരുന്ന മെട്രിക്സ് ആണ്. ഒന്നാമത്തെ കാര്യം മനസ്സിലാക്കുക, ഓർഡർ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിക്കും എന്ത് മെട്രിക്സ് ആണ്? അത് 1/1 മെട്രിക്സ് ആണ്. 1/1 മെട്രിക്സ് ആണെങ്കിൽ ഓർഡർ 1 എന്ന് വിളിക്കും. 2/2 മെട്രിക്സ് ആണെങ്കിൽ ഓർഡർ 2 എന്ന് വിളിക്കും. 3/3 മെട്രിക്സ് ആണെങ്കിൽ ഓർഡർ 3 എന്ന് വിളിക്കും. അത് മനസ്സിലുണ്ടായിരിക്കണം കേട്ടോ. അപ്പൊ അത്തരത്തില് എൻ്റെ കയ്യിൽ ഒരു 1/1 മെട്രിക്സ് ഉണ്ട്, അല്ലെങ്കിൽ ഓർഡർ 1 ആയിട്ടുള്ള മെട്രിക്സ് ഉണ്ട്. എക്സാമ്പിൾ എഴുതി കാണിക്കാം. A = 7 എന്നാണ് എൻ്റെ മെട്രിക്സ്. അപ്പോൾ ഒരു റോവും ഒരു കോളം മാത്രമേ ഉള്ളൂ, വിച്ച് ഈസ് 1/1 മെട്രിക്സ് ആണ്. ഇതിൻ്റെ ഡിറ്റർമിനന്റ് എനിക്ക് ആവശ്യമുണ്ട്. ഏറ്റവും സിമ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും സിമ്പിൾ ആണ് 1/1 മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് എന്ന് പറയുന്നത്. ഈ കാണുന്ന മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് എന്ന് പറയുമ്പം ഡിറ്റർമിനന്റ് ഓഫ് എ ആണ് മക്കൾ എന്ത് ചെയ്യേണ്ടത്, ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഈ കാണുന്ന മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് മിസ് കാണിച്ചത് ഇങ്ങനെയാണ്, ഡിറ്റർമിനന്റ് ഓഫ് എ ആണ്. കിട്ടാൻ വേണ്ടി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ആ കാണുന്ന മെട്രിക്സിനുള്ളിൽ ഏത് ഇലമെന്റ് ആണ് ഉള്ളത്, ആ ഇലമെന്റിന്റെ സൈൻ അടക്കം എന്ത് ചെയ്യുക, പുറത്തേക്ക് എഴുതി വെക്കുക. ഏതാ ഇലമെന്റ്? 7 ആണ്. സോ ഡിറ്റർമിനന്റ് വിൽ ബി 7. കഴിഞ്ഞു. ഇത്ര സിമ്പിൾ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ കാണിച്ചു തരാം. മെട്രിക്സ് ബി കൊടുക്കാൻ നമുക്ക്. മെട്രിക്സ് ബി = -3 ആണ്. അതും എഗെയിൻ എന്താണ് മക്കളെ, 1/1 മെട്രിക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ഡിറ്റർമിനന്റ് ഓഫ് ബി എന്ന് പറയുമ്പോൾ എന്താ വരിക? അതിനുള്ളിലുള്ള ഇലമെന്റ് മക്കളെ -3 അല്ലേ? ചുമ്മാ എടുത്ത് എഴുതി വെച്ചാൽ മതി. ആൻസർ വിൽ ബി -3 ആണ്. ആ 1/1 മെട്രിക്സിനുള്ളിൽ ഏത് ഇലമെന്റ് ആണോ വരുന്നത് അതിന്റെ സൈൻ അടക്കം എന്ത് ചെയ്യുക, ചുമ്മാ പുറത്തേക്ക് എഴുതി വെക്കുക. ദാറ്റ് വിൽ ബി ദ ആൻസർ. ക്ലിയർ? റെഡി? ഓക്കെ. എന്ത് പറ്റി നേവി? ആരാണ് ക്ലാസ്സിൽ ശ്രദ്ധിക്കാതിരിക്കാൻ ഡിസ്ട്രാക്ഷൻ തരുന്ന ആളാരാണ്? ഓക്കെ, റെഡി? ക്ലിയർ അല്ലേ? സിമ്പിൾ അല്ലേ? 1/1 ഒക്കെ നമുക്ക് ഭയങ്കര സിമ്പിൾ ആണ്. അടുത്ത കാര്യം പറയട്ടെ ഞാൻ നിങ്ങൾക്ക്. ഓക്കെ അല്ലേ? ഇത്രയും ഓക്കെ അല്ലേ മക്കളെ? സെറ്റാണ്. ഓക്കെ, റെഡി? അടുത്ത കാര്യം ഡിറ്റർമിനന്റ് ഓഫ് എ മെട്രിക്സ് ഓഫ് ഓർഡർ 2 ആണ്. ഞാൻ പറഞ്ഞു മക്കളെ, ഓർഡർ 2 ആണെങ്കിൽ ആ മെട്രിക്സിന്റെ പേരെന്താണ്? സ്ക്വയർ മെട്രിക്സ് തന്നെയാണ്. 2/2 ആയിട്ടുള്ള സ്ക്വയർ മെട്രിക്സ് ആയിരിക്കും. ഓർഡർ 2 എന്ന് പറഞ്ഞാൽ 2/2 ആണെന്ന് ഓർമ്മിക്കണം. നിങ്ങൾ ഇതിലേക്ക് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ഞാൻ ആദ്യം എന്ത് ചെയ്യാം, പ്രോബ്ലം ചെയ്ത് കാണിക്കാം, എന്നിട്ട് പറഞ്ഞുതരാം. അല്ല നല്ലത്? അതായത് എൻ്റെ കയ്യിൽ ഒരു സിമ്പിൾ മെട്രിക്സ് ഉണ്ട്. എന്ത് കൊടുക്കാം പേര് നമുക്ക്? എഗൈൻ ഏതും കൊടുക്കാം, ബി കൊടുക്കാം. മെട്രിക്സ് ബി = നിങ്ങൾക്ക് അറിയാലോ, മെട്രിക്സ് പൊതുവെ നമ്മൾ ക്യാപിറ്റൽ ലെറ്റേഴ്സ് വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുക കേട്ടോ, അതറിയാലോ. മെട്രിക്സ് ബി = 5 1 2 4 കൊടുത്തിട്ടോ. ഇത് എന്ത് മെട്രിക്സ് ആണ്? 2/2 മെട്രിക്സ് ആണ്. സ്ക്വയർ മെട്രിക്സ് ആണ്. എന്തായാലും എന്തുണ്ടാവും? ഡിറ്റർമിനന്റ് ഉണ്ടാവും എന്ന് എനിക്കറിയാം. അപ്പോൾ 2/2 മെട്രിക്സ് ആണെങ്കിൽ ഡിറ്റർമിനന്റ് ഫൈൻഡ് ഔട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്ര മാത്രമാണ്. മക്കൾ ആദ്യം എന്ത് ചെയ്യുക? ക്രോസ് ചെയ്യുക. ക്രോസ് കരോ. പിന്നെ എന്ത് ചെയ്യുക? സബ്ട്രാക്ട് ചെയ്യുക. ഞാൻ പണ്ട് മുതലേ ഇത് പഠിപ്പിക്കുന്നതാണ്, നിങ്ങൾക്ക് ആപ്പിലെ മക്കൾക്ക് അറിയായിരിക്കും അല്ലേ? ക്രോസ് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യുക. ക്രോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ കാണുന്ന മെട്രിക്സിലേക്ക് നോക്കുമ്പം ആദ്യം കാണുന്ന ആരെയാണ്? 5നെയാണ്. സോ 5ഉം 4ഉം കൂടെ എന്ത് ചെയ്യുക? ക്രോസ് ചെയ്യുക. ക്രോസ് മീൻസ് മൾട്ടിപ്ലിക്കേഷൻ അല്ലേ? 5 × 4 ചെയ്യുക. പിന്നെ എന്ത് ചെയ്യുക മക്കളെ? 2ഉം 1ഉം കൂടെ ക്രോസ് ചെയ്യുക. 2 × 1. ആ രണ്ട് ക്രോസ് ചെയ്ത ആൾക്കാർ നമ്മൾ എന്ത് ചെയ്യുക? സബ്ട്രാക്ട് ചെയ്യുക. വിച്ച് മീൻസ് 5 × 4 - 2 × 1. 5 × 4 എത്രയാ? 20 ആണ്. 20 - 2 പറയുമ്പോൾ ദ ആൻസർ വിൽ ബി 18. ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യുക. ആ കിട്ടിയ ആൻസേഴ്സ് നമ്മൾ എന്ത് ചെയ്യുക? സബ്ട്രാക്ട് ആണ് ചെയ്യേണ്ടത്, മറന്നു പോരുത്. ക്രോസ് കരോ, സബ്ട്രാക്ട് കരോ, ഇത് മറക്കാൻ പാടില്ല. ആദ്യം ക്രോസ് ആണ്, പിന്നെയാണ് സബ്ട്രാക്ട്. മാറിപ്പോവേണ്ട. ആദ്യം കാണുന്ന ഇലമെന്റ് വരുന്ന ആ ആൾക്കാർ എന്ത് ചെയ്യുക? ക്രോസ് ചെയ്യുക. മറ്റേ ആൾക്കാരെയും ക്രോസ് ചെയ്യുക. രണ്ട് തമ്മിൽ എന്ത് ചെയ്യുക? സബ്ട്രാക്ട് ചെയ്യുക. വേറെ ഒന്നും ചെയ്യാനില്ലല്ലോ ഇതിൽ. സിമ്പിൾ അല്ലേ? നമുക്കിതൊക്കെ ഭയങ്കര ഈസിയാണ്. നമുക്ക് എന്ത് ചെയ്യാം? ക്വസ്റ്റ്യൻ ആരംഭിക്കാം. 2/2 ആണെങ്കിൽ നമുക്ക് ചെയ്യാം. റെഡി? ഇനി മിസ് കാണിക്കുന്ന ക്വസ്റ്റ്യൻസ് മക്കൾ എന്ത് ചെയ്യും? ഷട്ടപ്പ് അടയുന്ന ആൻസർ ചെയ്യില്ലേ? സിമ്പിൾ കാൽക്കുലേഷൻ അല്ലേ? നമുക്ക് ചെയ്യാലോ. ഓക്കെ, ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ
ഇവാലുവേറ്റ് ഡിറ്റർമിനന്റ് ഓഫ് 2, 4, -1, 2. ആ രണ്ട് വര കാണുമ്പോൾ നിങ്ങൾ വായിക്കേണ്ടത് എങ്ങനെയാണ്? ഡിറ്റർമിനന്റ് ഓഫ് 2, 4, -1, 2 എന്ന് വായിക്കണം. ഇത് NCERT ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് എഴുതാം. NCERT ക്വസ്റ്റ്യൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പണ്ടത്തെ പോലെ PYQs മാത്രം പഠിച്ചു പോകരുത്, എക്സാം ടഫായി പോവും. അപ്പോൾ എന്ത് ചെയ്യണം? NCERT മൊത്തം അരിച്ചു പെറുക്കി പഠിക്കുക. എക്സാം വിൽ ബി വെരി ഈസി. എങ്ങനെയാണെങ്കിൽ നമുക്ക് ടഫ് ആവില്ല കേട്ടോ. സോ എന്തായിരിക്കും ആൻസർ വരിക? ആൻസർ പോരട്ടെ, അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം പറയാതെ ആൻസർ ഇടറ. എന്താ പറയുക? ക്രോസ് ചെയ്തേ. 2 × 2 എന്ന് എഴുതി വെച്ചു. ആദ്യം നമുക്ക് മൾട്ടിപ്ലിക്കേഷനൊക്കെ എഴുതി കാണിക്കാം, കുഴപ്പമില്ല. പിന്നെ ഇവർ തമ്മിൽ ക്രോസ് ചെയ്യുക. -1 × 4 അല്ലേ വരിക? അവർ തമ്മിൽ എന്ത് ചെയ്യുക? സബ്ട്രാക്ട് ചെയ്യുക. 2 × 2 മക്കളെ 4 ആണ്. മൈനസ് ഇവിടെ കൊടുത്തു. -1 × 4 എന്ന് പറയുമ്പം -4 ആണ്. രണ്ട് മൈനസ് എവിടെ കണ്ടാലും എന്തായിട്ട് മാറും? പ്ലസ് ആയിട്ട് മാറും. സോ 4 + 4 = എത്രയാണ് ആൻസർ? 8 ആണ് ആൻസർ. അപ്പോൾ NCERT കഴിഞ്ഞു. സിമ്പിൾ. റെഡി അല്ലേടാ? ഞാൻ ഒരുപാട് തവണ സിമ്പിൾ എന്ന് പറയുന്നുണ്ടോടാ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണല്ലേ. നമുക്കിതൊക്കെ ഭയങ്കര ഈസിയാണ്. കാർത്തിക്, യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. നമുക്ക് ചാറ്റ് ബോക്സ് ഇതാണ് വേണ്ടത്. മൊത്തം ആൻസേഴ്സ് ആയിരിക്കണം ചാറ്റ് ബോക്സിൽ. ഓക്കെ, റെഡി? കാരണം നമ്മുടെ ഓൺ എക്സാമിന് അത്ര ദിവസമേ ഉള്ളൂ. നമുക്ക് എന്ത് ചെയ്യണം? മാത്സ് അങ്ങ് സെറ്റ് ആക്കണം. മാത്സിൽ 5 ചാപ്റ്റേഴ്സ് മാത്രമേ പഠിക്കാനുള്ളൂ. ആ 5 എണ്ണം നമുക്ക് എന്ത് ചെയ്യണം? നല്ലോണം പഠിച്ചു കഴിഞ്ഞാൽ ഷുവറായിട്ട് നല്ല മാർക്ക് കിട്ടുമല്ലോ. പ്രശ്നമാക്കേണ്ട ആവശ്യമില്ല. റെഡി? സോ മൂവിങ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് ചെയ്യാലോ. 2016 ബോർഡ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ദ വാല്യൂ ഓഫ് ഡിറ്റർമിനന്റ് ഓഫ് x, x - 1, x + 1, x ആണ് ക്വസ്റ്റ്യൻ. എന്താ ചെയ്യേണ്ടത്? ഡിറ്റർമിനന്റ് ഫൈൻഡ് ഔട്ട് ചെയ്യുക. ഉള്ളിൽ നമ്പേഴ്സ് വന്നാലും ഉള്ളിൽ ഫംഗ്ഷൻസ് വന്നാലും ഉള്ളിൽ എക്സ് വന്നാലും നമുക്ക് പ്രശ്നമല്ല. എല്ലാത്തിനും സെയിം മെത്തേഡ് തന്നെയാണ്. ബാക്കി നമ്മുടെ കയ്യിലുള്ള കാൽക്കുലേഷൻ ആണ്. ഇപ്പം ഞാൻ എന്താ ചെയ്യാൻ വേണ്ടി പോകുന്നത്? ആദ്യം ഇവർ തമ്മിൽ ക്രോസ് ചെയ്യുക. x × x. അത് കഴിഞ്ഞു. ബ്രാക്കറ്റ് മസ്റ്റ് ആണ്. ബ്രാക്കറ്റ് ഇട്ടില്ലെങ്കിൽ കംപ്ലീറ്റ് പോവും, തെറ്റിപ്പോവരുത്. ഓക്കെ, ഇവിടെ നോക്കുമ്പോൾ ക്രോസ് ചെയ്യാനുള്ളത് ആരൊക്കെയാണ്? x + 1 ഉം x - 1 ആണ്. സോ x + 1 × x - 1. ഇവരെ 2 ടേം ആയതുകൊണ്ട് മക്കൾ ബ്രാക്കറ്റിൽ ഇടണേ, മറന്നു പോകരുത്. രണ്ടാളെ ക്രോസ് ചെയ്തല്ലോ, അവരെന്താ ചെയ്യേണ്ടത്? സബ്ട്രാക്ട് ചെയ്യണം. ക്രോസ് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യുക അല്ലേ? ഓക്കെ, റെഡി? സോ നമ്മൾ എന്ത് ചെയ്യുന്നു? x × x പറയുമ്പോൾ മക്കളെ x² ആണ്. അത് ഇത് ഞാൻ എവിടെയോ കണ്ടു പരിചയമുള്ള ആൾക്കാരല്ലേ ഇവര്. എവിടെ കണ്ടു മറന്നത് ഞാൻ? പണ്ട് ഏതോ ക്ലാസ്സിൽ, 9ാം ക്ലാസ്സിലോ 8ാം ക്ലാസ്സിലോ പഠിച്ച സാധനമാണ്. നമുക്കറിയാം a + b × a - b എന്ന് പറഞ്ഞാൽ we know that a² - b² ആണ്. ഇതേപോലെയാണ് ഇയാൾ കിടക്കുന്നത്. ഇത് ആക്ച്വലി ആരാ? x + 1 × x - 1 ആണ്. ഇവിടെ എക്ക് പകരം x ആണ്, ബിക്ക് പകരം മക്കളെ 1 ആണ്. അത് വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ a² - b² പകരം എന്താവും? x² - 1² ആവും. ചെയ്യുന്നതിന് കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഇത് മാറി എന്തായി? x² - 1² ആയി. x² കൊടുത്തു. ഈ മൈനസ് ബ്രാക്കറ്റിനുള്ളിലുള്ള 2 പേർക്കും ഒരുപോലെ ബാധകമാണ്. -(x²) എന്ന് വന്നു. -((-1²). മക്കളെ 1² വാല്യൂ 1 അല്ലേ? സോ -((-1) എന്ന് പറയുമ്പം 2 മൈനസ് പ്ലസ് ആവില്ലേ? സോ +1 എന്ന് വരും. അപ്പോൾ x² - x² എന്ന് പറയുമ്പോൾ കട്ടായി പോവും. സോ ദ ആൻസർ വിൽ ബി 1 ആണ്. വെരി ഗുഡ്, വെരി ഗുഡ്, സൂപ്പർ സൂപ്പർ. ചോദിക്കാൻ പറ്റിയ നല്ല ക്വസ്റ്റ്യൻ ആണ്. ഞാൻ നിങ്ങൾക്ക് ഒരു പഴയ ക്വസ്റ്റ്യൻ കാണിച്ചു തരാം. 2004 ക്വസ്റ്റ്യൻ കാണിച്ചു തരാം. എന്തുകൊണ്ടാണ് മിസ്സ് പുതിയ ക്വസ്റ്റ്യൻസ് ഒന്നും കാണിക്കാത്തത് നിങ്ങൾ വിചാരിക്കരുത്. ഈ ടോപ്പിക്കിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻസ് മാത്രമല്ലേ മിസ്സിന് കാണിക്കാൻ പറ്റുള്ളൂ. ഈ ടോപ്പിക്കിൽ നിന്ന് ഇപ്പം വരുന്ന ക്വസ്റ്റ്യൻസ് കമ്പാരിറ്റീവ്ലി കുറവാണ് എന്ന് വെച്ച് നിങ്ങളടുത്ത് ചോദിക്കാൻ വേണ്ടി പറ്റില്ല എന്നൊന്നുമില്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഓണം എക്സാമിന് ഈ ടോപ്പിക്കിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ വരാം. പബ്ലിക് എക്സാമിന് വേണമെങ്കിൽ ഈ ടോപ്പിക്കിന് ക്വസ്റ്റ്യൻ വരാം. ബിക്കോസ് ഓരോ വർഷം കഴിയുന്തോറും കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ രീതിയൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ വിചാരിക്കാത്ത ഭാഗത്തു നിന്നായിരിക്കും എന്ത് ചെയ്യുക? ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടായിരിക്കുക. അപ്പോൾ എക്സ്പെക്ട് ചെയ്യണം. ഓക്കെ, റെഡി? ഓക്കെ, സോ വി ആർ മൂവിങ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇതിൻ്റെ ആൻസർ എന്ത് ചെയ്യണം? എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇത് കുറച്ചുകൂടി ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണ്. സിമ്പിളാണ്, പക്ഷെ നിങ്ങൾ തെറ്റിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കിട്ടിയ ആൻസർ എന്ത് ചെയ്യുക? മിസ് ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് മക്കൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ എന്നെ കാത്തിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ. ഓക്കെ, റെഡി? സോ നമുക്ക് ചെയ്യാം. ആദ്യം ക്രോസ് ആണ് ചെയ്യേണ്ടത്. അതെനിക്കറിയാം. x² - x + 1 × x + 1. അവർ ഞാൻ എന്ത് ചെയ്തു? വലിയ ബ്രാക്കറ്റിനുള്ളിലിട്ട് വെച്ചു. നിൽക്കട്ടെ അവിടെ. ഇപ്പുറത്താണെങ്കിൽ x + 1 × x - 1 എന്ത് ചെയ്തു? ക്രോസ് ചെയ്തു ഞാൻ. അവരെ എന്ത് ചെയ്തു? ബ്രാക്കറ്റ് ഇട്ട് വെച്ചു. 2 തമ്മിൽ എന്ത് കൊടുത്തു ഞാൻ? സബ്ട്രാക്ഷൻ സിമ്പിൾ കൊടുത്തു. റെഡി ആണോ? ഇത്രയും കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആണോ? അപ്പോൾ ആൻസർ കിട്ടിയ ആൾക്കാരൊക്കെ കമൻറ്റ് ചെയ്യണം. ചുമ്മാ ഇരിക്കാതെ കമൻറ്റ് ചെയ്യടാ. ആൻസർ കമൻറ്റ് ചെയ്തേ. ആപ്പിലെ മക്കൾ കമൻറ്റ് ചെയ്തേടാ. യൂട്യൂബിലും കമൻറ്റ് ചെയ്തേ. ഞാൻ കാണട്ടെ. എന്താണ് ഐഷ അവിടെ എല്ലാവർക്കും ടെൻഷൻ്റെ കാര്യം എന്താണ്? എന്താ ടെൻഷൻ അവിടെ? ഓക്കെ, റെഡി? സോ നമുക്ക് ചെയ്യാം. മൾട്ടിപ്ലൈ ചെയ്യാം. x² × x പറയുമ്പം x³ ആണ്. x² × 1 പറയുമ്പം x² ആണ്. -x × x പറയുമ്പം
മൈനസ് എക്സ് സ്ക്വയർ ആണ്. മൈനസ് എക്സ് ഇൻറ്റു 1 പറയുമ്പം മൈനസ് എക്സ് ആണ്. ആൻഡ് 1 ഇൻറ്റു എക്സ് പറയുമ്പം എക്സ് ആണ്. 1 ഇൻറ്റു 1 പറയുമ്പം 1 ആണ്. ആൻഡ് ഇവിടെ എവിടെയോ കണ്ടുപരിച്ചുള്ള ആൾക്കാരാണ്, നേരത്തെ കണ്ട സെയിം ആൾക്കാരാണ്. എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് മൈനസ് 1 എന്ന് പറയുമ്പം എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി പോലെയാണ്, വിച്ച് ഈസ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ്. തൊട്ട് മുന്നേ മിസ് പറഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ ഇയാൾ ആരാണ്? എക്സ് സ്ക്വയർ മൈനസ് 1 സ്ക്വയർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാറ്റി എഴുതാൻ വേണ്ടി പറ്റും. റെഡി? ഓക്കെ ആണ്. സോ ഞാൻ നോക്കുമ്പം എക്സ് സ്ക്വയർ ഉണ്ട്, മൈനസ് എക്സ് സ്ക്വയർ ഉണ്ട്, കട്ടായി പോയി. മൈനസ് എക്സും പ്ലസ് എക്സും എന്തായി പോവും? കട്ടായി പോവും. സോ എക്സ് ക്യൂബ് ഉണ്ട് ഇവിടെ, ഒരു 1 ബാക്കിയുണ്ട്. ഈ മൈനസ് ആണെങ്കിൽ ഉള്ളിലുള്ള എല്ലാവർക്കും ബാധകമാണ്. സോ മൈനസ് ഓഫ് എക്സ് സ്ക്വയർ എന്ന് വന്നു. ആൻഡ് മൈനസ് ഓഫ് മൈനസ് 1 സ്ക്വയർ എന്ന് പറയുമ്പം എത്രയാണ്? മൈനസ് മൈനസ് പ്ലസ് ആവൂലേ? സോ പ്ലസ് 1 സ്ക്വയർ എന്ന് പറയുമ്പോൾ പ്ലസ് 1 ആണ്. ഞാനിവിടെ എഴുതുമ്പം ഒന്നൊന്ന് റീഅറേഞ്ച് ചെയ്യാം. എക്സ് ക്യൂബ് എഴുതി, പിന്നെ എന്ത് ചെയ്തു? മൈനസ് എക്സ് സ്ക്വയർ എഴുതിയടാ. പിന്നെ എന്ത് ചെയ്യാം? നമുക്ക് 1 + 1 എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ എഴുതാം? 2 എന്ന് എഴുതാം. ദിസ് വിൽ ബി ദ ഫൈനൽ ആൻസർ. റെഡി ആണോ അഖില? റെഡി ആണോ? സെറ്റ് ആണോ? യെസ്, ആര്യൊക്കെ ആൻസർ പറഞ്ഞിരിക്കുകയാണ്. എൻ്റെ ആദ്യം 2 മാത്രമേ ഉള്ളൂ, ബാക്കി ഇവിടെ പോയടാ. യെസ്, റെഡി ആണ്. ഓക്കെ, എക്സ് ക്യൂബ് മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് 2 ആണ് ഫൈനൽ ആൻസർ. 2004, അതായത് കുറച്ച് പഴയ ക്വസ്റ്റ്യൻ ആണ്, നിങ്ങളുടെ സേ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ്. കാരണം ഇപ്പോൾ ഈ ഒരു പാറ്റേൺ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ്, പഠിച്ചിരിക്കണം. റെഡി? ക്ലിയർ? ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ഓക്കെ ആണോ മക്കളെ? റെഡി ആണോ? എല്ലാവർക്കും ക്ലിയർ ആണോ? എവരി വൺ ക്ലിയർ ആണെങ്കിൽ ഫയർ ഇമോജി ഇട്ടേ. എല്ലാവരും ക്ലിയർ ആണെങ്കിൽ ഫയർ ഇമോജി ഇട്ടേ. യെസ്, സാഗർ റെഡി ആണ്. എല്ലാവരും. കാർത്തിക് യെസ്. ഡേവിഡ് ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. സോ എവരി വൺ ക്ലിയർ ആണെങ്കിൽ ഫയർ ഇമോജി ഇടുക. എല്ലാവർക്കും ഇതുവരെ ഓക്കെ ആണ്, ഈ ക്വസ്റ്റ്യൻ അടക്കം ക്ലിയർ ആണ് എന്നുണ്ടെങ്കിൽ ഫയർ ഇമോജി ഇടുക. നമുക്ക് കുറേ സിമ്പിൾ ക്വസ്റ്റ്യൻസ് കാണും. അപ്പോൾ നിങ്ങൾ സിമ്പിൾ ക്വസ്റ്റ്യൻസ് മാത്രം എക്സ്പെക്ട് ചെയ്ത് എന്ത് ചെയ്യരുത്? ക്ലാസ്സിലിരിക്കരുത്. നമുക്ക് NCERT-യിൽ വേണ്ട, നിങ്ങൾക്ക് അത്രയും കോൺസെപ്റ്റ് മനസ്സിലാക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഈ ക്ലാസ്സിൽ ഉണ്ടായിരിക്കും. ബിക്കോസ് നമുക്ക് ആവശ്യം അതാണ്. സിമ്പിൾ ക്വസ്റ്റ്യൻസ് പഠിപ്പിക്കാൻ നിങ്ങൾക്ക് എൻ്റെ ആവശ്യമില്ല, നിങ്ങൾക്ക് നല്ല നിലവാരമുള്ള ക്വസ്റ്റ്യൻസ് അല്ലേ ആവശ്യം. സോ ഈ ക്ലാസ്സിലിരിക്കുക, കംപ്ലീറ്റ് കാണുക, എങ്ങനെ വന്നാലും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും? പഠിച്ചിരിക്കും. റെഡി? ഓക്കെ, റെഡിയാണ്. സെറ്റ്, വെരി ഗുഡ്. അടുത്ത ക്വസ്റ്റ്യൻ മക്കളെ, ഇവാലുവേറ്റ് ഡിറ്റർമിനന്റ് ഓഫ് കോസ് തീറ്റ മൈനസ് സൈൻ തീറ്റ, സൈൻ തീറ്റ കോസ് തീറ്റയാണ്. ആര് വന്നു ഇവിടെ? ട്രിഗണോമെട്രി വന്നു കഴിഞ്ഞു. ഓക്കെ, എക്സ് ക്യൂബ് ആൻഡ് എക്സ് സ്ക്വയർ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. എക്സ് ക്യൂബ് വേറെ ടേമാണ്, എക്സ് സ്ക്വയർ വേറെ ടേം അല്ലേ. ക്യൂബിൻ്റെ ടേമും സ്ക്വയറിൻ്റെ ടേമും തമ്മിൽ എന്ത് ചെയ്യാൻ പറ്റില്ല? സബ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഒരേപോലത്തെ ടേം മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുക? മുഹമ്മദ്, സബ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് പറ്റുക. എക്സ് സ്ക്വയറിൻ്റെ ടേമും എക്സ് സ്ക്വയറിൻ്റെ ടേമും എന്ത് ചെയ്യാം? സബ്ട്രാക്ട് ചെയ്യാം. അല്ലാതെ എക്സ് ക്യൂബ് എന്ന് എക്സ് സ്ക്വയർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? കുറക്കാൻ പറ്റില്ല. രണ്ടും ഡിഫറെൻറ്റ് ടേംസ് ആണ്. ക്ലിയർ? ഓക്കെ, മനസ്സിലായില്ലേ? അപ്പം നമുക്ക് ചെയ്യാം. ട്രിഗണോമെട്രി ആണ്, നമ്മൾ ചെയ്യുമല്ലോ. അപ്പം എന്താ ചെയ്യേണ്ടത്? പൊതുവെ ചെയ്യുന്ന പോലെ തന്നെ ക്രോസ് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യുക. കോസ് തീറ്റ ഇൻറ്റു കോസ് തീറ്റ പറയുമ്പം അത് എന്ത് തീറ്റയാണ് വരിക? കോസ് സ്ക്വയർ തീറ്റയാണ് വരിക. കോസ് സ്ക്വയർ തീറ്റ. അത് കഴിഞ്ഞു. ഇനി സൈൻ തീറ്റ ഇൻറ്റു മൈനസ് സൈൻ തീറ്റ എന്ന് പറയുമ്പം സൈൻ തീറ്റ ഇൻറ്റു സൈൻ തീറ്റ എനിക്കറിയാം സൈൻ സ്ക്വയർ തീറ്റയാണ്. ഇപ്പം സൈൻ തീറ്റ ഇൻറ്റു മൈനസ് സൈൻ തീറ്റ പറയുമ്പോൾ എന്താ വരിക? മൈനസ് സൈൻ സ്ക്വയർ തീറ്റയാണ്. രണ്ടും ക്രോസ് ചെയ്തു. പിന്നെ എന്താ ചെയ്യുക? രണ്ടും തമ്മിൽ സബ്ട്രാക്ട് ചെയ്യുക. അപ്പോഴേക്ക് എല്ലാവരും ആൻസർ പറഞ്ഞു. ഈ ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ തന്നെ എന്ത് ചെയ്തു? എല്ലാവരും ആൻസർ ചെയ്ത് കഴിഞ്ഞു. ക്വസ്റ്റ്യൻ കണ്ടൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. തെറ്റ് ചെറുതായിട്ട് വരാൻ ചാൻസ് ഉണ്ട്. ചെറുതായിട്ട് സൈൻ മാറ്റുവാണെങ്കിൽ ആൻസർ മാറ്റും. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് മാത്രമാണ് ആൻസർ ചെയ്യേണ്ടത് കേട്ടോ. ചെറുതായിട്ട് സൈൻ മാറ്റി തരുവാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ മാറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ 2 മൈനസ് എവിടെ കണ്ടാലും പ്ലസ് ആവും നമുക്കറിയാം. സോ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ വന്നു. ട്രിഗണോമെട്രി പഠിക്കുന്ന കാലം മുതൽ അറിയുന്ന കാര്യമാണ് ദിസ് ഐഡന്റിറ്റി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഈക്വൽ ടു 1 ആണ്. വേറൊന്നും ചിന്തിക്കാനില്ല. ആൻസർ വിൽ ബി 1. നിങ്ങൾ എല്ലാവരും പറഞ്ഞ ആൻസർ തന്നെയാണ്. 1 ആണ് റൈറ്റ് ആൻസർ. ക്ലിയർ? ഓക്കെ, ചെയ്യാം നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ. ഇതൊക്കെ NCERT ക്വസ്റ്റ്യനുമാണ്, ഇതൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യനുമാണ്. രണ്ടും ചോദിക്കാറുണ്ട്. NCERT-ലും ഉണ്ട്, PYQ കൂടിയാണ്. റെഡി? സോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വന്നിരിക്കുകയാണ്. ഇഫ് A is equal to 1 to 4 minus 1, then show that determinant of 2A is equal to 4 into എന്താടാ? യെസ്, നിന്റെ പേര് ജോസ്വിൻ ആണ്. യെസ്, അഭിനവ്. അപ്പോൾ അഭിന്നുള്ളത് യൂസർ ID ആയിരിക്കും അല്ലേ? മേ ബി. ഓക്കെ, റെഡി? ഓക്കെ, റെഡി? നോക്കാം നമുക്ക്. അപ്പോൾ ഷോ ദാറ്റ് ഡിറ്റർമിനന്റ് ഓഫ് 2A is equal to 4 into determinant of A എന്നാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. പ്രൂവ് ചെയ്ത് കാണിക്കണം നമുക്ക്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് A ആണ്. അപ്പോൾ നിങ്ങൾക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഡിറ്റർമിനന്റ് ഓഫ് 2Aയും റൈറ്റ് ഹാൻഡ് സൈഡിൽ 4 into determinant of A ഉണ്ട്. അപ്പോൾ നമുക്ക് രണ്ട് സൈഡിലുള്ള ആൻസേഴ്സ് സെയിം ആയിട്ട് കാണിച്ചാൽ മാത്രം മതി, വേറൊന്നും ചെയ്യണ്ട. സോ ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? ഡിറ്റർമിനന്റ് ഓഫ് 2A കണ്ടുപിടിക്കാം.
അപ്പോൾ നമ്മുടെ കയ്യിൽ എന്തില്ല, 2a എന്ന് പറയുന്ന മെട്രിക്സ് ഇല്ല. 2a എന്ന് പറഞ്ഞ മെട്രിക്സ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കതിൻ്റെ ഡിറ്റർമിനന്റ് കിട്ടുകയുള്ളൂ. അപ്പോൾ നമ്മുടെ കയ്യിൽ എന്താ ഉള്ളത്, a എന്ന് പറഞ്ഞ മെട്രിക്സ് മാത്രമേ ഉള്ളൂ. സോ വി നോ ദാറ്റ് a is equal to 1 2 4 -1 എന്നുള്ള കാര്യം ക്വസ്റ്റ്യനിൽ ഗിവൺ ആണല്ലോ. അപ്പോൾ 2a എന്താ വരിക, 2a എന്ന് പറയുമ്പം മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ വിത്ത് എ സ്കെലാർ പഠിച്ചത് ഓർമ്മയുണ്ടോ കഴിഞ്ഞ ചാപ്റ്ററിൽ? അപ്പോൾ 2 കൊണ്ട് എന്ത് ചെയ്യുക, a എന്ന് പറഞ്ഞ മെട്രിക്സിലെ എല്ലാ എലമെന്റ്സിനെയും നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യണം. അതല്ലേ ചെയ്യേണ്ടത്. 2 × 1 2 ആണ്, 2 × 2 4 ആണ്, 2 × 4 8 ആണ്, 2 × -1 -2 എന്ന് വരും. എന്നിട്ട് മക്കൾ എന്ത് ചെയ്യുക, ഈ 2a എന്ന് പറഞ്ഞ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കുക. എന്താടാ ഫിസിക്സ് റിപ്ലൈ ചെയ്യുന്നോ? എന്താ ഫിസിക്സിൽ എന്താ ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടോ? ഞാൻ പറഞ്ഞിട്ടുണ്ടോ ഡൗട്ട് ഫിസിക്സിലുള്ളത്? എന്ത് പറ്റി? അപ്പോൾ ഡിറ്റർമിനന്റ് ഓഫ് 2a എന്ന് പറയുമ്പം ഈ 2a പറഞ്ഞ മെട്രിക്സ് ക്രോസ് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യുക. 2 × -2 പറയുമ്പം -4 എഴുതി വെച്ചു. 8 × 4 എന്ന് പറയുമ്പം എത്രയാണ് വരിക, 32 എന്ന് എനിക്കറിയാം. 2 ക്രോസ് ചെയ്തു, 2 നമ്മൾ എന്ത് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യുക. നിരഞ്ജനി വെരി ഗുഡ്. -4 -32 പറയുമ്പം -36 ആയിരിക്കും എന്ത് കിട്ടുക, ഡിറ്റർമിനന്റ് ഓഫ് 2a കിട്ടുക. ഗുഡ് അഭിരാമി, ഗുഡ് അജിൽ, ഗുഡ് ഗൗരി, ഗുഡ് വെരി ഗുഡ്. ഡിറ്റർമിനന്റ് ഓഫ് 2a ആണ് കിട്ടിയിരിക്കുന്നത്. ഇത് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് കിട്ടിക്കഴിഞ്ഞു. റൈറ്റ് ഹാൻഡ് സൈഡിൽ ആരാ ഉള്ളത്, 4 × ഡിറ്റർമിനന്റ് ഓഫ് a കൂടെ മക്കൾ എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം അല്ലെ. 4 × ഡിറ്റർമിനന്റ് ഓഫ് a. നമുക്ക് എന്തറിയാം മക്കളെ, a എന്ന് പറഞ്ഞ മെട്രിക്സ് അറിയാം, വിച്ച് ഈസ് 1 2 4 -1 ആണ് a പറഞ്ഞ മെട്രിക്സ്. ഓക്കെ, അപ്പോൾ ഡിറ്റർമിനന്റ് ഓഫ് a എന്താ വരിക, ക്രോസ് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യുക. 1 × -1 -1 ആണ്. 4 × 2 പറയുമ്പം 8 ആണ്. 2 നമ്മൾ സബ്ട്രാക്ട് ചെയ്യുമ്പം -1 -8 പറയുമ്പം -9 എന്ന് കിട്ടി. നമുക്ക് ആവശ്യം ഡിറ്റർമിനന്റ് ഓഫ് a അല്ല, പകരം എന്താ ആവശ്യം, 4 × ഡിറ്റർമിനന്റ് ഓഫ് a ആണ്. ഡിറ്റർമിനന്റ് ഓഫ് a -9 ആയതുകൊണ്ട് 4 × -9 ചെയ്യുമ്പം -36 ആയിരിക്കും എന്ത് കിട്ടുക, ആൻസർ കിട്ടുക. അപ്പം എന്ത് മനസ്സിലായി, എനിക്ക് കിട്ടിയിരിക്കുന്ന ഡിറ്റർമിനന്റ് ഓഫ് 2a ആയിക്കോട്ടെ, എനിക്ക് കിട്ടിയിരിക്കുന്ന 4 × ഡിറ്റർമിനന്റ് ഓഫ് a ആയിക്കോട്ടെ, രണ്ടും മക്കളെ -36 ആണ്. സോ വി ക്യാൻ റൈറ്റ് ഹെൻസ് പ്രൂവ്ഡ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാൻ പറ്റും, എഴുതാനായിട്ട് സാധിക്കും. ഇത്രേ ഉള്ളൂ സാധനം. ഹെൻസ് എന്താണ്, പ്രൂവ്ഡ് ആണ്. ഓക്കെ, റെഡി ആണ്? യെസ് കെവിൻ, യെസ് കെവിൻ, സന്തോഷം. ഓക്കെ റെഡി, ഓക്കെ ക്ലിയർ ആണ്? യെസ്, ദർഫോർ LHS = RHS ആണല്ലേ അജിൽ, വെരി ഗുഡ്. ഇത്ര ഓക്കെ ആണ്, ക്ലിയർ? സോ ഇതൊക്കെ അല്ലേ, നല്ല ക്വസ്റ്റ്യൻ ആണ്. ഇത് ചോദിക്കാറുണ്ട് കേട്ടോ എക്സാമിന്. NCERT ക്വസ്റ്റ്യൻ ആണ്, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഞാൻ പറയാതെ അറിയാൻ പറ്റുമല്ലോ. റെഡി സെറ്റ്, ഓക്കെ. വി ആർ മൂവിങ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇതെന്താ ചെയ്യുക, ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് എക്സ് ആണ് ക്വസ്റ്റ്യൻ. രണ്ട് ഭാഗത്ത് മക്കളെ മിസ് സ്ലോ ആക്കണമെങ്കിൽ സ്ലോ ആക്കണം എന്ന് പറയണം. ഞാൻ നിങ്ങൾ ഓൾറെഡി പഠിച്ച ചാപ്റ്ററുമാണ്, പിന്നെ അത്യാവശ്യം ചെയ്യാൻ വേണ്ടി പറ്റിയ ചാപ്റ്റർ കൂടെയാണ്. അതുകൊണ്ടാണ് ഒരു മീഡിയം സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലും ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുകയാണ്, മിസ് ഒന്ന് സ്ലോ ആക്കാൻ വേണ്ടിയാണ് ആഗ്രഹം എന്നുണ്ടെങ്കിൽ സ്ലോ ആക്കാൻ വേണ്ടി പറയണം കേട്ടോ. സ്പീഡാക്കാനാണ് ആഗ്രഹമെങ്കിൽ സ്പീഡാക്കാൻ വേണ്ടി പറയണം. പക്ഷേ സ്പീഡാക്കാൻ ചാൻസ് കുറവാണ്, കാരണം മെല്ലെ പറഞ്ഞാൽ മനസ്സിലാകുന്ന ഒരുപാട് പേരുണ്ട് നമ്മുടെ ക്ലാസ്സിൽ. സോ റെഡി, നോക്കാം. അപ്പോൾ എന്താണ് ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് എക്സ് ആണ്. റിലേഷൻ മക്കളെ, റിലേഷൻ മിസ് റിവൈസ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോടാ. നമ്മൾ ഓൾറെഡി നമ്മുടെ ചാപ്റ്റർ കഴിഞ്ഞപ്പം റിവിഷൻ ഉണ്ടായിരുന്നു ഇവിടെ. യൂട്യൂബ് ലൈവിലും നമ്മുടെ ആപ്പ് ലൈവിലും ഉണ്ടായിരുന്നു റിവിഷൻ. ഓർമ്മയില്ല നിങ്ങൾക്ക്? നിങ്ങൾ യൂട്യൂബ് ചാനലിൽ എൻ്റെ ലൈവ് ഇപ്പോൾ കാണുന്നില്ലേ? അതിൻ്റെ താഴെ നോക്കിക്കേ, റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ് ലൈവ് പോയിട്ടുണ്ട്. അത് കൊണ്ടു നോക്കിയാൽ പോരെ നമുക്ക്, അല്ലേ നല്ലത്? ഓക്കെ സെറ്റ്. ഓക്കെ, നമുക്ക് നോക്കാം. ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് എക്സ് അല്ലേ ക്വസ്റ്റ്യൻ. രണ്ട് ഭാഗത്തും ആരാ ഈക്വല്? ഡിറ്റർമിനന്റ് ആണ് ഈക്വല്. മെട്രിക്സ് ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യാറ്? കറസ്പോണ്ടിങ് എലമെന്റ്സ് ഇക്വേറ്റ് ചെയ്തിട്ട് വാല്യൂസ് കണ്ടുപിടിക്കാറുണ്ട്. അതിവിടെ പറ്റില്ല, കാരണം ഇപ്പുറത്തെ ഡിറ്റർമിനന്റ് ആണുള്ളത്, ഇപ്പുറത്തും ഡിറ്റർമിനന്റ് ഉള്ളത്. അല്ലാതെ ചുമ്മാ എന്ത് ചെയ്യാൻ പറ്റില്ല, ഇക്വേറ്റ് ചെയ്യാൻ പറ്റില്ല. ഡിറ്റർമിനന്റ് ഫൈൻഡ് ഔട്ട് ചെയ്യണം രണ്ട് ഭാഗത്തും, എന്നിട്ട് മാത്രം എന്ത് ചെയ്യണം, ഇക്വേറ്റ് ചെയ്യണം. അപ്പോൾ ലെഫ്റ്റ് ഭാഗത്ത് എന്താ വരിക? രണ്ട് ഭാഗത്ത് 2/2 ആണ്. ഡിറ്റർമിനന്റ് ഫൈൻഡ് ഔട്ട് ചെയ്യുക, ഇക്വേറ്റ് ചെയ്യുക, ആൻസർ ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ 3 × 1 പറയുമ്പോൾ 3 ആണ്, മൈനസ് x × x പറയുമ്പോൾ x². അതാണ് ഫസ്റ്റിന്റെ ഡിറ്റർമിനന്റ് വരിക. യെസ് അലനെ കാണാത്ത കുറേ ആയല്ലോ. റെഡി, ഈ സ്പീഡ് മതി. ഓക്കെ റെഡി സെറ്റ്. അടുത്തത് മക്കളെ, ഈ ഡിറ്റർമിനന്റ് ഓഫ് 3 2 4 1 ആണെങ്കിലോ 3 × 1 പറയുമ്പോൾ 3 ആണ്, മൈനസ് 4 × 2 പറയുമ്പം 8 ആണ്. അപ്പോൾ 3 - x² = 3 - 8 വരും. രണ്ട് ഭാഗത്തും ആരുണ്ട്? 3 ഉണ്ടെങ്കിൽ നമുക്ക് 3 കട്ട് ചെയ്ത് മാറ്റാം, കുഴപ്പമില്ല. രണ്ട് ഭാഗത്ത് ഒരേപോലെ ആരുണ്ടെങ്കിലും കട്ട് ചെയ്ത് മാറ്റാമല്ലോ. -x² = -8 വന്നു. രണ്ട് ഭാഗത്തും മൈനസ് ഉണ്ട്, അതെന്ത് ചെയ്യാൻ പറ്റും? ഒഴിവാക്കാൻ വേണ്ടി പറ്റും. സോ x² = 8 മാത്രമേ ഉണ്ടാവും. ഇത് കട്ടായി പോയിട്ടോ.
ഓക്കെ, അപ്പോൾ എക്സ് സ്ക്വയർ 8 ആണെങ്കിൽ നിങ്ങൾ എല്ലാവരും പറയുന്നത് എനിക്കറിയാം എക്സ് ഈക്വൽ ടു മിസ്സേ √8 ആണെന്ന് പറയും. അപ്പം നിങ്ങളുടെ അടുത്ത് ഞാൻ പറയും മക്കളെ അത് √8 അല്ല, ഇറ്റ് ഈസ് +or-√8 ആണ് റിഹാൻ. വെരി ഗുഡ്, വെരി ഗുഡ്. ദ ആൻസർ വിൽ ബി +or-√8 ആണ്. പൊതുവെ എല്ലാവരും പറയുക √8 എന്നാണ് പറയുക. ഹെസ്റ്റിയ √8 അല്ല, ഇറ്റ് ഈസ് +or-√8 ആണ്. സുനി തോമസ് +or- എവിടെ നിന്റെ +or- നിർബന്ധമാണ് മിസ് പറയാറില്ലേ? നാഫിയ √8 ആൻസർ എടുക്കുകയില്ല ഞാൻ, +or- നിർബന്ധമാണ്. നിങ്ങൾക്ക് 1/2 മാർക്ക് കുറക്കും സ്കൂളിൽ ബോർഡ് എക്സാമിന് കേട്ടാ. അപ്പോൾ +or-√8 വന്നു. ഇനി എങ്ങാനും നിങ്ങൾക്ക് സിംപ്ലിഫൈ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ MCQ വരുവാണെങ്കിൽ കുറച്ചുകൂടെ സിംപ്ലിഫൈഡ് ആൻസർ തരുവാണെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ സിംപ്ലിഫൈ ചെയ്യണം. അതായത് എക്സ് ഈക്വൽ ടു +or-√8 എന്ന് പറഞ്ഞാലും 8 മാറ്റിയിട്ട് വേണമെങ്കിൽ 4 × 2 എന്ന് എഴുതിയാലും കുഴപ്പമൊന്നുമില്ലല്ലോ, സെയിം സാധനമല്ലേ. സോ +or- രണ്ടുപേർക്കും ബാധകമാണ്. ഐ നോ ദാറ്റ് ഇറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് √4 × √2 എന്ന് എഴുതിയാൽ ഒരു കുഴപ്പമില്ല, രണ്ടുപേർക്കും ബാധകമാണല്ലോ. സോ +or-√4 എത്രയാടാ? 2 എന്ന് എനിക്കറിയാം. √2 എത്രയാ? അതെനിക്കറിയില്ല, അങ്ങനെ ഇട്ടാൽ മതി. സോ ദ ആൻസർ വിൽ ബി എക്സ് ഈക്വൽ ടു +or-2 ആണെങ്കിൽ ഓക്കെ ആണ്, എക്സ് ഈക്വൽ ടു +or-√8 ആണെങ്കിലും ഓക്കെ ആണ്. ഇത് ഇതിൻ്റെ സിംപ്ലിഫൈഡ് വേർഷൻ എന്ന് മാത്രമേ ഉള്ളൂ. റെഡിയാണ്? ഓക്കെ, ക്ലിയർ? സെറ്റല്ലേ മക്കളെ? ഓക്കെ, 1 മോർ ടോപ്പിക്കിന് ചെയ്യാം. ഇത് നമുക്ക് എന്ത് ചെയ്യാം? 3/3 പോവാം. 3/3 ആണ് ഹൈലൈറ്റ് നമുക്ക്. റെഡിയാണോ? സെറ്റാണോ? യെസ്. അഫ്ര, എന്ത് പറ്റി അഫ്ര? റെഡി അല്ലേ? യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, സോ ദ 1 മോർ ക്വസ്റ്റ്യൻ നമുക്ക് തരാം. നോക്കിക്കേ, ഇഫ് ഡിറ്റർമിനന്റ് ഓഫ് x1 5 2 = 5 ആണെങ്കിൽ എക്സിന്റെ വാല്യൂ എന്താണ് വരിക? യെസ് ഗൗരി പോരട്ടെ, ഇതിന്റെ ആൻസർ പറഞ്ഞേ എല്ലാവരും. എവരി വൺ ഒന്ന് ആൻസർ കാണിച്ചേ. നിങ്ങൾ ഈ ടോപ്പിക്കിൽ അത്രയും പക്കായിട്ട് മനസ്സിലായി എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആൻസർ ചെയ്യണം. ഓക്കെ, റെഡി? ആൻസർ ചെയ്യണം നിർബന്ധമാണ്. ഓക്കെ, റെഡി എന്ന് പറഞ്ഞേ. √2 വാല്യൂ അറിയാം, അതിൻ്റെ അത്രക്ക് ആവശ്യമില്ലടാ മക്കളെ. √2 മാത്രം എഴുതിയാലും മതി കേട്ടോ. സമയം അത്രക്ക് നമുക്ക് ആവശ്യമില്ല, വേണമെങ്കിൽ എഴുതാമെന്ന് മാത്രമേ ഉള്ളൂ. √2 വാല്യൂ എഴുതേണ്ട ആവശ്യമില്ല, എഴുതിയാൽ നല്ലതാണ്, കുഴപ്പമില്ല. ഓക്കെ, സ്മൃതി ഓക്കെ അല്ലേ? ഓക്കെ, റെഡി? എന്താ പറയുക? സോ ആൻസർ പറഞ്ഞു. സോ ഡിറ്റർമിനന്റ് ഈസ് ഈക്വൽ ടു 5 എന്ന് പറയുന്നുണ്ട്. എക്സിന്റെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഡിറ്റർമിനന്റ് ഫൈൻഡ് ഔട്ട് ചെയ്യുമ്പം ക്രോസ് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യുക. x × 2 പറയുമ്പം 2x ആണ്, -5 × 3 പറയുമ്പോൾ 15 ആണ്. 2x - 15 = 5 എന്നാണ് ഗിവൺ. ഈ ആൾ അപ്പുറം എടുക്കുന്ന സമയത്ത് നെഗറ്റീവ് എന്തായിട്ട് മാറും? പോസിറ്റീവായിട്ട് മാറും. 2x = 5 + 15 വരും, ഇറ്റ് ഇസ് ഈക്വൽ ടു 20 ആണ്. 2x മക്കളെ 20 എന്ന് വരും. അപ്പോൾ എക്സ് എന്താ വരിക? 2 അപ്പുറം പോകുന്ന സമയത്ത് 20/2 = 10 ആണ്. മിസ് മാത്സ് നമ്മൾ തൂക്കും, അത്രേ ഉള്ളൂ, നമ്മൾ തൂക്കിയിരിക്കും മാത്സ്. സോ 10 വിൽ ബി ദ റൈറ്റ് ആൻസർ. ക്ലിയർ? ഓക്കെ, റെഡി റെഡി റെഡി. ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ കുറേ പേർക്ക് ഇപ്പോഴും കൺഫ്യൂഷൻസ് ഉള്ള പോർഷൻ ആയിരിക്കും 3/3 എന്നുള്ള കാര്യം. നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ആപ്പിൽ ഡിസ്കസ് ചെയ്തതാണ്. എന്നാലും നമ്മളെ സംബന്ധിച്ച് 3/3 അറിയാത്ത കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഈ ചാപ്റ്ററിലുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് തൊടാൻ പോലും പറ്റില്ല. അപ്പോൾ 3/3 നമുക്ക് അത്ര ഇമ്പോർട്ടൻ്റ് ആണ്, മനസ്സിലായില്ലേ? ഇപ്പോൾ 3/3ൻ്റെ കേസിൽ നമ്മൾ എങ്ങനെയാണ് ഡിറ്റർമിനന്റ് ഫൈൻഡ് ഔട്ട് ചെയ്യുക? അതായത് ഡിറ്റർമിനന്റ് ഓഫ് എ മെട്രിക്സ് ഓഫ് ഓർഡർ 3 ആണ്. ഓർഡർ 3 എന്ന് പറയുമ്പോൾ 3/3 ആണ് മെട്രിക്സ്. ഓക്കെ, ഞാൻ പറയുന്ന പോലെ ശ്രദ്ധിച്ചിരിക്കുക, ഞാൻ പറയുന്ന പോലെ തന്നെ ശ്രദ്ധിച്ചിരിക്കണം. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് അറിയില്ലെങ്കിൽ നമുക്ക് ബാക്കി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഓക്കെ, ഇതെന്താണ് നമുക്ക്? റെഡി? ഓക്കെ, ശ്രദ്ധിക്കാം. നമുക്ക് ഞാനൊരു ചുമ്മാ ഒരു കാര്യം പറഞ്ഞുതരാം, ശ്രദ്ധിക്കണേ. 3/3 ആണെങ്കിൽ, ഒരു മെട്രിക്സ് ആണെങ്കിൽ നമ്മൾ പൊതുവെ എന്താ എഴുതാറ്? A11, A12, A13, A21, A22, A23, A31, A32, A33. ഇങ്ങനെയാണ് നമ്മൾ പൊതുവെ 3/3 ആയിട്ടുള്ള ഒരു മെട്രിക്സ് ഉണ്ടാക്കി എഴുതാറ്. മെട്രിക്സിനുള്ളിലുള്ള എലമെന്റ്സിന് നമ്മൾ പൊതുവെ സ്മോൾ ലെറ്റർ എ വെച്ച് റെപ്രസെന്റ് ചെയ്യാറുണ്ട്. A11 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മീനിങ് എന്താ? ഒന്നാമത്തെ റോയിലുള്ള ഒന്നാമത്തെ കോളത്തിലുള്ള എലമെന്റ് എന്നാണ് വായിക്കുക. A12 ആണെങ്കിലോ മക്കളെ ഒന്നാമത്തെ റോയിലുള്ള രണ്ടാമത്തെ കോളം എലമെന്റ് ആണ്. A13 ആണെങ്കിൽ ഒന്നാമത്തെ റോ ആണ്, മൂന്നാമത്തെ കോളത്തിലുള്ള എലമെന്റ് ആണ്. അപ്പം ഈ കാണുന്ന ഒന്നാമത്തെ ആള് റോ നമ്പറിനെയും രണ്ടാമത്തെ ആള് കോളം നമ്പറിനെയാണ് കാണിക്കുക, മനസ്സിലായില്ലേ? A32 ആണെങ്കിലോ മൂന്നാമത്തെ റോ രണ്ടാമത്തെ കോളം. A33 ആണെങ്കിലോ മൂന്നാമത്തെ റോ മൂന്നാമത്തെ കോളം. അങ്ങനെയാണ് പേര് വന്നിരിക്കുന്നത്. ഓക്കെ, വാട്ട് എവർ. ഇപ്പം നമുക്കറിയാം 3/3 ആണെങ്കിൽ ടോട്ടലി മക്കളെ 9 എലമെന്റ്സ് ഉണ്ടായിരിക്കും. 3 റോസും 3 കോളംസും ആണ് 3/3. അപ്പം നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്,
ഈ കാണുന്ന ഓരോ ഇലമെന്റ് നമ്മൾ എന്ത് കൊടുക്കാൻ വേണ്ടി പോവാണ്? സൈൻ കൊടുക്കാൻ വേണ്ടി പോവാണ്. ആ സൈൻ മക്കൾ നിർബന്ധമായിട്ടും പഠിക്കണം. വേറൊന്നും അറിഞ്ഞില്ലെങ്കിലും ആ സൈൻ പഠിച്ചിരിക്കണം. സിമ്പിളാണ്, ആരും ബൈഹാർട്ട് ചെയ്യേണ്ട. ഒരു സാധനം പോലും ബൈഹാർട്ട് ചെയ്യാൻ പാടില്ല. ഒരു സാധനം പോലും ബൈഹാർട്ടേ ചെയ്യാൻ പാടില്ല. ഓക്കെ, അതായത് സ്റ്റാർട്ടിങ് ഫ്രം എവിടെ നിന്നാണ്? പ്ലസ് എന്ന് ആരംഭിക്കുകയാണ്. പ്ലസ് എന്ന് ആരംഭിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഓൾട്ടർനേറ്റ് ആയിട്ട് മൈനസ് പ്ലസ് ഇട്ട് കൊടുക്കുന്നു. ഓൾട്ടർനേറ്റ് ആയിട്ട് മൈനസ് പ്ലസ് ഇട്ട് കൊടുക്കുക. പ്ലസ് കഴിഞ്ഞാൽ മൈനസ്, പിന്നെ പ്ലസ്, പിന്നെ മൈനസ്, പിന്നെ പ്ലസ്, പിന്നെ മൈനസ്, പിന്നെ പ്ലസ്, പിന്നെ മൈനസ്, പിന്നെ പ്ലസ്. ഇതാണ് 3/3യുടെ സൈന്. ഇതൊരിക്കലും മറക്കാൻ പാടില്ല. ഓക്കെ, ആദ്യത്തെ എലമെന്റ്സ് പ്ലസ് മൈനസ് പ്ലസ് മൈനസ് പ്ലസ് മൈനസ് പ്ലസ് മൈനസ് പ്ലസ്. ബൈഹാർട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇത് എന്തിന് ബൈഹാർട്ട് ചെയ്യണം? നമ്മളിതൊക്കെ സിമ്പിൾ അല്ലേ ഇതൊക്കെ ചെയ്യാനായിട്ട്. ഇത് CBSE അല്ല മക്കളെ, സ്റ്റേറ്റിലെ മക്കൾക്കുള്ള ക്ലാസ്സാണ് കേട്ടോ. ഓക്കെ, സ്റ്റേറ്റുകാർ കണ്ടാൽ മതി, CBSEക്കാർ കണ്ടാൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ നിങ്ങൾ ക്വസ്റ്റ്യൻസ് കുറച്ചുകൂടെ വ്യത്യാസം ഉണ്ടായിരിക്കും. ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വേണ്ട ക്വസ്റ്റ്യൻസ് ആണ്, പക്ഷെ നിങ്ങൾക്ക് ഇത് മാത്രം പോരാ. CBSEയിലെ മക്കളുടെ അടുത്ത് പറഞ്ഞതാണ് ഞാൻ. ഓക്കെ, റെഡി? ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. സോ ഞാൻ ഈ ക്വസ്റ്റ്യൻ കാണിച്ചു തരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ക്വസ്റ്റ്യനിലൂടെ പറഞ്ഞുതരാം ബാക്കി എല്ലാ കാര്യങ്ങളും. ഇതെന്താ മക്കളെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇവാലുവേറ്റ് ഡിറ്റർമിനന്റ്. ഇതെന്ത് മെട്രിക്സ് ആണ്? 3/3 ആണ്. നമുക്ക് 3/3 മെട്രിക്സ് ഉണ്ടെങ്കിൽ ഡിറ്റർമിനന്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി ഒരുപാട് മെത്തേഡ്സ് പോസിബിൾ ആണ്. നമുക്ക് ഒന്നുകിൽ ഒന്നാമത്തെ റോ വെച്ചിട്ട് എക്സ്പാൻഡ് ചെയ്തിട്ട് ഡിറ്റർമിനന്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാം, അല്ലെങ്കിൽ രണ്ടാമത്തെ റോ വെച്ച് എക്സ്പാൻഡ് ചെയ്തിട്ട് ഡിറ്റർമിനന്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഇനി നമുക്ക് അല്ലെങ്കിൽ ഒന്നാമത്തെ കോളം വെച്ചിട്ട് എക്സ്പാൻഡ് ചെയ്തിട്ട് ഡിറ്റർമിനന്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ടാമത്തെ കോളം വെച്ച് എക്സ്പാൻഡ് ചെയ്ത് ഡിറ്റർമിനന്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാം. അതായത് 3 റോസും 3 കോളംസും ഉണ്ട്. മൊത്തം പറയുവാണെങ്കിൽ 6 വേസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിറ്റർമിനന്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതിൻ്റെ ഇൻട്രസ്റ്റിംഗ് കാര്യം ഞാൻ പറയട്ടെ, എങ്ങനെ ചെയ്താലും ആൻസർ എന്താ കിട്ടുക? സെയിം ആണ് കിട്ടുക. അപ്പോൾ ഇഷ്ടമുള്ള റോ അല്ലെങ്കിൽ കോളം എടുക്കുക, എക്സ്പാൻഡ് ചെയ്യുക, ഡിറ്റർമിനന്റ് ഫൈൻഡ് ഔട്ട് ചെയ്യുക. അത്രയും സിമ്പിളാണ് കാര്യം. ചെയ്യാം നമുക്ക്. ഞാൻ പറഞ്ഞു തരാം, നിങ്ങൾ കേട്ടിരിക്കുക, ക്ഷമയോടെ കേട്ടിരിക്കുക. സോ എനിക്ക് ഏറ്റവും ഇഷ്ടം ഒന്നാമത്തെ റോ ആണ്. മിസ് ആദ്യം എന്ത് ചെയ്യാം? ഒന്നാമത്തെ റോ വെച്ചിട്ട് എക്സ്പാൻഡ് ചെയ്തിട്ട് ഡിറ്റർമിനന്റ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന രീതി കാണിച്ചു തരാം. ഒന്നാമത്തെ റോ ആണെങ്കിൽ നിങ്ങൾക്ക് അറിയാം, ഇതാണ് എൻ്റെ ഒന്നാമത്തെ റോ. തൊട്ട് മുന്നേ മിസ് പറഞ്ഞ സൈൻ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ഇതല്ലേ മക്കളെ സൈന്? ഒന്നാമത്തെ റോ ആണെങ്കിൽ ഏത് സൈൻ എടുക്കണം? ഇതെടുക്കണം. ഇതാണ് ഒന്നാമത്തെ റോവിൻ്റെ സൈന്. ആ സൈന് മക്കളെ പ്ലസ് മൈനസ് പ്ലസ് ആണ്. അത് ഒന്നാമത്തെ റോയിലുള്ള ഇലമെന്റ്സിന് ഇങ്ങനെ കൊടുക്കുക, പ്ലസ് മൈനസ് പ്ലസ്. കൊടുത്തല്ലോ. നമ്മൾ എന്ത് ചെയ്യാണ്? എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി പോവാണ്. അതായത് ശ്രദ്ധിക്കുക, ഒന്നാമത്തെ റോയിലുള്ള ഫസ്റ്റ് ഇലമെന്റ് ആരാണ്? 1 ആണ്. സൈൻ എന്താ? നമ്മൾ കൊടുത്ത സൈന് പോസിറ്റീവ് ആണ്. അത് ഓൾറെഡി പോസിറ്റീവ് ആയിരുന്നു. നമ്മൾ കൊടുത്ത സൈനും എന്താണ്? പോസിറ്റീവ് ആണ്. സോ 1 എന്നെടുത്തു. എന്നിട്ട് എന്ത് ചെയ്യുക? ആ 1 ഉൾപ്പെടുന്ന റോ ആൻഡ് കോളം എന്ത് ചെയ്യുക? ഒഴിവാക്കുക. ബാക്കിയുള്ള പോർഷന്റെ ഡിറ്റർമിനന്റ് എടുക്കുക. ബാക്കിയുള്ള പോർഷൻ പറയുമ്പം 2/2 അല്ലേ? അത് ക്രോസ് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യുക, ഡിറ്റർമിനന്റ് ഫൈൻഡ് ഔട്ട് ചെയ്യുക. അതായത് 3 × 0 മൈനസ് 1 × 0 ചെയ്യുക. 3 × 0 0 ആണ്, 1 × 0 0 ആണ്. ഇപ്പൊ 0 - 0 ആണ് കിട്ടുക. അത് കഴിഞ്ഞു. ആ ഇലമെന്റിന്റെ കേസ് കഴിഞ്ഞു. ഇനി ഒന്നാമത്തെ റോയിലുള്ള അടുത്ത ഇലമെന്റ് ആരാണ് മക്കളെ? ഒന്നാമത്തെ റോയിലുള്ള അടുത്ത ഇലമെന്റ് എന്ന് പറയുമ്പം 2 ആണ്. 2ന്റെ സൈൻ എന്താ വന്നിരിക്കുന്നത്? മൈനസ് ആണ്. സോ -2 എന്ന് എഴുതി. ആ കാണുന്ന -2 ഉൾപ്പെടുന്ന റോ ആൻഡ് കോളം എന്ത് ചെയ്യുക? ഒഴിവാക്കുക. ബാക്കി എന്ത് ചെയ്യുക? ഡിറ്റർമിനന്റ് എടുക്കുക. അഗെയിൻ 2/2 ആണ്. ക്രോസ് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യുക. -1 × 0 0 ആണ്. 4 × 0 0 ആണ്. ഇപ്പൊ 0 - 0 ആണ് കിട്ടുക. അപ്പൊ അതും കഴിഞ്ഞു. ഇനി അടുത്തത് എന്താ മക്കളെ ഉള്ളത്? നമുക്ക് അടുത്തത് മൂന്നാമത്തെ ഇലമെന്റ്, ഒറ്റ ഇലമെന്റ് കൂടെ ബാക്കിയുള്ളൂ. ആ ഇലമെന്റ് സൈൻ എന്താ? പോസിറ്റീവ് ആണ്. സോ +4 എന്നെടുത്തു. ആ ഇലമെന്റ് ഉൾപ്പെടുന്ന റോ ആൻഡ് കോളം എന്ത് ചെയ്യുക? ഒഴിവാക്കുക. ബാക്കി എന്ത് ചെയ്യുക? ഡിറ്റർമിനന്റ് ഫൈൻഡ് ഔട്ട് ചെയ്യുക. അതായത് നോക്കി നിങ്ങൾ, -1 × 1 -1, 4 × 3 പറയുമ്പോൾ 12 ആണ്. സോ -1 - 12, -1 - 12 ആണ് റൈറ്റ് ആൻസർ വരിക. ഓക്കെ, അത്രയും ഓക്കെ ആണ്. ഇത്ര മാത്രം ചെയ്താൽ മതി നിങ്ങൾ. സോ 1 × 0 - 0 പറയുമ്പോൾ 0 ആണ്. അതെന്തായി പോയി? കംപ്ലീറ്റ് 0 ആയി പോയി. 2 × 0 - 0 പറയുമ്പോൾ അതും 0 ആണ്, പോയി. സോ ബാക്കി ആരാ ഉണ്ടാവുക? 4 × -1 - 12 പറയുമ്പം -13 ആണ് വരിക. ദ ആൻസർ വിൽ ബി -52 ആണ് കിട്ടുക. വെരി ഗുഡ്. -52. മക്കളെ റിലേഷൻ എടുക്കില്ലടാ, മിസ് പറഞ്ഞല്ലോ. ഓക്കെ, റിലേഷൻ ഇന്ന് എടുക്കില്ല കേട്ടോ. ഇന്ന് റിലേഷൻ എടുത്ത് നമുക്ക് ഒരുപാട് സമയം നീണ്ടു പോവുകയും ചെയ്യുമല്ലോ. ഓക്കെ, -52 ആണ് റൈറ്റ് ആൻസർ. ക്ലിയർ ആണോ? നിങ്ങൾക്ക് ഏത് റോ വേണോ, ഏത് കോളം വേണോ, ഇഷ്ടമുള്ളത് വെച്ച് എക്സ്പാൻഡ് ചെയ്യാം. ആൻസറിൽ മക്കളെ ഒരു മാറ്റവും വരാൻ വേണ്ടി പോകുന്നില്ല. ഞാൻ വേണേൽ കാണിച്ചു തരാം. മിസ്
തേർഡ് കോളം വെച്ച് ചോദിക്കുന്നുണ്ട്. കാണിച്ചു തരാം, ഒരു കുഴപ്പവും നമുക്കില്ലടാ. നമ്മൾ എന്ത് ചെയ്യുന്നു, തേർഡ് കോളം വെച്ചിട്ട് വേണേൽ ചെയ്ത് കാണിക്കാം. ഓക്കെ, എന്ത് പ്രശ്നം? നമുക്കൊരു പ്രശ്നവുമില്ല. ഏത് ചെയ്താലും ആൻസർ സെയിം ആയിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടം ഇനി തേർഡ് കോളം ആണെങ്കിൽ മിസ് കാണിച്ചു തരാം. ഓക്കെ, ആരോ പറഞ്ഞു മിസ് തേർഡ് കോളം വെച്ച് എക്സ്പാൻഡ് ചെയ്യോ, ആൻസർ കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. കാണിക്കാം. തേർഡ് കോളം വെച്ച് എക്സ്പാൻഡ് ചെയ്യുകയാണെങ്കിൽ തേർഡ് കോളം ഏതാണ്? ഇതാണ് മൂന്നാമത്തെ കോളം. സൈൻ എന്താ വരിക നിങ്ങൾ നോക്കിക്കേ. സൈൻ വരുമ്പം പോസിറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ് ആണ് തേർഡ് കോളം സൈന്. സൈൻ നിർബന്ധമായിട്ട് കൊടുക്കണമല്ലോ നമുക്ക്. സോ കൊടുക്കുക. സോ എന്താണ് സൈൻ വരിക? പോസിറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ് ആണ്. ഇവിടെ ഭയങ്കര സിമ്പിളാണ്, കുറച്ചുകൂടി സിമ്പിളാണ് ചെയ്യാനായിട്ട്. സോ തേർഡ് കോളം ഫസ്റ്റ് എലമെന്റ് 4 ആണ്. സൈന് പ്ലസ് ആയതുകൊണ്ട് 4 മാത്രം എടുത്തു. ബാക്കി എന്താ ചെയ്യുക? 4 ഉൾപ്പെടുന്ന റോവും കോളവും കംപ്ലീറ്റ് ഒഴിവാക്കുക. 4 ഉൾപ്പെടുന്ന റോ ആൻഡ് കോളം ഒഴിവാക്കി. ബാക്കി എന്ത് ചെയ്യുക? ഡിറ്റർമിനന്റ് എടുക്കുക. ഡിറ്റർമിനന്റ് എന്ന് പറയുമ്പോൾ എന്താ ചെയ്യുക? -1 × 1 -1 ആണ്. ആൻഡ് 4 × 3 പറയുമ്പോൾ 12 ആണ്. സോ -1 -12 എന്ന് കിട്ടിക്കഴിഞ്ഞു. അത് കിട്ടിക്കഴിഞ്ഞല്ലോ. ബാക്കി എന്താ ചെയ്യുക? ഇനി നമുക്ക് തേർഡ് കോളത്തിലുള്ള അടുത്ത എലമെന്റ് ആരാ മക്കളെ? തേർഡ് കോളം അടുത്ത എലമെന്റ് 0 ആണ്. എന്ത് 0 ആണ്? -0 ആണ്. സോ -0 × അതുൾപ്പെടുന്ന റോവും കോളം ഒഴിവാക്കി. സോ 1 × 1 -4 × 2 ആണ്. സോ 1 -8 വന്നു. അടുത്ത എലമെന്റ് ആരാണ്? ദാ +0 ആണ്. സൈനോട് എടുക്കണേ, +0. അപ്പൊ അതുൾപ്പെടുന്ന റോ ആൻഡ് കോളം ഒഴിവാക്കുമ്പം 1 × 3 3 ആണ്. -1 × 2 പറയുമ്പോൾ -2 ആണ്. അപ്പം 3 - -2 വരും. എടാ അത് ചെയ്യേണ്ട ആവശ്യമുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്ക്. 0 × എന്ന് പറഞ്ഞിട്ട് എന്ത് വന്നാലും ആ വാല്യൂ എന്തായി പോവും? 0 ആയി പോവും. 0 × എന്ത് വന്നാലും ടേം 0 ആണ്. അപ്പൊ ചെയ്യേണ്ട ആവശ്യമില്ല. 0 × എന്ത് വന്നാലും അത് 0 ആണെന്ന് എനിക്കറിയാം. ശരിക്കും നിങ്ങൾ എന്ത് ചെയ്യണ്ട? തേർഡ് കോളം എടുക്കുകയാണെങ്കിൽ ഈ 2 എലമെന്റിന്റെ കേസ് കൺസിഡർ പോലും ചെയ്യണ്ട. കാരണം ചെയ്യേണ്ട ആവശ്യമില്ല. ഇവർ രണ്ടുപേരും 0 ആണെങ്കിൽ 0 × എന്ത് വന്നാലും 0 ആവുമെന്ന് എനിക്ക് അറിയാലോ. അപ്പൊ എന്തിനാ എടുക്കേണ്ട ആവശ്യം? എടുക്കണ്ട. ആര് മാത്രം എടുത്താൽ മതി? 0 അല്ലാത്ത എലമെന്റ് മാത്രം എടുത്താൽ മതി. അതിന്റെ സൈൻ 4 പോസിറ്റീവ് ആണ്. 4 × -1 -12 പറയുമ്പോൾ ആൻസർ വിൽ ബി 4 × -13 ഇറ്റ് ഈസ് ഈക്വൽ ടു -52 തന്നെയാണ് ആൻസർ കിട്ടുക. എങ്ങനെ ചെയ്താലും ആൻസറിൽ വ്യത്യാസം ഉണ്ടാവില്ല. സഞ്ജീവ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, റെഡിയാണ്? അപ്പൊ ചെയ്യാലോ നമുക്ക്. നിങ്ങൾ ഓക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഞാനൊരു ക്വസ്റ്റ്യൻ കാണിച്ചു തരാം. റെഡി? ക്ലിയർ? ചെയ്യാം. ഇഷ്ടമുള്ള റോ ഇഷ്ടമുള്ള കോളം ചൂസ് ചെയ്യാം. ഒരു പ്രശ്നവുമില്ല നമുക്ക്. സോ ക്വസ്റ്റ്യനിലേക്ക് വന്നിരിക്കുകയാണ്. ഹിയർ ഇസ് ദ ക്വസ്റ്റ്യൻ. ലെറ്റ് എ ഈസ് ഈക്വൽ ടു -1 2 4 1 1 3 3 2 3 ആണ് ക്വസ്റ്റ്യൻ. ഡിറ്റർമിനന്റ് എന്ത് ചെയ്യണം? ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഞാൻ എന്ത് ചെയ്യുന്നു? എനിക്ക് ഇഷ്ടമുള്ളത് ഇതാ മക്കളെ, ഫസ്റ്റ് റോ ആണ് എനിക്ക് പൊതുവെ ഇഷ്ടം. മിസ് എന്ത് ചെയ്തു? ഫസ്റ്റ് റോ വെച്ച് എക്സ്പാൻഡ് ചെയ്യാണ്. ഇതാണ് എൻ്റെ ഫസ്റ്റ് റോ. ഫസ്റ്റ് റോ ആണെങ്കിൽ എന്താ സൈൻ ഉണ്ടായിരുന്നു? നോക്കിക്കേ, പോസിറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ് ആണ്. ആ സൈൻ എന്ത് ചെയ്യുക? ഇവിടെ കൊടുക്കുക, പോസിറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ്. സോ ഒന്നാമത്തെ എലമെന്റ് -1 ആണ്. നമ്മളെ സൈന് പോസിറ്റീവ് ആണ്. പ്ലസും മൈനസും ഒരുമിച്ച് വന്നാൽ അത് -ആയിട്ട് മാത്രമേ നിൽക്കുകയുള്ളൂ. സോ -1 × അതുൾപ്പെടുന്ന റോവും കോളവും എന്ത് ചെയ്യുക? ഒഴിവാക്കുക. ഡിറ്റർമിനന്റ് പറയാ. 1 × 3 3 ആണ്. -2 × 3 പറയുമ്പോൾ 6 ആണ്. കഴിഞ്ഞു. ഓക്കെ, ഇനി സ്പീഡാക്കാൻ നമുക്ക് ചെയ്യാനായിട്ടല്ലേ. അടുത്ത എലമെന്റ് എന്താണ്? 2 ആണ്. 2ന്റെ സൈൻ എന്താ നമ്മൾ കൊടുത്തത്? മൈനസ് ആണ്. സോ -2 എന്ന് എഴുതുക. അതുൾപ്പെടുന്ന റോവും കോളം എന്ത് ചെയ്യുക? ഒഴിവാക്കുക. ഡിറ്റർമിനന്റ് പറയാ. എത്രയാണ്? 1 × 3 3 ആണ് വരിക. -3 × 3 പറയുമ്പോൾ 9 ആണ് വരിക. അതും കഴിഞ്ഞു. ഇനി അടുത്ത എലമെന്റ് മക്കളെ ആരാണ്? 4 ആണ് വരിക. അത് വെറും സൈന് ഉണ്ട്, പ്ലസ് ആണ്, +4 ആണ് അല്ലെ. +4 എടുത്തു. അതുൾപ്പെടുന്ന റോവും കോളം ഒഴിവാക്കി. ബാക്കി ഡിറ്റർമിനന്റ് എന്ന് പറയുമ്പം 1 × 2 2 ആണ്. -3 × 1 പറയുമ്പോൾ 3 ആണ് വരിക. ചുമ്മാ കാൽക്കുലേഷൻ മാത്രമേ ഉള്ളൂ ചെയ്യാനായിട്ട്. യെസ്, അജിൽ ആൻസർ പറഞ്ഞിരിക്കുകയാണ്. യെസ്, വെരി ഗുഡ്. യെസ്, മൂൺ നൈറ്റ്. യെസ്, വെരി ഗുഡ്. ഓക്കെ, എല്ലാവരും പറയും. സോ -1 × 3 - 6 പറയുമ്പോൾ എത്രയാണ്? -3 ആണ്. -2 × 3 - 9 പറയുമ്പോൾ -6 ആണ്. +4 × 2 - 3 പറയുമ്പോൾ -1 ആണ്. അപ്പൊ എത്ര ആൻസർ വരിക? ജയകൃഷ്ണൻ, കെവിൻ, ഡേവിഡ് പോരട്ടെ, എല്ലാവരും പോരട്ടെ. യെസ്, എത്രയാണ്? അലൻ, ഗൗരി പോരട്ടെ, വൈഷ്ണവ്. ഓക്കെ, എത്രയാണ്? -1 × -3 3 ആണ്. -2 × -6 +12 ആണ്. 4 × -1 -4 ആണ്. 15 - 4 = 11 വിൽ ബി ദ റൈറ്റ് ആൻസർ. ഓക്കെ അല്ലേ മക്കളെ? ക്ലിയർ ആണോ? എല്ലാവർക്കും സെറ്റ് ആണോ? എല്ലാവർക്കും ഓക്കെ ആണെങ്കിൽ മാത്രം എന്ത് ചെയ്യുക? ഓക്കെ എന്ന് പറയുക. ഡിറ്റർമിനന്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി ഇപ്പം ഞങ്ങൾ ഓക്കെ ആണ് മിസ് എന്ന് അത്രയും ഉറപ്പുള്ളവർ മാത്രം എന്ത് ചെയ്യുക? ഓക്കെ എന്ന് പറയാം.
ഡിറ്റർമിനന്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഇത്രയും കോൺഫിഡൻറ്റ് ആണ് എന്നുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, കോൺഫിഡൻറ്റ് ആണെന്ന് പറയാം. ക്ലിയർ? ഓക്കെ എവരിവൺ, റെഡി? 1 more ആവശ്യമുണ്ട് നിങ്ങൾക്ക്? 1 more ക്വസ്റ്റ്യൻ. ഈ ടോപ്പിക്കിൽ നിന്ന് 1 more വേണേൽ ചെയ്യാം നമുക്ക്. ഫൈനലി 3/3 ഒന്നുകൂടെ ചെയ്യാം നമുക്ക്. അപ്പം നമ്മൾ സെറ്റായിട്ട് മാറും. ഓക്കെ, പക്ക ക്ലിയർ ആവും നമുക്ക്. 1 more. കോൺഫിഡൻറ്റ് ആണ് ഗൗരി, ഗുഡ്. ഹരിത ഗുഡ്. ഷൈനി യെസ്, റെഡിയാണ്. ജ്യോതി, എവരിവൺ ഓക്കെ. ദേവി നന്ദ യെസ്. ഓക്കെ, 1 more കേട്ടോ. ഇത് കഴിഞ്ഞാൽ ഓക്കെയാണ്. 3/3 സെറ്റാണെന്ന് വിചാരിക്കുന്നു. ഇത് ലാസ്റ്റാണ് 3/3 ഡിറ്റർമിനന്റ് ഫൈൻഡിങ്ങിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. എന്താ ചെയ്യാം ഞാൻ പറയട്ടെ, ഏറ്റവും ഈസി കാര്യം പറഞ്ഞു തരട്ടെ. എങ്ങാനും ഡിറ്റർമിനന്റ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ട ക്വസ്റ്റനിൽ കൂടുതൽ സീറോസ് ഉള്ള റോ അല്ലെങ്കിൽ കോളം ഉണ്ടെങ്കിൽ അത് വെച്ച് എക്സ്പാൻഡ് ചെയ്യുക. ബിക്കോസ് പണി ഭയങ്കര കുറവായിരിക്കില്ലേ. നോക്കുമ്പോൾ ഇവിടെ ഏറ്റവും കൂടെ സീറോസ് എവിടെയുള്ളത്? സെക്കൻഡ് റോയിലാണ് മക്കളെ ഏറ്റവും കൂടെ സീറോസ് ഉള്ളത്. ഞാൻ എന്ത് ചെയ്തു, സെക്കൻഡ് റോ വെച്ച് അങ്ങ് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. എനിക്ക് സെക്കൻഡ് റോ മതി ഇപ്രാവശ്യം അല്ലേ. സെക്കൻഡ് റോ ആണെങ്കിൽ സൈൻ എന്താ വരിക നോക്കിക്കേ. അപ്പോൾ ഓടിപ്പോയി നോക്കിക്കേ. സെക്കൻഡ് റോൻ്റെ സൈൻ നിങ്ങൾ പഠിച്ച സൈനാണ്. എവിടെ പോയടാ? ഓക്കെ, സെക്കൻഡ് റോ പറയുമ്പം മൈനസ് പ്ലസ് മൈനസ് ആണ് സൈൻ വരിക. ഓക്കെ, മൈനസ് പ്ലസ്, ഇത് മൈനസ്, ഇത് പ്ലസ്, ഇത് മൈനസ്. സോ നിങ്ങൾ നോക്കുക, സെക്കൻഡ് റോയിൽ ബാക്കി 2 എലമെന്റ് 0 ആയതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണ്ട, എടുക്കണ്ട. 0 നമുക്ക് എടുത്താലും കാര്യമില്ലല്ലോ. 0 ഇൻറ്റു എന്ത് വന്നാലും 0 അല്ലേ വരിക. അപ്പോൾ എടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇപ്പോൾ 0 അല്ലാത്ത ഒരു എലമെന്റ് മാത്രമേ ഉള്ളൂ. -1 ആണ്. അതിൽ 6 ഉണ്ട് സൈന്. മൈനസ് ഓൾറെഡി ഉണ്ട് താനും. സോ മൈനസ് ഓഫ് -1 ആണ് ഉണ്ടാവുക. നമ്മൾ കൊടുത്ത മൈനസ് ഉണ്ട് ഓൾറെഡി, ആ നമ്പർ മൈനസ് ആണ്. മൈനസ് ഓഫ് മൈനസ് വരുമ്പോൾ പ്ലസ് അല്ലേ വരിക. സോ 1 എന്ന് മാത്രം എടുത്താൽ മതി. എന്നിട്ട് അത് ഉൾപ്പെടുന്ന റോ ആൻഡ് കോളം ഒഴിവാക്കുക. ബാക്കി എന്ത് ചെയ്യുക, ഡിറ്റർമിനന്റ് പറയുക. സൂര്യക്ക് ആൻസർ പറഞ്ഞിരിക്കുകയാണ്. സൂര്യ ഉറപ്പാണോ? ആൻസർ ആണോ സൂര്യ വരിക? യെസ്. ഓക്കെ, എന്താ വരിക? ക്രോസ് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യുക എന്ന് പറയുമ്പം എന്ത് വരും മക്കളെ? 3 ഇൻറ്റു -5 എന്ന് പറയുമ്പം -15 വരും. 3 ഇൻറ്റു -1 എന്ന് പറയുമ്പം -3 വരും. രണ്ടും തമ്മിൽ സബ്ട്രാക്ട് ചെയ്യുക. സോ 1 ഇൻറ്റു -15, 2 മൈനസ് എന്തായിട്ട് മാറും? പ്ലസ് ആയിട്ട് മാറൂലേ. സോ -15 + 3 എന്ന് വരും. ദ ആൻസർ വിൽ ബി -12 ഇൻറ്റു 1 ആണ്. -12 എന്ന് കിട്ടും. കുറേ പേർക്ക് തെറ്റാൻ കാരണം ഞാൻ പറഞ്ഞു തരട്ടെ. നിങ്ങൾ ഈ കാണുന്ന മൈനസ് ഇടാൻ മറന്നു പോയിട്ടുണ്ടാവും. മക്കളെ, രണ്ടും കൂടെ ക്രോസ് ചെയ്തിട്ട് സെൻറ്ററിൽ ഒരു സബ്ട്രാക്ഷൻ വേണ്ടേ? മറന്നു പോരുത്. ഓക്കെ, സെൻറ്ററിലെ സബ്ട്രാക്ഷൻ നമുക്ക് ആവശ്യമാണ്. ക്ലിയർ? റെഡി? ക്ലിയർ? സെറ്റാണോ? ക്ലിയർ അല്ലേ മക്കളെ? സെറ്റാണോ? ക്ലിയർ? അപ്പോൾ 3/3 ഓക്കെ ആണ്. നമുക്ക് പ്രോപ്പർട്ടി ചെയ്യാം. ഇനി 3/3 സെറ്റാണെന്ന് വിചാരിക്കുന്നു. നമുക്ക് എന്ത് ചെയ്യാം? പ്രോപ്പർട്ടി ചെയ്യാം. യെസ്. ഓക്കെ, നെക്സ്റ്റ് പ്രോപ്പർട്ടി ഡിറ്റർമിനൻസിലെ പ്രോപ്പർട്ടീസ് നമുക്ക് പണ്ട് ഒരുപാട് പഠിക്കാനുണ്ടായിരുന്നു. ഇപ്പം അത്രക്കും പഠിക്കാനില്ല, പക്ഷെ കുറച്ചെണ്ണം നമുക്ക് പഠിക്കാനുണ്ട് താനും. അതിലൊരു ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടിയാണ് പറയുന്നത്. ഡിറ്റർമിനന്റ് ഓഫ് കെ ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ, എഴുതി വെക്കണേ, പഠിക്കണേ ഇത്. ഡിറ്റർമിനന്റ് ഓഫ് കെ ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ഈക്വൽ ടു k⁻n ഇൻറ്റു ഡിറ്റർമിനന്റ് ഓഫ് എ ആണ്. ഇതിൽ ആരാണ്? എന്താടാ സ്പൈഡർമാൻ? എന്ത് പറ്റിയടാ സ്പൈഡർമാൻ? പറയൂ. അപ്പോൾ ഡിറ്റർമിനന്റ് ഓഫ് കെ എ എന്ന് പറയുമ്പോൾ കെ എന്താണ്? ഒരു പെർട്ടിക്കുലർ നമ്പറാണ്, ഒരു സ്കെലാറാണ്. കെ പറയുമ്പോൾ ഒരു നമ്പറാണ്. എ എന്താണ്? എൻ്റെ കയ്യിലെ മെട്രിക്സ് ആണ്. n പറഞ്ഞാൽ ആ മെട്രിക്സിൻ്റെ ഓർഡർ ആണ്. ഓർഡർ ഓഫ് ദ മെട്രിക്സ് ആണ് n വരിക. ഫോർ എക്സാമ്പിൾ 1/1 മെട്രിക്സ് ആണെങ്കിൽ n 1 ആയിരിക്കും. 2/2 മെട്രിക്സ് ആണെങ്കിൽ n 2 ആയിരിക്കും. 3/3 മെട്രിക്സ് ആണെങ്കിൽ n 3 ആയിരിക്കും. കിട്ടിയോ? അപ്പോൾ ഡിറ്റർമിനന്റ് ഓഫ് കെ എ ഇസ് ഈക്വൽ ടു k⁻n ഇൻറ്റു ഡിറ്റർമിനന്റ് ഓഫ് എ ആയിരിക്കും റൈറ്റ് ആൻസർ വരിക. അപ്പോൾ ഇതെന്ത് ചെയ്യാൻ? നോട്ട് ഡൗൺ ചെയ്യാം. നമുക്കിത് വെച്ചിട്ട് പ്രോബ്ലം ചെയ്യാനുണ്ട്. യെസ്, ഗുഡ്. സോ റെഡി? നമുക്ക് ചെയ്യാം. ലെറ്റ് എ ബി എ സ്ക്വയർ മെട്രിക്സ് ഓഫ് ഓർഡർ 2/2 ആണ്. ദെൻ ഡിറ്റർമിനന്റ് ഓഫ് കെ എ ഇസ് ഈക്വൽ ടു, ഇതൊക്കെ പ്രീവിയസ് ക്വസ്റ്റൻ ആണ്. നമുക്കറിയാം ഡിറ്റർമിനന്റ് ഓഫ് കെ എ ഇസ് ഈക്വൽ ടു k⁻n ഇൻറ്റു ഡിറ്റർമിനന്റ് ഓഫ് എ ആണ് കയ്യിലുള്ള പ്രോപ്പർട്ടി. ഇവിടെ നോക്കുമ്പോൾ മെട്രിക്സിൻ്റെ ഓർഡർ എത്രയാ? 2/2 ആണ്. വിച്ച് മീൻസ് n എത്രയായിരിക്കും? 2 ആയിരിക്കും വരിക. ബാക്കി കെയുടെ വാല്യൂയോ എയുടെ വാല്യൂയോ ഒന്നും ഗിവൺ അല്ല. അപ്പോൾ എന്ത് ചെയ്താൽ മതി? ഡിറ്റർമിനന്റ് ഓഫ് കെ എ ഇസ് ഈക്വൽ ടു k⁻n പകരം മാത്രം വാല്യൂ കൊടുക്കുക 2 ആണ്. ബാക്കി ഒന്നും കൊടുക്കാനില്ല. സോ ദ ആൻസർ വിൽ ബി k² ഇൻറ്റു ഡിറ്റർമിനന്റ് ഓഫ് എ ആയിരിക്കും. ഓപ്ഷൻ ബി ആണ് മക്കളെ റൈറ്റ് ആൻസർ. ഗുഡ്, സൂപ്പർ. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ വരിക. അതിനാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞേ, എന്താണ് വരിക? ഇഫ് എ ഇസ് എ മെട്രിക്സ് ഓഫ് ഓർഡർ 2 ആണ്.
ഓർഡർ 2 എന്ന് പറയുമ്പോൾ എനിക്കറിയാം n ആണ് മക്കളെ എന്ത് അവിടെ 2 എന്ന് വരുന്നത്. ആൻഡ് k എന്താണ് ഒരു സ്കെലാർ എന്ന് പറയുന്നുണ്ട്. ഇറ്റ് ഈസ് ഗിവൺ ദാറ്റ് ഡിറ്റർമിനന്റ് ഓഫ് k a എന്ന് പറഞ്ഞാൽ 64 ഇൻറ്റു ഡിറ്റർമിനന്റ് ഓഫ് a എന്ന് ക്വസ്റ്റ്യനിൽ ഗിവൺ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വിച്ച് ആർ ദ ഫോളോയിങ് ഇസ് ദ വാല്യൂ ഓഫ് k എന്നാണ് ക്വസ്റ്റ്യൻ. കെന്റെ വാല്യൂ നിങ്ങൾ എന്ത് ചെയ്യണം? ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഇതാണ് ക്വസ്റ്റ്യൻ. ഇപ്പം നമുക്കറിയാം പ്രോപ്പർട്ടി പ്രകാരം ഡിറ്റർമിനന്റ് ഓഫ് k ഇൻറ്റു a ഇസ് ഈക്വൽ ടു k റൈസ് ടു n ഇൻറ്റു ഡിറ്റർമിനന്റ് ഓഫ് a ആണ് പ്രോപ്പർട്ടി പ്രകാരം വരേണ്ടത്. ഞാൻ നോക്കുന്ന സമയത്ത് ഈ ഭാഗവും സെയിം ആയി കിടക്കുവാണ്. രണ്ടും ഒരുപോലെ ഉണ്ട്. ആൻഡ് ഈ ഭാഗത്ത് ഡിറ്റർമിനന്റ് ഓഫ് a ഉണ്ട്, ഈ ഭാഗത്തും അതേ സാധനം ഉണ്ട്. ബാക്കി എല്ലാവരും സെയിം ആണെങ്കിൽ ആര് തമ്മിൽ എന്തായാലും സെയിം ആവണം? ഇവരും തമ്മിൽ എന്തായാലും സെയിം ആയേ പറ്റുള്ളൂ. അതായത് k റൈസ് ടു n-ഉം 64-ഉം എന്തായാലും സെയിം ആയേ പറ്റുള്ളൂ. ഇവിടെ n എത്രയാ മക്കളെ? 2 ആയതുകൊണ്ട് വി ക്യാൻ റൈറ്റ് k സ്ക്വയർ ഇസ് ഈക്വൽ ടു 64 എന്ന് എഴുതാം. അപ്പോൾ k സ്ക്വയർ 64 ആണെങ്കിൽ k എന്താ വരിക? റൂട്ട് ഓഫ് 64 ആ വരിക. പ്ലസ് ഓർ മൈനസ് നിർബന്ധമാണ്. റൂട്ട് ഓഫ് 64 എന്ന് പറയുമ്പം പ്ലസ് ഓർ മൈനസ് 8 ആണ് വരിക. അപ്പോൾ കേക്ക് പൊതുവെ 2 വാല്യൂസ് പോസിബിൾ ആണ്. k is equal to 8-ഉം പോസിബിൾ ആണ്, k is equal to -8-ഉം പോസിബിൾ ആണ്. പക്ഷേ നമുക്കിട്ടിരിക്കുന്ന ആൻസറിൽ 8 മാത്രമേ കാണുന്നുള്ളൂ, -8 കാണുന്നില്ല എന്നാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? 8 ചൂസ് ചെയ്യാം. അതേസമയം ഓപ്ഷൻ എങ്ങാനും പ്ലസ് ഓർ മൈനസ് 8 ഉണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ദ വെരി ആപ്റ്റ് ആൻസർ. അതെന്നെ ചൂസ് ചെയ്യണം കേട്ടോ. ഇവിടെ എന്താ ആൻസർ വരിക? 8 ആണ് വരിക. കിട്ടിയോ? ഓക്കെ, 8 will be the right answer. So guys, okay അല്ലേ? വൺ മോർ. പ്രോപ്പർട്ടി അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. സോ വൺ മോർ ചെയ്യാം നമുക്ക്. എന്താ പറയുക? ഈ ഡിറ്റർമിനന്റ് ഓഫ് a is equal to 5 ആണ് ആൻഡ് a is a 3/3 മെട്രിക്സ് ആണെങ്കിൽ ഡിറ്റർമിനന്റ് ഓഫ് 2a എന്താണ് വരിക? എല്ലാവരും കമൻറ്റ് ചെയ്ത് ആൻസർ എല്ലാവരും കമൻറ്റ് ചെയ്ത് മിസ് ഒന്ന് കാണട്ടെ. യെസ്. എന്താ വൈഷ്ണവ്, എന്ത് പറ്റിയടാ? എന്താ പ്രശ്നം? കാണുന്നില്ല, എന്താ കാണാത്തത്? യെസ്, റെഡി? ഓക്കെ, ആൻസർ പോരട്ടെ. എന്താണ്? ഡിറ്റർമിനന്റ് ഓഫ് 2a ആണ് മക്കൾ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഡിറ്റർമിനന്റ് ഓഫ് a ഗിവൺ ആണ് ആൻഡ് a is a 3/3 മെട്രിക്സിന് ഗിവൺ ആണ്. അപ്പം നമുക്കറിയാം ഡിറ്റർമിനന്റ് ഓഫ് k a is equal to k raised to n ഇൻറ്റു ഡിറ്റർമിനന്റ് ഓഫ് a ആണ് പ്രോപ്പർട്ടി. ഇവിടെ നോക്കുന്ന സമയത്ത് ഈ kന്റെ സ്ഥാനത്ത് ആരാ ഉള്ളത്? 2 ആണെന്നറിയാം. ആൻഡ് മെട്രിക്സിൻ്റെ ഓർഡർ 3/3 ആയതുകൊണ്ട് n എത്ര വരിക? 3 എന്നറിയാം. ഡിറ്റർമിനന്റ് ഓഫ് എയുടെ വാല്യൂ 5 എന്നറിയാം. എല്ലാം കൊടുത്താൽ പോരെ അങ്ങോട്ട്. അപ്പോൾ k raised to n പറയുമ്പോൾ 2 raised to 3 ഇൻറ്റു ഡിറ്റർമിനന്റ് ഓഫ് a പറയുമ്പോൾ 5 ആണ് വരിക. 2 ക്യൂബ് 8 ആണ് ഇൻറ്റു 5 എന്ന് പറയുമ്പോൾ ദ ആൻസർ വിൽ ബി 40 ആണ്. ഗുഡ്. ബ്ലാക്ക് സ്ക്രീൻ മക്കളെ ഇപ്പം ഇടയിൽ കൂടെ ആക്കാൻ പറ്റില്ല. പക്ഷേ സ്ലൈഡ് മൊത്തം വൈറ്റിലാണ് കിടക്കണം കേട്ടോ. നമുക്ക് പിന്നീട് നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യാൻ നോക്കാം കേട്ടോ. യെസ് ദിയ, റെഡി? ക്ലിയർ? 40 is the right answer guys. Okay, clear? Okay, next question. അതിൻ്റെ ഇടയിൽ കൂടെ നിങ്ങൾ എന്താണ് ചാറ്റിക്കൊണ്ടിരിക്കണേ? ഒരു മെസ്സേജ് ഞാൻ വായിക്കാം. പൊതുവേ ഞാനിത് വായിച്ച് കഴിഞ്ഞാൽ സമയം പോകുന്നതുകൊണ്ടാണ് ആക്ച്വലി ഇത് വായിക്കാതിരിക്കണത്. കാരണം സമയം ഒരുപാട് പോവും. തന്നെ ഞാൻ എന്തുമാത്രം മിസ് ചെയ്തു എന്ന് അറിയുമോ? പേര് ഞാൻ വായിക്കണില്ല. റോൺ എന്താണ് ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കണത്? റോൺ, ആ കുട്ടിയുടെ പേര് ഞാൻ വായിക്കണില്ല, വെറുതെ എന്തിനാ. സോ നിങ്ങൾ ഇതൊക്കെയാണോടാ ചാറ്റ് ബോക്സിൽ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കണത്? ഞാൻ ഇവിടെ ഡിറ്റർമിനൻസിനെ കുറിച്ചിട്ട് കഷ്ടപ്പെട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ അവിടെ മിസ് ചെയ്യുന്നു പോലും. ശ്രദ്ധിക്കുക, ഡിറ്റർമിനന്റ് ഓഫ് k is equal to k raised to n ഇൻറ്റു ഡിറ്റർമിനന്റ് ഓഫ് a ആണ് സിദ്ധാർത്ഥ പ്രോപ്പർട്ടി വരിക. സോ ഇവിടെ നമ്മൾ നോക്കുമ്പോഴില്ലേ ഡിറ്റർമിനന്റ് ഓഫ് 2a അല്ലേ ആവശ്യം. ഇപ്പം kന്റെ ഭാഗത്ത് 2 അല്ലേ ഉള്ളത്. n പറയുമ്പോൾ 3/3 ആകുമ്പോൾ n 3 ആണ് വരിക. ഡിറ്റർമിനന്റ് ഓഫ് a ഗിവൺ ആണല്ലോ. ചുമ്മാ കൊടുത്താൽ മാത്രം പറ്റിയല്ലോ നമുക്ക്. വേറൊന്നും ചെയ്യേണ്ട ആവശ്യമില്ലല്ലോടാ. ചുമ്മാ വാല്യൂസ് കൊടുക്കുക, വേറൊന്നും ചെയ്യാനില്ല കേട്ടോ ഇതിൽ സിദ്ധാർത്ഥ്. ഓക്കെ, നെക്സ്റ്റ് മക്കളെ പ്രോപ്പർട്ടി അല്ല, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ശ്രീഹരി റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് നമ്മൾ ഓൾറെഡി വൺ ഷോട്ട് റിവിഷൻ പോയിട്ടുണ്ടായിരുന്നു. ശ്രീഹരി കണ്ടു നോക്കിയാൽ മതിയടാ. റെഡി? അപ്പോൾ a is equal to 1 3 4 1 ആണ് മെട്രിക്സ് വരിക. ദെൻ വി നീഡ് ടു ഫൈൻഡ് ഔട്ട് ഡിറ്റർമിനന്റ് ഓഫ് 3a ട്രാൻസ്പോസ്. ഓക്കെ, ഡിറ്റർമിനന്റ് ഓഫ് 3a ട്രാൻസ്പോസ് നമുക്ക് ആവശ്യമുണ്ട്. ഇത് ഭയങ്കര അടിപൊളി ക്വസ്റ്റ്യൻ ആണ്. ഇത് 2017 വന്നിരിക്കുന്ന ഒരു ബോർഡ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു. നല്ലതാണ്, പക്ഷെ കുറേ പേർക്ക് അറിയില്ല ചെയ്യാനായിട്ട്. ഒരു കാര്യം പറഞ്ഞുതരാം മക്കളെ. ഇത് മെട്രിക്സ് a ആണ്. ഓക്കെ, ഇതിൻ്റെ ട്രാൻസ്പോസ് എങ്ങനെ കാണിക്കുക? a ട്രാൻസ്പോസ്. ഒരു മെട്രിക്സിൻ്റെ ഡിറ്റർമിനന്റ് എന്താണോ അത് തന്നെയാണ് അതിൻ്റെ ട്രാൻസ്പോസിൻ്റെയും ഡിറ്റർമിനന്റ്. മറന്നു പോരുതേ. ഡിറ്റർമിനന്റ് ഓഫ് a എന്ന് പറഞ്ഞാലും ഡിറ്റർമിനന്റ് ഓഫ് a ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാലും സാധനം സെയിം ആണ്.
സഞ്ജീവ് ആൻസർ പറഞ്ഞു, നിരഞ്ജനി ആൻസർ പറഞ്ഞു. ഓ, ഇവിടെ ഒരുപാട് ഒരു ആൻസർ പറഞ്ഞു. വെരി ഗുഡ്. ഞാൻ യൂട്യൂബിലും ആപ്പിലും മാറി മാറി നോക്കുന്നത് കൊണ്ടാണ് ഞാൻ പേര് അങ്ങോട്ട് ഇവിടെ നോക്കണത് കേട്ടോ. റെഡിയാണ്. അപ്പോൾ ഡിറ്റർമിനന്റ് ഓഫ് എയും ഡിറ്റർമിനന്റ് ഓഫ് എ ട്രാൻസ്പോസ് സെയിം ആണെന്ന് മനസ്സിലായി. സോ മക്കൾ എന്ത് ചെയ്താൽ മതി? ഇവിടെ ആവശ്യം ഡിറ്റർമിനന്റ് ഓഫ് 3A ട്രാൻസ്പോസ് ആണ് ആവശ്യം. അപ്പം നമുക്കറിയുന്ന പ്രോപ്പർട്ടി എന്താ? ഡിറ്റർമിനന്റ് ഓഫ് കെ എ ആണെങ്കിൽ k⁻n ഇൻറ്റു ഡിറ്റർമിനന്റ് ഓഫ് എ എന്നറിയാം. അതെന്നെ യൂസ് ചെയ്യാം. ഇവിടെ കെൻ്റെ സ്ഥാനത്ത് ആരാ ഉള്ളത്? കെൻ്റെ സ്ഥാനത്ത് 3 ആണെന്ന് മനസ്സിലായി. ഓക്കെ, n എന്ന് പറയുമ്പോൾ മെട്രിക്സിൻ്റെ ഓർഡർ 2/2 ആയതുകൊണ്ട് n എത്ര വരുന്നുണ്ടാവുക? 2 ആണെന്ന് മനസ്സിലായി. സോ k⁻n പകരം 3/2 എന്ന് വരും. ഇൻറ്റു എന്താ ശരിക്കും വരേണ്ടത്? ഡിറ്റർമിനന്റ് ഓഫ് എ ആണ് വരേണ്ടത്. പക്ഷെ ഇവിടെ എ ട്രാൻസ്പോസ് ആയതുകൊണ്ട് ഇൻറ്റു എന്ത് വരണം? ഡിറ്റർമിനന്റ് ഓഫ് എ ട്രാൻസ്പോസ് വരണം. പക്ഷെ പേടിക്കേണ്ട ആവശ്യമില്ല. നമുക്കറിയാം ഡിറ്റർമിനന്റ് ഓഫ് എ ട്രാൻസ്പോസ് തന്നെയാണ് ഡിറ്റർമിനന്റ് ഓഫ് എ. സോ 3² 9 ആണ് ഇൻറ്റു ഡിറ്റർമിനന്റ് ഓഫ് എ ട്രാൻസ്പോസിന് പകരം ഡിറ്റർമിനന്റ് ഓഫ് എ എന്ന് കൊടുക്കുക. അപ്പം 9 ഇൻറ്റു എന്താ മക്കൾ ഡിറ്റർമിനന്റ് ഓഫ് എ വരിക? ക്രോസ് ചെയ്യുകയോ സബ്ട്രാക്ട് ചെയ്യുകയോ ചെയ്തോ? അപ്പോൾ 1 ഇൻറ്റു 1 1 ആണ്. മൈനസ് 4 ഇൻറ്റു 3 12 ആണ്. 1 മൈനസ് 12 എന്ന് പറയുമ്പം -11 ആയിരിക്കും ആൻസർ വരിക. സോ 9 ഇൻറ്റു -11 പറയുമ്പം -99 ആയിരിക്കും നമുക്ക് ആൻസർ കിട്ടുക. യെസ് നിയ, വെരി ഗുഡ്. പൂജിത, വെരി ഗുഡ്. യെസ്, ടോമിൻ്റെ ആൻസർ, ടോമിൻ്റെ പേര് മിസ് പറയുകയാണ്. നീ ആൻസർ പറയുവാണെങ്കിൽ മിസ് പേര് വായിക്കാടാ. റെഡി? ക്ലിയർ? സോ ക്ലിയർ എന്ന് വിചാരിക്കുന്നു. 1 മോർ ഞാൻ കാണിച്ചു തരാം. ഇത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. അതിന് മുന്നേ പ്രോപ്പർട്ടി പഠിക്കണം. അതായത് എൻ്റെ കയ്യിൽ എ പറഞ്ഞ മെട്രിക്സ് ഉണ്ട്, ബി പറയുന്ന മറ്റൊരു മെട്രിക്സ് ഉണ്ട്. ഡിറ്റർമിനന്റ് ഓഫ് എ ഇൻറ്റു ബി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ഈക്വൽ ടു ഡിറ്റർമിനന്റ് ഓഫ് എ ഇൻറ്റു ഡിറ്റർമിനന്റ് ഓഫ് ബി ആണ്. മറന്നു വരുത്. ഡിറ്റർമിനന്റ് ഓഫ് എ ഇൻറ്റു ബി എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനന്റ് ഓഫ് എ ഇൻറ്റു ഡിറ്റർമിനന്റ് ഓഫ് ബി ആണ്. അത് മറ്റൊരു പ്രോപ്പർട്ടിയാണ്. ഇത് പഠിച്ചിരിക്കണം കേട്ടോ. ഇത് പഠിച്ചിരിക്കണം. ഇത് വെച്ച് എന്ത് ചെയ്തിട്ടുണ്ട്? പണ്ടൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിത് പഠിക്കണം. റെഡി? പണ്ട് നോക്കാം. നമുക്ക് റെഡിയാണ് ചെയ്യാനായിട്ട് ഇത് വെച്ചിട്ട്. ഇത് ക്ലിയർ അല്ലേ നിങ്ങൾക്ക്? ഓക്കെ. എന്താണ് എ ആൻഡ് ബി ആർ സ്ക്വയർ മെട്രിസസ് എന്ന് പറയുന്നുണ്ട്. രണ്ടിൻ്റെ ഓർഡർ 3 ആണെന്ന് പറയുന്നുണ്ട്. സോ വി ക്യാൻ റൈറ്റ് n is equal to 3 എന്ന് മനസ്സിലായി. ഓക്കെ, ഡിറ്റർമിനന്റ് ഓഫ് എ is equal to -1 എന്നും ഡിറ്റർമിനന്റ് ഓഫ് ബി is equal to 3 എന്നും പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഡിറ്റർമിനന്റ് ഓഫ് ദ മെട്രിക്സ് 3AB ആണ് ക്വസ്റ്റ്യൻ. അതായത് ഡിറ്റർമിനന്റ് ഓഫ് 3AB നമ്മൾ എന്ത് ചെയ്യണം? ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പം നമുക്ക് എന്താ അറിയുന്നത്? പ്രോപ്പർട്ടി അറിയാം. ഡിറ്റർമിനന്റ് ഓഫ് കെ എ ആണെങ്കിൽ k⁻n ഇൻറ്റു ഡിറ്റർമിനന്റ് ഓഫ് എ നമുക്കറിയാം. ഇവിടെ കേക്ക് പകരം ആരാ ഉള്ളത്? 3 ആണ്. അപ്പം കേക്ക് പകരം 3 ആണെന്ന് മനസ്സിലായി. അപ്പം 3⁻n എത്രയാ മക്കളെ? 3 ആണ് നമുക്കറിയാം. ഇൻറ്റു ഡിറ്റർമിനന്റ് ഓഫ് എ ആണ് വരേണ്ടത്. പക്ഷെ ഇവിടെ എ ബി ആയതുകൊണ്ട് ഇൻറ്റു എന്ത് വരണം? ഡിറ്റർമിനന്റ് ഓഫ് എ ബി വേണം വരാനായിട്ട്. ഇപ്പം 3³ എന്ന് പറയുമ്പോൾ 27 ആണ്. ഡിറ്റർമിനന്റ് ഓഫ് എ ബി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഡിറ്റർമിനന്റ് ഓഫ് എ ഇൻറ്റു ഡിറ്റർമിനന്റ് ഓഫ് ബി ആണ്. അപ്പോൾ അതെന്ത് ചെയ്യുക? അങ്ങനെ തന്നെ ചെയ്യുക. രണ്ടും ഗിവൺ അല്ലേ? ഇപ്പോൾ 27 ഇൻറ്റു ഡിറ്റർമിനന്റ് ഓഫ് എ പറയുമ്പോൾ -1, ഡിറ്റർമിനന്റ് ഓഫ് ബി പറയുമ്പോൾ 3 ആണ്. 27 ഇൻറ്റു -1 ഇൻറ്റു 3 പറയുമ്പം ഇത് ആൻസർ വിൽ ബി എത്രയാണ് വരിക? എത്ര മക്കളെ ഫൈനൽ ആൻസർ? യെസ്, അതാരാ പറഞ്ഞത്? ഡേവിഡ്. യെസ്, ഇൻഷ പോരട്ടെ. -81 വിൽ ബി ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. ഇവിടെ നമുക്ക് എന്ത് ചെയ്യേണ്ടി വന്നു? ഡിറ്റർമിനന്റ് ഓഫ് എ ബിൻ്റെ പ്രോപ്പർട്ടി യൂസ് ചെയ്യേണ്ടി വന്നു. ഇതൊക്കെ NCERTയിലുള്ള പ്രോപ്പർട്ടിയാണ്. നിങ്ങൾ കാണില്ല പെട്ടെന്ന്. ചെറുതായിട്ട് കൊടുത്ത പ്രോപ്പർട്ടിയാണ്. പക്ഷെ നമുക്ക് ഇത് വെച്ച് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ പഠിച്ചിരിക്കണം. ക്ലിയർ? -81 വിൽ ബി ദ റൈറ്റ് ആൻസർ. ക്ലിയർ? റെഡി? ഓക്കെ ആണ്. സെറ്റാണ് എല്ലാവർക്കും? ഓക്കെ, സെറ്റാണ്. നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് വരുമ്പം വിച്ച് ഈസ് ഏരിയ ഓഫ് എ ട്രയാങ്കിൾ ആണ്. ഗൗരി മനസ്സിലായില്ലേ? ഗൗരി മനസ്സിലായില്ലേ? ഓപ്ഷൻ സി മനസ്സിലായില്ല. ഡിറ്റർമിനന്റ് ഓഫ് 3AB ആണ് ക്വസ്റ്റ്യനിൽ പറയുന്നത്. ഇതുമായിട്ട് കമ്പയർ ചെയ്യുക. പ്രോപ്പർട്ടി ആയിട്ട് കമ്പയർ ചെയ്യുമ്പം കെൻ്റെ ഭാഗത്ത് 3 വന്നില്ലേ? അപ്പോൾ k⁻n ഇൻറ്റു ഡിറ്റർമിനന്റ് ഓഫ് എക്ക് പകരം ഇവിടെ 3⁻3 ഇൻറ്റു ഡിറ്റർമിനന്റ് ഓഫ് എ ബി ആണ് വരിക. എക്ക് പകരം എ ബി വന്നു. പക്ഷെ എനിക്കറിയാം ഡിറ്റർമിനന്റ് ഓഫ് എ ബി എന്ന് പറയുമ്പം ഡിറ്റർമിനന്റ് ഓഫ് എ ഇൻറ്റു ഡിറ്റർമിനന്റ് ഓഫ് ബി ആണ്. ആ ചുമ്മാ കൊടുത്താൽ മതി. അപ്പം ആൻസർ കിട്ടും. ഇപ്പോൾ ഓക്കെ ആണോ ഗൗരി? ക്ലിയർ ആണോ? മനസ്സിലായോ? സോ റെഡി ഗൈസ്. അപ്പം നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് വന്നിരിക്കുകയാണ്. നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് വന്നിരിക്കുകയാണ്.
ഏരിയ ഓഫ് എ ട്രയാങ്കിൾ. മക്കളെ ഡ്യൂറേഷൻ മാത്രം ചോദിക്കരുത്, നമുക്ക് മൊത്തം പഠിക്കണ്ടേ, സെറ്റ് ആക്കണ്ടേ, നല്ല ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യണ്ടേ. ഞാൻ പറയട്ടെ, ഡിറ്റർമിനൻസ് പറഞ്ഞ ചാപ്റ്റർ നിങ്ങൾ പബ്ലിക്കായി നോക്കുവാണെങ്കിൽ ഞാൻ 1 മണിക്കൂറിൽ എടുക്കാറുണ്ട്, 1.5 മണിക്കൂറിൽ എടുക്കാറുണ്ട്, 2 മണിക്കൂറിൽ എടുക്കാറുണ്ട്, 2.5 മണിക്കൂറിൽ എടുക്കാറുണ്ട്, മാക്സിമം 2.5 മണിക്കൂർ എടുക്കാറുള്ളൂ. അപ്പം നമുക്ക് വേണമെങ്കിൽ നമുക്ക് പെട്ടെന്ന് തീർക്കാൻ പറ്റും. പക്ഷേ നിങ്ങളുടെ ഫസ്റ്റ് എക്സാം ആണ്, നിങ്ങളുടെ ഫസ്റ്റ് ടേം എക്സാമിനേഷൻ ആണ്. അപ്പോൾ ഈ ചാപ്റ്റർ നല്ലോണം പഠിച്ച് പോയിട്ട് നല്ലോണം പെർഫോം വേണ്ടി പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾ കോൺഫിഡൻസ് ലെവൽ ഭയങ്കര രീതിയിൽ ബൂസ്റ്റ് ആവും. അതുമാത്രമല്ല ബോർഡ് എക്സാമിലേക്ക് നിങ്ങൾക്ക് ഇത് പക്കായിട്ട് സെറ്റ് ആവുകയും ചെയ്യും. നമ്മൾ തട്ടിക്കൂട്ടി പഠിക്കണ്ട, നമ്മൾ എന്തായാലും പഠിക്കുന്നുണ്ട്. അപ്പോൾ തട്ടിക്കൂട്ടി പഠിക്കാതെ നമുക്ക് എന്ത് ചെയ്യാം, വ്യക്തമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു പോവാം. ഒരുപാട് സമയമൊന്നും എടുക്കില്ല. ഇപ്പോൾ ഏകദേശം നമ്മൾ എന്ത് ചെയ്തു, ഏരിയ ഓഫ് ട്രയാങ്കിൾ എത്തിക്കഴിഞ്ഞു. ഇനി നമുക്ക് മൈനേഴ്സ്, കോഫാക്ടേഴ്സ്, അഡ്ജോയിൻറ്റ്, പിന്നെ ഇൻവേഴ്സ്, സോൾവിങ് ഓഫ് ഇക്വേഷൻസ്, അതൊക്കെ ഓരോരോ ക്വസ്റ്റ്യൻസ് വെച്ച് നമുക്ക് എന്ത് ചെയ്യും, പെട്ടെന്ന് തീരുകയും ചെയ്യും. വലിയ ടാസ്ക് ഇല്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, വെയിറ്റ് ചെയ്യുക കേട്ടോ. നമുക്ക് പഠിക്കണ്ടേ വൃത്തിക്ക്, നമ്മൾ എന്തായാലും ഇരിക്കുന്നില്ല ഇത്രയും സമയം. സോ നമുക്ക് പഠിച്ചിട്ടങ്ങ് പോവാം. ഒറ്റ ചാപ്റ്റർ മാത്രമേ ഉള്ളൂ, റിലേഷൻസ് ഒന്നും എടുക്കുന്നില്ലല്ലോ. റെഡി? അപ്പം ക്ഷമയോടെ ഇരിക്കുക. നിങ്ങൾക്ക് ആകെ ഇല്ലാത്തതും അത് വേണ്ടതും ക്ഷമ തന്നെയാണ്, വേറൊന്നും നിങ്ങൾക്ക് വേണ്ട. ക്ഷമ ഉണ്ടായാൽ മതി. ബാക്കി പഠിക്കാനൊക്കെ നിങ്ങൾ മിടുക്കരാണ്, എനിക്കറിയാം. ഓക്കെ, സെറ്റാണ്? ഓക്കെ, റെഡിയാണ്. സോ ക്വസ്റ്റ്യൻ ഏരിയ ഓഫ് ട്രയാങ്കിളിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ എന്ത് ചെയ്യണം, ട്രയാങ്കിളിൻ്റെ ഏരിയ ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പം എൻ്റെ കയ്യിൽ ഒരു ട്രയാങ്കിൾ ഉണ്ട്. ട്രയാങ്കിളുടെ 3 വെർട്ടിസസ് ഗിവണാന്ന് വിചാരിക്കുക. ഒന്നാമത്തെ വെർട്ടെക്സ് x1 y1 ആണ്, രണ്ടാമത്തെ വെർട്ടെക്സ് x2 y2 ആണ്, മൂന്നാമത്തെ വെർട്ടെക്സ് x3 y3 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിറ്റർമിനന്റ് യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. എങ്ങനെയാണ് ഫോർമുല വരിക? ഏരിയ ഓഫ് ട്രയാങ്കിളിൻ്റെ ഫോർമുല എന്ന് പറയുമ്പം ഹാഫ് ഇൻറ്റു ഡിറ്റർമിനന്റ് ഓഫ് ഒന്നാമത്തെ വെർട്ടെക്സ് ആരാ, എഴുതിക്കോ, x1 y1, രണ്ടാമത്തെ വെർട്ടെക്സ് ആരാ, x2 y2, മൂന്നാമത്തെ വെർട്ടെക്സ് ആരാ, x3 y3. മൂന്നാമത്തെ കോളം എന്ത് ചെയ്യുക, ഫുള്ള് 1 മാത്രം കൊടുക്കുക. ഇതാണ് ഇക്വേഷൻ. ഇത് ബൈ ഹാർട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? എടാ, പൊതുവേ നമ്മൾ ട്രയാങ്കിളിൻ്റെ ഏരിയയുടെ ഇക്വേഷനിൽ ഹാഫ് BH യൂസ് ചെയ്യാറില്ലേ? അതേപോലെ ഇവിടെ ഹാഫ് യൂസ് ചെയ്യുക. പിന്നെ ബാക്കി എന്താ, എല്ലാത്തിൻ്റെയും വെർട്ടെക്സ് ഇങ്ങനെ താഴെ എഴുതി പോവുക. തേർഡ് കോളം മാത്രം ഫുള്ള് 1 കൊടുക്കുക. വേറെ നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. സിമ്പിൾ. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ട്രയാങ്കിളിൻ്റെ ഏരിയ പറയുന്ന ആള് എപ്പോഴും എന്താ വരിക, പോസിറ്റീവ് വാല്യൂ മാത്രമേ വരുള്ളൂ. അപ്പം എങ്ങാനും ഡിറ്റർമിനന്റിന്റെ വാല്യൂ നെഗറ്റീവ് വന്നാലും ആ കിട്ടിയ വാല്യൂ പോസിറ്റീവ് ആക്കാൻ വേണ്ടി നമ്മൾ എന്ത് കൊടുക്കാറുണ്ട്, മോഡുലസ് കൊടുക്കാറുണ്ട്. ഈ പുറത്തുള്ള സിമ്പിൾ എന്താണ്, മോഡുലസ് ആണ്. അപ്പോൾ ഏരിയ എപ്പോഴും എന്താണ്, പോസിറ്റീവായിട്ട് മാത്രം എഴുതുക. നെഗറ്റീവ് കിട്ടിക്കഴിഞ്ഞാൽ പോലും മക്കൾ പോസിറ്റീവായിട്ട് മാത്രം എഴുതുക. ഇൻ കേസ് -5 കിട്ടുവാണെങ്കിൽ ഏരിയ എത്രയാ, +5. -2 കിട്ടുകയാണെങ്കിൽ ഏരിയ എത്രയാ, +2 ആയിരിക്കും. അപ്പോൾ നെഗറ്റീവിനെ പോസിറ്റീവ് ആക്കിയിട്ട് മാത്രം ഏരിയ എഴുതുക. ബിക്കോസ് ഏരിയ ഇസ് എ പോസിറ്റീവ് ക്വാണ്ടിറ്റി. ഏരിയ എന്താണ്, പോസിറ്റീവ് ആയിട്ടുള്ള ക്വാണ്ടിറ്റി ആണ്. ക്ലിയർ? അപ്പം നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. ക്ലിയർ? നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. റെഡിയാണ്? ചെയ്യണേ എപ്പോഴും. ഇത് നിങ്ങളുടെ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ ഹൂസ് വെർട്ടിസസ് ആർ 3, 8, -4, 2, 5, 1 യൂസിങ് ഡിറ്റർമിനൻസ്. പൊതുവെ ഒരു സംഭവം ഉണ്ടടാ. യെസ് ശ്രീഹരി, ശ്രദ്ധിക്കട്ടോ. നോക്കാം നമുക്ക്. അതായത് ശ്രദ്ധിക്കുക നിങ്ങൾ, പൊതുവെ നമുക്ക് ഏരിയ ഓഫ് ട്രയാങ്കിളിൻ്റെ ക്വസ്റ്റ്യൻ വന്നാൽ കുറേ പേർ എന്ത് ചെയ്യും, നമ്മൾ വെക്ടേഴ്സൊക്കെ പഠിക്കും. ഭാവിയിൽ നമ്മൾ +2 വെക്ടർ പഠിക്കുകയൊക്കെ ചെയ്യും. സോ ഇത് വെക്ടറിൻ്റെ ക്വസ്റ്റ്യൻ ആണോ അല്ലെങ്കിൽ ഡിറ്റർമിനൻസ് വെച്ച് ചെയ്യണോ? കാരണം ഏരിയ ഓഫ് ട്രയാങ്കിൾ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വെക്ടറിലും പറ്റും, ഇനി വരാൻ പോകുന്ന ചാപ്റ്റേഴ്സിലും പഠിക്കും. പക്ഷേ ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട്, യൂസിങ് ഡിറ്റർമിനൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിറ്റർമിനൻസ് യൂസ് ചെയ്തിട്ട് മാത്രം എന്ത് ചെയ്യണം, ഏരിയ ഫൈൻഡ് ഔട്ട് ചെയ്യണം, അല്ലെങ്കിൽ മാർക്ക് തരില്ല കേട്ടോ. ഏതെങ്കിലും ഇക്വേഷൻ അപ്ലൈ ചെയ്യരുത്, ഡിറ്റർമിനൻസ് മാത്രം യൂസ് ചെയ്യണം, അതർവൈസ് മാർക്ക് തരില്ല. കെവിൻ ആൻസർ പറഞ്ഞു കഴിഞ്ഞു അല്ലേ കെവിൻ? ഗുഡ്. സോ നമുക്ക് ഇക്വേഷൻ അറിയാം. ഹാഫ് ഇൻറ്റു ഡിറ്റർമിനന്റ് ഓഫ് x1 y1 1, x2 y2 1, x3 y3 1 ആണ് ഇക്വേഷൻ. ബൈ ഹാർട്ട് ഒന്നും ചെയ്യേണ്ട ഒരു ഇക്വേഷനും അല്ല ഇത് കേട്ടോ, സിമ്പിൾ ആണ്. ഞാൻ ഇതിനെ വേണമെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി മാത്രം ഇൻ x1 y1 എൻ്റെ ആവശ്യമില്ല, x2 y2 ഇൻ x3 y3 എന്ന് വിളിച്ചു, എൻ്റെ ആവശ്യമൊന്നുമില്ല ശരിക്കും. അപ്പോൾ ഏരിയ ഓഫ് ട്രയാങ്കിൾ ഹാഫ് ഇൻറ്റു ഒന്നാമത്തെ വെർട്ടെക്സ് 3, 8 എഴുതി വെക്കുക, രണ്ടാമത്തത് -4, 2 ആണ് എഴുതി വെക്കുക, മൂന്നാമത്തെ 5, 1 ആണ് അതും എഴുതി വെക്കുക, തേർഡ് കോളം എന്ത് ചെയ്യുക, ഫുള്ള് 1 കൊടുക്കുക. സിമ്പിൾ. ഓക്കെ, ഹാഫ് അതുപോലെ കീപ്പ് ചെയ്യുക. ബാക്കിയുള്ളവർ എന്ത് ചെയ്യുക, ഡിറ്റർമിനന്റ് ഫൈൻഡ് ഔട്ട് ചെയ്യുക. എന്താ ചെയ്യുക, ഇത് നോക്കിക്കുക നിങ്ങൾ, ഡിറ്റർമിനന്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി മിസ് നേരത്തെ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് വന്നതാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് അല്ലേ. അപ്പം നമുക്ക് ഞാൻ എന്ത് ചെയ്യാം, ഫസ്റ്റ് റോ വെച്ച് എക്സ്പാൻഡ് ചെയ്യാം. ഇതാണ് എൻ്റെ ഫസ്റ്റ് റോ. സൈൻ എന്തായിരുന്നു മിസ് പഠിപ്പിച്ചേ, പ്ലസ് മൈനസ് പ്ലസ്, മൈനസ് പ്ലസ് മൈനസ്, പ്ലസ് മൈനസ് പ്ലസ് ആണ്. ഫസ്റ്റ് റോ ആണെങ്കിൽ സൈൻ എന്ത് വരും, പ്ലസ് മൈനസ് പ്ലസ് വരും. ഒന്നാമത്തെ എലമെന്റ് എന്താണ്, +3 ആണ്. ഇപ്പം 3 ഇൻറ്റു ആ 3 ഉൾപ്പെടുന്ന റോവും
കോളവും ഒഴിവാക്കുക. ഡിറ്റർമിനന്റ് ബാക്കി പറഞ്ഞേ. 2 into 1 2 ആണ്, 1 into 1 1 ആണ്. സോ 2 minus 1 വരും. ഇനി അടുത്തത് 8 പറയുമ്പം -8 ആണ്. സോ -8 എന്ന് എഴുതി. ആ 8 ഉൾപ്പെടുന്ന റോ ആൻഡ് കോളം ആൻഡ് റോ ഒഴിവാക്കി. -4 into 1 -4, 5 into 1 5. സോ -4 -5 എന്ന് എഴുതി. ആൻഡ് അടുത്ത എലമെന്റ് ആരാണ്? 1 ആണ്. ഇതെന്ത് 1 മക്കളെ? +1 ആണ്. സോ +1 അതുൾപ്പെടുന്ന റോ ആൻഡ് കോളം അതുൾപ്പെടുന്ന റോ ആൻഡ് കോളം ഒഴിവാക്കിയപ്പം -4 into 1 -4, 5 into 2 10 ആണ്. സോ എന്ത് വരും? -4 -10 വരും. ഇത്രയേ ഉള്ളൂ സാധനം. ഡിറ്റർമിനന്റ് അവിടെ പഠിപ്പിച്ചതല്ലേ ഞാൻ നിങ്ങളെ. ഓക്കെ, അപ്പോൾ വേഗത്തിൽ ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഇതിൽ, പ്രശ്നമൊന്നുമില്ല. സോ ഹാഫ് ഇൻറ്റു പറയടാ. 2 minus 1 പറയുമ്പോൾ 1 ആണ്. ഇപ്പം 3 into 1 പറയുമ്പോൾ 3 അല്ലേ വരിക? ആ കഴിഞ്ഞേ. -4 -5 പറയുമ്പം -9 ആണ്. -9 into -8 പറയുമ്പം +72 ആണ് വരിക. ഇത് കാൽക്കുലേഷൻ ആണ്. -4 -10 പറയുമ്പോൾ -14 ആണ്. ഇൻറ്റു 1 പറയുമ്പോൾ എത്ര വരിക? -14 വരും. 72 3 75 14 കുറച്ച് കഴിഞ്ഞാൽ 61. സോ 1/2 into 61 എന്ന് പറയുമ്പം ദ ആൻസർ വിൽ ബി 61/2 സ്ക്വയർ യൂണിറ്റ് ആണ്. ഗുഡ്. 61/2 സ്ക്വയർ യൂണിറ്റ് ആണ് റൈറ്റ് ആൻസർ. ഏരിയ ആയതുകൊണ്ട് സ്ക്വയർ യൂണിറ്റ് ആണ് കൊടുക്കുക കേട്ടോ. യെസ്, നിങ്ങൾ പറഞ്ഞതുപോലെ 30.5 ഓൾസോ റൈറ്റ് ആണ്. 61/2 പറയുമ്പോൾ ഡെസിമലിലേക്ക് മാറ്റുമ്പോൾ 30.5 ആണ്. സൂപ്പർ, വെരി ഗുഡ് വെരി ഗുഡ്. എല്ലാവരും പറഞ്ഞിട്ടുണ്ട് ആൻസർ. മിസ് പേര് വായിക്കാത്തത് ഒരുപാട് പേര് പറഞ്ഞത് കൊണ്ടാണ് പേര് വായിക്കാതിരിക്കുന്നത്. റെഡി, സെറ്റ് ആണ്, ക്ലിയർ ആണ്. യെസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് നമുക്ക് ഒന്നുകൂടെ ചെയ്യാം. 1 more, ഓക്കെ. The vertices of a triangle are 0, 2, 0, 3 and 4, 6. Then the area of the triangle is dash. അപ്പോൾ പോരട്ടെ, എല്ലാവരുടെ ആൻസറും കാണട്ടെ. ഞാനിതിൽ എല്ലാവരുടെ ആൻസറും കാണണം. ഹാഫ് ഇൻറ്റു, പിന്നെയും മിസ് ഇക്വേഷൻ എഴുതി കാണിക്കണോ? വേണ്ടല്ലോ. ഹാഫ് ഇൻറ്റു ഡിറ്റർമിനന്റ് ഓഫ് ഒന്നാമത്തെ വെർട്ടെക്സ് 0, 2 ആണ്. രണ്ടാമത്തത് 0, 3 ആണ്. മൂന്നാമത്തത് മക്കളെ 4, 6 ആണ്. തേർഡ് കോളം ആണെങ്കിൽ എന്ത് കൊടുക്കുക? ഫുള്ള് 1 കൊടുക്കുക. റെഡി, സിമ്പിൾ. കിട്ടിയോ നിങ്ങൾക്ക്? സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡിറ്റർമിനന്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി നോക്കാം. സോ ഹാഫ് മിസ് കൊടുത്തു. ഡിറ്റർമിനന്റ് ഫൈൻഡ് ഔട്ട് ചെയ്യുമ്പം ഏറ്റവും ഈസി എന്താണ്? ഒരുപാട് സീറോസ് ഉള്ള റോ അല്ലെങ്കിൽ കോളം വെച്ച് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി നോക്കുക. ഞാൻ നോക്കുന്ന സമയത്ത് ഫസ്റ്റ് കോളത്തിൽ ഒരുപാട് സീറോസ് കാണുന്നുണ്ട്. അപ്പോൾ അത് ഉറപ്പിച്ചു ഞാൻ. സൈൻ അറിയാം. പ്ലസ് മൈനസ് പ്ലസ് മൈനസ് പ്ലസ് മൈനസ് പ്ലസ് മൈനസ് പ്ലസ് ആണ്. ഫസ്റ്റ് കോളം ആകുമ്പോൾ പ്ലസ് മൈനസ് പ്ലസ് ആണ് വരിക. സോ ബാക്കി 2 എലമെന്റ് 0 ആയതുകൊണ്ട് കൺസിഡർ പോലും ചെയ്യണ്ട. ഈ കാണുന്ന 4 മാത്രം എടുക്കുക. സോ +4 ആണ് വരിക. ആ കാണുന്ന 4 into 4 ഉൾപ്പെടുന്ന റോ ആൻഡ് കോളം ഒഴിവാക്കുമ്പോൾ ബാക്കി ഡിറ്റർമിനന്റ് ആണ്. 2 into 1 2 ആണ് വരിക. -3 into 1 3 ആണ് വരിക. അപ്പോൾ ഹാഫ് ഇൻറ്റു 2 - 3 മക്കളെ -1 ആണ്. -1 into 4 പറയുമ്പോൾ -4 വരും. സോ ഹാഫ് ഇൻറ്റു -4 എന്ന് പറയുമ്പം -2 ആണ്. നിങ്ങളുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. തന്മായി എന്താ വരിക? നെഗറ്റീവ് വാല്യൂ വരാനേ പാടില്ല. ഏരിയ വിൽ ബി ഓൾവേസ് പോസിറ്റീവ് ആയിരിക്കും. സോ -2 എന്താക്കണം? മോഡ്ലെസ് കൊടുത്ത് പോസിറ്റീവ് ആക്കുക. അതുകൊണ്ട് മാത്രമാണ് ഡിറ്റർമിനന്റിന് പുറത്ത് മോഡ്ലെസ് എന്ന് പറഞ്ഞത് നേരത്തെ മിസ്. സോ മോഡ്ലെസ് ഓഫ് -2 പറയുമ്പോൾ +2 എന്ന് കിട്ടും. ആൻസർ വിൽ ബി ഓപ്ഷൻ ബി ആയിരിക്കും. സിമ്പിൾ, ക്ലിയർ. ഗുഡ് ഗുഡ് ഗുഡ്. എല്ലാവരും ആൻസർ പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ കുഴപ്പമില്ല. ഇനി അടുത്ത ക്വസ്റ്റ്യൻ കാണിച്ചു തരാം. ഇതൊരു വെറൈറ്റി ആണ്, ഇതും ചോദിക്കാറുണ്ട്. അതായത് ചില ക്വസ്റ്റ്യൻസിൽ ശ്രദ്ധിക്കുക, ഏരിയ ഓഫ് ട്രയാങ്കിൾ എന്തായിരിക്കും? ഗിവൺ ആയിരിക്കും. അതായത് ട്രയാങ്കിളിൻ്റെ ഏരിയ ഓൾറെഡി ഗിവൺ ആയിരിക്കും. ഇപ്പം 3 വെർട്ടിസസ് ഉണ്ടായിരിക്കും. അതിൽ ഏതെങ്കിലും ഒരു കോർഡിനേറ്റ് എന്തായിരിക്കും? മിസ്സിംഗ് ആയിരിക്കും. ഹിയർ ശ്രദ്ധിക്കുക, ഇഫ് ദ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ ഹൂസ് വെർട്ടിസസ് ആർ K0, 5, 0, 0, 1 is 0 സ്ക്വയർ യൂണിറ്റ്സ് എന്ന് പറയുന്നുണ്ട്. അതായത് ഏരിയ എത്രയാന്ന് പറയുന്നുണ്ട്? 0 ആന്ന് പറയുന്നുണ്ട്. ഓക്കെ, അതിൽ വെർട്ടിസസ് നോക്കുമ്പോൾ ഒരാൾ മിസ്സിംഗ് ആണ്. കെ നമുക്ക് അറിയില്ല. അപ്പം കെയുടെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട് താനും. അപ്പം നമ്മളെന്താ ചെയ്യുക? പൊതുവേ അറിയുന്നത് ട്രയാങ്കിളിൻ്റെ ഏരിയയുടെ ഇക്വേഷൻ മാത്രമാണ്. അത് മക്കൾ എന്ത് ചെയ്താൽ മതി? അപ്ലൈ ചെയ്താൽ മതി. നിങ്ങൾ വേറൊന്നും ചെയ്യണ്ട. അപ്പോൾ ഹാഫ് ഇൻറ്റു ഡിറ്റർമിനന്റ് ഓഫ് ഒന്നാമത്തെ വെർട്ടെക്സ് ആരാ മക്കളെ? K0 ആണ്. രണ്ടാമത്തെ 5, 0 ആണ്. മൂന്നാമത്തെ 0, 1 ആണ്. തേർഡ് കോളം എന്താ കൊടുക്കാറ്? പൊതുവേ ഫുള്ള് 1 കൊടുക്കും. ഇതാണ് ഏരിയ ഓഫ് ട്രയാങ്കിളിൻ്റെ ഇക്വേഷൻ. ഇറ്റ് ഈസ് ഗിവൻ ദാറ്റ് ഏരിയ ഓഫ് ട്രയാങ്കിൾ എത്രയാന്ന് പറയുന്നുണ്ട്? 0 ആന്ന് പറയുന്നുണ്ട്. ഇത്രയും ഓക്കെ അല്ലേ? ഗിവൻ സാധനം മിസ് എഴുതി വെച്ചു. ഓക്കെ,
അപ്പം നമ്മൾ എന്താ ചെയ്യുക, ഈ കാണുന്ന ഹാഫിനെ നമ്മൾ അപ്പുറത്ത് കൊണ്ടുപോകുന്ന സമയത്ത് 0/½ എന്നല്ലേ വരിക? അതെന്താ വരിക? 0 അല്ലേ വരിക? അതായത് ഡിറ്റർമിനന്റ് ഓഫ് K01 501 011 എന്ന് പറയുന്നത് 0 ആണെന്ന് എനിക്ക് എന്ത് ചെയ്തു? ഉറപ്പായി കഴിഞ്ഞു. അപ്പം എനിക്ക് എന്താണ് ഫൈൻഡ് ഔട്ട് ചെയ്യുക? അർജുൻ ആൻസർ പറഞ്ഞിരിക്കുകയാണ്. യെസ് അർജുൻ. എന്താണ് വരിക? കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി ഇന്ന് എടുക്കാനോടാ? ഇല്ലടാ, അത് വേറെ ലൈവിൽ വരുവാടാ നമുക്ക് ആ ചാപ്റ്റർ. അപ്പോൾ എടുക്കാം. ഡിറ്റർമിനൻസ് കഴിയേണ്ടടാ നമ്മൾ ഇങ്ങോട്ട് കണ്ടിട്ട് എടുക്കാൻ പറ്റുള്ളൂ. ഇന്ന് എടുക്കില്ല, ഇന്ന് ഈ ചാപ്റ്റർ മാത്രം. നിങ്ങൾക്ക് വേറെ ദിവസം വരും ഈ ചാപ്റ്റർ, കണ്ടിന്യൂറ്റി വേറെ ദിവസം വരാം നമുക്ക്. അപ്പം ഞാൻ നോക്കട്ടെ, ഡിറ്റർമിനന്റ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഓക്കെ, ഞാൻ നോക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ സീറോസ് എവിടെയുള്ളത്? സെക്കൻഡ് കോളത്തിലാണ്. സെക്കൻഡ് കോളം വെച്ച് എക്സ്പാൻഡ് ചെയ്യാണ്. സൈൻ നോക്കുമ്പോൾ പ്ലസ് മൈനസ് പ്ലസ് മൈനസ് പ്ലസ് മൈനസ് പ്ലസ് മൈനസ് പ്ലസ് ആണ്. അപ്പം സൈൻ നോക്കുമ്പോൾ ഇയാൾ മൈനസ്, ഇയാൾ പ്ലസ്, ഇയാൾ മൈനസ്. ബാക്കി രണ്ടുപേരും 0 ആണ്. എടുക്കണ്ട. 0 അല്ലാത്തത് ആര് മാത്രമേ ഉള്ളൂ? 1 മാത്രമേ ഉള്ളൂ. ആ 1ന്റെ സൈൻ എന്താണ്? മൈനസ് ആണ്. സോ -1 എന്നെടുത്തു. അതുൾപ്പെടുന്ന റോ ആൻഡ് കോളം ഒഴിവാക്കിയപ്പം ബാക്കി ഡിറ്റർമിനന്റ് എടുക്കുമ്പം K × 1 K, 5 × 1 5 ആണ്. അപ്പം K - 5 എന്ന് വരും. എത്രയാണ്? ഇറ്റ് ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുന്നുണ്ട്. -1 അപ്പുറം പോകുമ്പം K - 5 = 0/-1 വരും. അത് 0 ആണ്. ഈ -5 അപ്പുറം പോകുമ്പോൾ 0 + 5 എന്ന് പറയുമ്പോൾ 5 എന്ന് വരും. യെസ്, നല്ല ക്വസ്റ്റൻ അല്ലേ? അപ്പോൾ ഏരിയ ഓഫ് ട്രയാങ്കിൾ ഗിവൺ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതുപോലെ ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി അടുത്ത കാര്യം വെച്ച് പറയട്ടെ നിങ്ങളുടെ അടുത്ത്. ക്ലിയർ? നല്ലൊരു ക്വസ്റ്റൻ ആണ്. ഇതൊരു നല്ലൊരു ക്വസ്റ്റൻ ആണ്, പഠിച്ചിരിക്കുക കേട്ടോ. ഇതും വരാറുണ്ട് നമുക്ക് എക്സാമിന്. ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് ദ ലൈൻ ജോയിനിങ് 3, 1 and 9, 3 യൂസിങ് ഡിറ്റർമിനൻസ്. അതായത് ഒരു ലൈനിൻ്റെ ഇക്വേഷൻ എന്ത് ചെയ്യണം? ഫൈൻഡ് ഔട്ട് ചെയ്യണം. യൂസിങ് ഡിറ്റർമിനൻസ് എന്ത് ചെയ്യണം? ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഓക്കെ, ഇത് പഠിച്ചാൽ ഫുൾ മാർക്ക് തരുമോ? യെസ്. ഓക്കെ, തൊട്ട് മുന്നത്തെ ക്വസ്റ്റ്യൻ എനിക്ക് 20 കിട്ടുന്നതെന്നോ? എന്ത് പറ്റിയടാ മുഹമ്മദേ? തൊട്ട് മുന്നത്തെ ക്വസ്റ്റ്യൻ പറയുമ്പോൾ ഏത് ക്വസ്റ്റ്യൻ ആടാ? ഇതാണോടാ? മോൻ ചെയ്തതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ നോക്കിക്കേ. ചെറുതായിട്ട് വാല്യൂ അല്ലെങ്കിൽ സൈനോ മാറിയിട്ടുണ്ടായിരിക്കൂടാ. ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. എവിടെയെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടായിരിക്കും. അല്ലാതെ 20 വരില്ല എന്തായാലും കേട്ടോ. ചെക്ക് നോക്കിയാൽ മതി. സോ ഇവിടെ നോക്കുക, ഇക്വേഷൻ ഓഫ് ലൈൻ ആണ് വേണ്ടത്. സോ ആ ലൈൻ ജോയിൻ ചെയ്യുന്ന 2 പോയിന്റ്സ് ഇവിടാണ്. ഒന്ന് 3, 1 അടുത്ത പോയിന്റ് 9, 3 ആണ്. 2 പോയിന്റ്സിന്റെ കാര്യം പറയുന്നത്. നമുക്ക് ആകെ അറിയുന്നത് ഏരിയ ഓഫ് ട്രയാങ്കിളിന്റെ ഇക്വേഷൻ മാത്രമാണ്. ഈ 2 പോയിന്റ് വെച്ച് മാത്രം നമ്മൾ എന്താ ചെയ്യുക? ഈ ലൈൻ്റെ ഇക്വേഷൻ കിട്ടണമെങ്കിൽ എന്താ ചെയ്യാൻ പറ്റും? നമുക്ക് ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല അല്ലേ? ലൈൻ ജോയിനിങ് 2 പോയിന്റ്സ് മാത്രമേ പറയുന്നുള്ളൂ. ഇക്വേഷൻ ഓഫ് ലൈന് വേണം താനും, ഡിറ്റർമിനൻസ് യൂസ് ചെയ്യണം താനും. അപ്പോൾ എന്ത് ചെയ്യും? നമ്മൾ ആലോചിക്കുക. ഈ ലൈനിൽ 2 പോയിന്റ്സ് മാത്രമല്ല, മിസ് എന്ത് ചെയ്യാണ്? ഒരു പോയിന്റ് കൂടെ എടുക്കുകയാണ്. ഈ 2 പോയിന്റിൽ ഒരു പോയിന്റ് കൂടെ എടുക്കുകയാണ്. ആ പോയിന്റ് എനിക്ക് അറിയാത്ത പോയിന്റ് ആണല്ലോ. അതുകൊണ്ട് മിസ് എന്ത് ചെയ്തു? ആ പോയിന്റിനെ XY എന്ന് വിളിച്ചു. ഇക്വേഷൻ ഓഫ് ലൈൻ ചോദിക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻസിലും മക്കൾ ഇതുപോലെ ചെയ്യണം. 2 പോയിന്റ്സ് മാത്രമേ തരുള്ളൂ. മക്കൾ എന്ത് ചെയ്യണം? ഒരു പോയിന്റ് എക്സ്ട്രാ എടുക്കുക. ഓക്കെ, സോ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ലൈനിൽ ഇപ്പം 3 പോയിന്റ്സ് ഇല്ലേ? ഓക്കെ, അപ്പം എനിക്കറിയാം ഒരു ലൈനിലാണ് 3 പോയിന്റ്സ് ഉള്ളതെങ്കിൽ വി ക്യാൻ നോക്കിക്കേ, ഈ കാണുന്ന 3, 1 XY 9, 3 ഈ 3 പോയിന്റ്സ് ഒരു ലൈനിലെ പോയിന്റ്സ് ആണെങ്കിൽ നമുക്ക് ആ പോയിന്റ്സിനെ വിളിക്കുന്ന പേരാണ് കോലീനിയ പോയിന്റ്സ് എന്ന് വിളിക്കുക. എന്താ വിളിക്കുക? കോലീനിയ പോയിന്റ്സ് എന്ന് വിളിക്കുക. അപ്പം നിങ്ങൾ എങ്ങാനും ഈ കാണുന്ന 3 പോയിന്റ്സ് ഉപയോഗിച്ചുകൊണ്ട് ഒരു ട്രയാങ്കിൾ ഫോം ചെയ്യാൻ വേണ്ടി നോക്കുവാണെങ്കിൽ ട്രയാങ്കിൾ ഫോം ചെയ്യാൻ പറ്റില്ല. ഒരിക്കലും ഒരു ലൈനിൽ 3 പോയിന്റ്സ് ഉപയോഗിച്ചുകൊണ്ട് ട്രയാങ്കിൾ ഫോർമേഷൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ട്രയാങ്കിളിൻ്റെ ഏരിയ എന്തായിരിക്കും? 0 ആയിരിക്കും. അല്ലെങ്കിൽ ഇങ്ങനെ പഠിച്ചാലും മതി, കൊലീനിയ പോയിന്റ്സ് ആണ് ഉള്ളതെങ്കിൽ ട്രയാങ്കിളിൻ്റെ ഏരിയ എന്തായിരിക്കും? അവിടെ 0 ആയിരിക്കും. സോ ഇവിടെ ഈ 3 പോയിന്റ്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ട്രയാങ്കിൾ ഏരിയ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റില്ല. ട്രയാങ്കിളേ പറ്റില്ല അല്ലേ കെവിൻ? ഗുഡ്. അപ്പോൾ ട്രയാങ്കിളിൻ്റെ ഏരിയ 0 ആയിരിക്കും നമുക്കറിയാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ട്രയാങ്കിളിൻ്റെ ഏരിയയുടെ ഇക്വേഷൻ അപ്ലൈ ചെയ്യുന്നു, റൈറ്റ് സൈഡിൽ 0 കൊടുക്കുന്നു. അത്രേ ഉള്ളൂ. സോ ഹാഫ് ഇൻറ്റു 3 വെർട്ടിസസിന് പകരം ഈ 3 പോയിന്റ്സ് അപ്ലൈ ചെയ്യുക. ഒന്നാമത്തെ പോയിന്റ് 3, 1 ആണ്. രണ്ടാമത്തെ പോയിന്റ് XY ആണ്. ഇനി മൂന്നാമത്തെ പോയിന്റ് ആണെങ്കിലും മക്കളെ നിങ്ങൾ നേരെ തിരിച്ചെടുക്കുവാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. 3, 1 കഴിഞ്ഞിട്ട് 9, 3 കഴിഞ്ഞിട്ട് XY എടുത്താലും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കൊടുക്കാം. ഓക്കെ, തേർഡ് കോളം എന്ത് കൊടുക്കുക? ഫുള്ള് 1 കൊടുക്കുക. വേർട്ടെക്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി എഴുതിയാലൊന്നും കുഴപ്പമില്ല കേട്ടോ. ഇറ്റ് ഇസ് ഈക്വൽ ടു എന്താണ്? 0 എന്ന് കൊടുക്കുക. ഏരിയ ഓഫ് ട്രയാങ്കിൾ ഈക്വൽ ടു 0 ആണ്. സോ ഹാഫ് ഇൻറ്റു ഈ കാണുന്ന ഡിറ്റർമിനന്റ് എന്ത് ചെയ്യുക? ഫൈൻഡ് ഔട്ട് ചെയ്യുക. മിസ് എന്ത് ചെയ്യാം? ഫസ്റ്റ് റോ വെച്ചിട്ട് എക്സ്പാൻഡ് ചെയ്ത് കാണിക്കാം.
സൈൻ വരിക പ്ലസ് മൈനസ് പ്ലസ് മൈനസ് പ്ലസ് മൈനസ് പ്ലസ് മൈനസ് പ്ലസ് ആണ്. ഫസ്റ്റ് റോ ആണെങ്കിൽ എന്താ വരിക? പ്ലസ് മൈനസ് പ്ലസ് ആണ്. ഫസ്റ്റ് എലമെന്റ് മക്കളെ 3 ആണ്. 3 മാത്രം എടുക്കുക. അതുൾപ്പെടുന്ന റോ ആൻഡ് കോളം എന്ത് ചെയ്യുക? ഒഴിവാക്കുമ്പം 3 × 1 മൈനസ് y × 1 ആണ്. ഇപ്പൊ 3 മൈനസ് y എന്ന് വരും. അടുത്ത എലമെന്റ് 1 ആണ്. സൈൻ എന്താണ്? മൈനസ് ആണ്. സോ മൈനസ് 1 കൊടുക്കുക. നമ്മൾ ഒരുപാട് തവണ ചെയ്ത കാര്യമാണ്, അപ്പൊ ശ്രദ്ധിച്ച് സ്പീഡിൽ ചെയ്യാം. സോ മൈനസ് 1 ഇൻറ്റു ഉൾപ്പെടുന്ന റോ ആൻഡ് കോളം ഒഴിവാക്കുക. 9 × 1 മൈനസ് എക്സ് × 1 പറയുമ്പം 9 മൈനസ് എക്സ്. ലാസ്റ്റ് എലമെന്റ് 1 ആണ്. പോസിറ്റീവ് 1 ആണ്. സോ പ്ലസ് 1 ഇൻറ്റു ഉൾപ്പെടുന്ന കോളം ആൻഡ് റോ ഒഴിവാക്കുമ്പം 9 × y മൈനസ് 3 × x ആണ് വരിക. അപ്പം 9y മൈനസ് 3x വരും. ഇറ്റ് ഇസ് ഈക്വൽ ടു എന്താണ്? 0 ആണെന്ന് നമുക്ക് അറിയാതാനും. അപ്പം എന്താ ഡേവിഡ് ആൻസർ പറഞ്ഞിരിക്കുകയാണ്. സോ വെരി ഗുഡ്. എത്ര ആൻസർ വരിക? ഹാഫ് ഇൻറ്റു മക്കളെ 3 കൊണ്ട് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക. 3 × 3 പറയുമ്പം 9 ആണ്. 3 × മൈനസ് y പറയുമ്പം മൈനസ് 3y ആണ് വരിക. മൈനസ് 1 × 9 ഇറ്റ് ഇസ് മൈനസ് 9. മൈനസ് 1 × മൈനസ് എക്സ് പറയുമ്പോൾ 2 മൈനസ് പ്ലസ് ആവില്ലേ? സോ പ്ലസ് എക്സ് ആ വരിക. ഓക്കെ. 9y മൈനസ് 3x × 1 എന്ന് പറയുമ്പം ഇറ്റ് ഇസ് 9y മൈനസ് 3x വരും. ഇറ്റ് ഇസ് ഈക്വൽ ടു 0 ആണ്. ഞാൻ ഈ പ്ലസ് 9ഉം മൈനസ് 9ഉം കട്ടായിക്ക്. സോ 1/2 ഇൻറ്റു എക്സും മൈനസ് 3xും കൂട്ടുമ്പം മൈനസ് 2x ആണ്. 9yയും മൈനസ് 3yയും കൂട്ടുമ്പം 6y ആണ് വരിക. ഇസ് ഈക്വൽ ടു എന്ത് വന്നു? 0 എന്ന് വന്നു. ഈ ഹാഫ് നമ്മൾ അപ്പുറത്തേക്ക് പോകുന്ന സമയത്ത് മൈനസ് 2x പ്ലസ് 6y മാത്രമേ ഉണ്ടാവുള്ളൂ. ഇപ്പുറത്ത് 0 ഡിവൈഡ് ബൈ ഹാഫ് വരുമ്പം എത്ര വരിക? 0 ആണ് ആൻസർ വരിക. സിദ്ധാർത്ഥ മിസ് പറയാം കേട്ടോ, വെയിറ്റ് ചെയ്യട്ടോ. സോ എന്താണ്? മൈനസ് 2x പ്ലസ് 6y ഈക്വൽ ടു 0 വരും. മൈനസ് 2x അപ്പുറം പോകുമ്പം 6y ഇസ് ഈക്വൽ ടു പ്ലസ് 2x എന്ന് വരും. 2 × 3 ആണ് 6 എന്ന് നമുക്കറിയാം. സോ 3y ഇസ് ഈക്വൽ ടു എക്സ് ആയിരിക്കും നമുക്ക് ഇട്ടിരിക്കുന്ന ആൻസർ. എങ്ങാനും മക്കൾ എക്സ് ഇങ്ങോട്ടേക്ക് മാറ്റുകയാണെങ്കിൽ 3y മൈനസ് എക്സ് ഈക്വൽ ടു 0 എന്ന് എഴുതുവാണെങ്കിലും ശരിയാണ്. കിട്ടിയാ? സിദ്ധാർത്ഥ ഡൗട്ട് എന്താടാ പറയടാ? എന്താണ് സിദ്ധാർത്ഥ? നമുക്ക് ഒരു ഇക്വേഷൻ ഓഫ് ലൈൻ ആണ് ആവശ്യം. ആ ലൈൻ പാസ് ചെയ്യുന്ന 2 പോയിന്റ്സ് നമുക്കറിയാം. നമ്മൾ എന്ത് ചെയ്തു? മൂന്നാമതൊരു പോയിന്റ് XY എന്ന് എടുത്തു. നമുക്കറിയാം ഈ 3 പോയിന്റ്സും ഒരു ലൈനിലെ പോയിന്റ് ആണെങ്കിൽ അത് കൊലീന പോയിന്റ്സ് എന്നാണ് വിളിക്കുക. കൊലീന പോയിന്റ്സ് ആണെങ്കിൽ ട്രയാങ്കിൾ ഫോർമേഷൻ പറ്റില്ല. ട്രയാങ്കിളിൻ്റെ ഏരിയ ഇവിടെ 0 ആയിരിക്കും. അപ്പോൾ ട്രയാങ്കിളിൻ്റെ ഏരിയയുടെ ഇക്വേഷൻ അപ്ലൈ ചെയ്യുന്നു. റൈറ്റ് സൈഡിൽ 0 കൊടുക്കുന്നു. ബാക്കി പൊതുവേ ചെയ്യുന്ന പോലെ എന്ത് ചെയ്യാണ്? ഡിറ്റർമിൻഡ് ചെയ്യാണ്. ഓക്കെ ഓക്കെ. എവിടെയാണോ മക്കളെ ഫസ്റ്റ് റോ ആണെങ്കിലും സെക്കൻഡ് റോ ആണെങ്കിലും എന്താണെങ്കിലും ആൻസർ സെയിം ആയിരിക്കും. റോ മാറ്റിയാലും കോളം മാറ്റിയാലും ആൻസറിലും വ്യത്യാസം വരാനേ പോണില്ല. ഡോണ്ട് വറി. സെറ്റാണോ മക്കളെ? ഇപ്പോൾ ഓക്കെ ആണോ? സിദ്ധാർത്ഥ ഓക്കെ ആണോ? എവരിവൺ? ബാക്കി മൊത്തം കാൽക്കുലേഷൻ ആണ് കേട്ടോ. പൊതുവേ ചെയ്യുന്ന പോലെ ഡിറ്റർമിൻഡ് അങ്ങ് ഫൈൻഡ് ഔട്ട് ചെയ്യുക. ക്ലിയർ? സോ റെഡി ആണോ? എല്ലാവർക്കും ഓക്കെയാണ്? നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഷുവർ ആയിട്ടും എക്സ് മൈനസ് 3y എന്ന് എഴുതാൻ പറ്റും. നിങ്ങൾ അപ്പുറത്തും ഇപ്പുറത്തും മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുവാണെങ്കിൽ, ത്രൂ ഔട്ട് നിങ്ങൾ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുവാണെങ്കിൽ എങ്ങനെ വരും? ഇത് മൈനസ് 3y പ്ലസ് എക്സ് ഈക്വൽ ടു 0 എന്ന് വരും. ഓർ എക്സ് മൈനസ് 3y ഈക്വൽ ടു 0 എന്ന് വരും. അപ്പോൾ നിങ്ങൾ ഇത് എഴുതിയാലും സ്ഥാനം ശരിയല്ലേ? മാറ്റമൊന്നുമില്ല. ഇതെഴുതിയാലും ആൻസർ സെയിം ആണ്. എക്സ് മൈനസ് 3y ഈക്വൽ ടു 0 എഴുതിയാലും 3y മൈനസ് എക്സ് ഈക്വൽ ടു 0 എഴുതിയാലും സെയിം ആണ് ആൻസർ വരിക അല്ലേ? രണ്ട് സെയിം ആണ്. അപ്പോൾ കുഴപ്പമില്ല. ഓക്കെ, റെഡി. സോ ഗൈസ്, അപ്പോൾ നമ്മൾ ഏരിയ ഓഫ് ട്രയാങ്കിൾ വരെ എന്ത് ചെയ്തു? ഫിനിഷ് ചെയ്ത് കഴിഞ്ഞു. ഈ ചാപ്റ്റർ കുറച്ച് വാസ്റ്റ് ചാപ്റ്റർ ആണ്. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, നിങ്ങൾക്ക് അറിയാം അല്ലേ? ഇത്രയും ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്തില്ലെങ്കിൽ ഒരു ഭംഗി ഉണ്ടാവില്ല പഠിച്ചതിന്. ഇവിടെ ആകുമ്പോൾ നമുക്ക് പറയാൻ പറ്റും ഇത്രയും പോർഷനിൽ ഞങ്ങൾ പക്കാ സെറ്റ് നമുക്ക് പറയാൻ പറ്റും. അല്ലെങ്കിൽ പറയാൻ പറ്റില്ല. 1-2 ക്വസ്റ്റ്യൻ കൊണ്ട് മതിയോ? നമുക്ക് പോരാ അല്ലേ? സോ അത്രയും നമ്മൾ ഫിനിഷ് ചെയ്തു. ഇനി പോകുന്നത് മൈനേഴ്സ്, കോഫാക്ടേഴ്സ്, അഡ്ജോയിൻറ്റ് നമ്മൾ ഒറ്റ സ്ട്രെച്ചിൽ തീർക്കും. കാരണം ഒരു ക്വസ്റ്റ്യൻ തന്നെ നമ്മൾ എന്ത് ചെയ്യും? മൈനറും കോഫാക്ടറും അഡ്ജോയിൻറ്റ് ഫൈൻഡ് ചെയ്യുന്ന കാര്യങ്ങൾ പറഞ്ഞു തരും ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും. പിന്നെ ഇൻവേഴ്സ് പഠിക്കും. പിന്നെ സോൾവിങ് ഓഫ് ഇക്വേഷനുള്ളൂ. അത്രേ ഉള്ളൂ. സിമ്പിൾ. റെഡി? ചെയ്യാം നമുക്ക്. ഓക്കെ. സോ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് പറയാൻ വിട്ടുപോയിട്ടുണ്ട് മക്കളെ. നമ്മുടെ ഗിവ് അവേയുടെ കാര്യം നിങ്ങൾക്ക് അറിയാമായിരിക്കും, കുറേ പേർക്ക് അറിയാമായിരിക്കും. അതായത് ഓഗസ്റ്റ് 31 വരെ അഡ്മിഷൻ എടുക്കുന്ന, നോക്കിക്കേ, ഏപ്രിൽ 21 മുതൽ ഓഗസ്റ്റ് 31 വരെയുള്ള കാലയളവിൽ അഡ്മിഷൻ എടുക്കുന്ന കുട്ടികളിൽ നിന്ന് 5 ലക്കി വിന്നേഴ്സ് നമ്മൾ സെലക്ട് ചെയ്യുകയാണ്. അവർക്ക് എന്ത് കിട്ടും? സ്മാർട്ട് വാച്ച് പ്ലസ് സൈലം ബാഗ് ലഭിക്കുന്നതാണ് ലക്കി വിന്നേഴ്സിന് കേട്ടോ.
അപ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്യുന്ന മക്കൾ എന്ത് ചെയ്യുക, August 31 മുന്നേ ജോയിൻ ചെയ്യാൻ വേണ്ടി നോക്കുക. ഓൾറെഡി ജോയിൻ ചെയ്ത കുട്ടികൾക്ക് മുന്നേ നമുക്ക് ഗീവ് അവേ ഒക്കെ ഉണ്ടായിരുന്നു, ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കിട്ടില്ല നിങ്ങൾ പറയരുത്. അപ്പം ഇപ്പോഴത്തെ അവസരമാണ്, മാക്സിമം യൂസ് ചെയ്യാൻ വേണ്ടി നോക്കുക. ആൻഡ് ഒരു കാര്യം പ്രത്യേകം പറയാനുള്ളത്, നിങ്ങൾ അവസാന നിമിഷത്തേക്ക് മാറ്റി വെച്ചിട്ട് ഒരു കാര്യമില്ല. കാരണം ബോർഡ് എക്സാമിൻ്റെ തലേന്ന് വന്നിട്ട് ബാച്ചിൽ ജോയിൻ ചെയ്തിട്ടൊരു കാര്യമില്ല. കാരണം ബാച്ചിൽ കൊടുക്കുന്ന എല്ലാ ഫീച്ചേഴ്സും യൂസ് ചെയ്യാൻ വേണ്ടി പറ്റണമെന്നുണ്ടെങ്കിൽ, എല്ലാ ലൈവും കാണാൻ വേണ്ടി പറ്റണം എന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും എന്ത് ചെയ്യേണ്ടി വരും, നേരത്തെ തന്നെ ജോയിൻ ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ ഒരുപാട് ക്ലാസ് മിസ്സാവില്ലേ. അപ്പോൾ എന്ത് ചെയ്യുക, ഇപ്പം തന്നെ ജോയിൻ ചെയ്യാൻ വേണ്ടി നോക്കുക. പിന്നെ എന്താ എനിക്ക് പറയാനുള്ളത്, അതായത് മക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, നിങ്ങൾ ലാസ്റ്റ് മിനിറ്റ് പഠിത്തം ഒഴിവാക്കുക കേട്ടോ. എല്ലാവരും തലേ ദിവസത്തെ ലൈവ് മാത്രം നോക്കിയിരിക്കരുത്. +2 അല്ലേ, നമ്മുടെ കയ്യിൽ നിൽക്കണം എന്നുണ്ടെങ്കിൽ നല്ലോണം പഠിക്കാൻ വേണ്ടി നോക്കുക. റെഡി? സോ പോവാണ്. ഓക്കെ റെഡി ഗായ്സ്. മൈനേഴ്സ് ആൻഡ് കോഫാട്ടേഴ്സിലേക്ക് പോവാണ്. ഞാൻ മൈനേഴ്സും കോഫാട്ടേഴ്സും അഡ്ജോയിൻറ്റും ഒരുമിച്ച് എന്ത് ചെയ്യാൻ പറഞ്ഞുതരാം. റെഡി? സിമ്പിളാണ് നമുക്കിത്. ഞാൻ പറയുന്ന പോലെ ശ്രദ്ധിക്കണേ. ഓക്കെ, ഞാൻ ആദ്യം ഒരു ക്വസ്റ്റ്യൻ വെച്ച് പറഞ്ഞുതരാം, അതായിരിക്കും എളുപ്പം ഉണ്ടാവുക. ഒരു ക്വസ്റ്റ്യൻ വെച്ച് പറഞ്ഞാൽ നമുക്ക് എല്ലാം എന്ത് ചെയ്യും, ഒറ്റയടിക്ക് സെറ്റാവും. മൈനേഴ്സ് പഠിക്കാനുണ്ട്, ശ്രദ്ധിക്കണേ. മൈനേഴ്സ് പഠിക്കണം, കോഫാട്ടേഴ്സ് പഠിക്കണം, പിന്നെ പഠിക്കേണ്ടത് അഡ്ജോയിൻ്റ് ആണ്. ഓക്കെ, നമ്മൾ പൊതുവേ ഇല്ലേടാ മൈനേഴ്സിനെ കാണിക്കുന്ന ലെറ്റർ ക്യാപിറ്റൽ M വെച്ച് കാണിക്കും. കോഫാക്ടർ ആണെങ്കിൽ നമ്മൾ ക്യാപിറ്റൽ C വെച്ചിട്ടോ അല്ലെങ്കിൽ A വെച്ചിട്ടോ റെപ്രസെൻ്റ് ചെയ്യും. ഇനി ഒരു മെട്രിക്സ് എൻ്റെ കയ്യിൽ A ഉണ്ടെങ്കിൽ അതിൻ്റെ അഡ്ജോയിൻ്റ് റെപ്രസെൻ്റ് ചെയ്യുക എങ്ങനെയാണ്, ADJ ഓഫ് A എന്നാണ് കാണിക്കുക. അഡ്ജോയിൻ്റ് ഓഫ് A. M എന്താണ്, മൈനർ. C കണ്ടാലും A കണ്ടാലും കോഫാക്ടർ. ADJ ഓഫ് A എന്ന് പറയുമ്പം അഡ്ജോയിൻ്റ് ഓഫ് A എന്നാണ് വിളിക്കുക. ഇത്രയും കാര്യമുള്ളൂ. സംഭവം ഒന്ന് ഓർത്താൽ മതി. ബാക്കി മിസ് ക്വസ്റ്റ്യനിലൂടെ പറഞ്ഞുതരാം, അതാകുമ്പോൾ എളുപ്പമായിരിക്കും മനസ്സിലാക്കാൻ. ഇതാണ് ക്വസ്റ്റ്യൻ. റൈറ്റ് ദ മൈനേഴ്സ് കോഫാക്ടേഴ്സ് ഓഫ് ദ എലമെന്റ്സ് ഓഫ് മെട്രിക്സ്. ഓൾസോ മിസ് എന്ത് ചെയ്യാം, അഡ്ജോയിൻ്റ് കൂടെ പറഞ്ഞുതരാം. ഓൾസോ അഡ്ജോയിൻ്റ് ഓഫ് എ മെട്രിക്സ് കൂടെ പറഞ്ഞുതരാം. ഓക്കെ, അപ്പം എൻ്റെ കയ്യിലെ മെട്രിക്സ് ഇതാണ്. 2 - 4 0 3 ആണ് മെട്രിക്സ്. എനിക്ക് എന്ത് ചെയ്യണം, ഇതിന് മിസ് പേര് കൊടുക്കാം, A എന്ന് കൊടുക്കാം കേട്ടോ. A = 2 - 4 0 3 ആണ് എൻ്റെ കയ്യിലുള്ള മെട്രിക്സ്. എനിക്ക് എന്ത് ചെയ്യണം, മൈനേഴ്സും കോഫാക്ടേഴ്സും അതേപോലെ ഇതിൻ്റെ അഡ്ജോയിൻ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ശ്രദ്ധിക്കേണ്ട കാര്യം, പൊതുവേ 2/2 ആണെങ്കിൽ നമുക്കറിയാം ഇത് A11, ഇത് A12, ഇത് A21, ഇത് A22 ആണ്. എലമെൻസിനെ കാണിക്കുക ഇങ്ങനെയാണ്, A11, A12, A21, A22 അല്ലെ, 2/2 ആണെങ്കിൽ. അപ്പോൾ എല്ലാ ഇലമെൻസിനും മൈനേഴ്സ് ഉണ്ടായിരിക്കും, എല്ലാ ഇലമെൻസിനും എന്തുണ്ടായിരിക്കും, കോഫാക്ടേഴ്സ് ഉണ്ടായിരിക്കും. റെഡി? അപ്പം M11 എന്ന് പറയുമ്പം ഈ കാണുന്ന ഇലമെൻറ്റിൻ്റെ മൈനറാണ്. M12 പറയുമ്പം ഇതിൻ്റെ മൈനർ ആയിരിക്കും. ആൻഡ് M21 പറയുമ്പോൾ A21ൻ്റെ മൈനർ, M22 പറയുമ്പോൾ A22ൻ്റെ മൈനർ. അതേപോലെ കറസ്പോണ്ടിങ്ങിലി എല്ലാ ഇലമെൻസിനും കോഫാക്ടേഴ്സ് ഉണ്ടായിരിക്കും. A11 പറയുമ്പോൾ ഇതിൻ്റെ കോഫാക്ടർ, A12 ഇതിൻ്റെ കോഫാക്ടർ, A21 പറയുമ്പോൾ ഇതിൻ്റെ കോഫാക്ടർ, A22 പറയുമ്പോൾ ഇതിൻ്റെ കോഫാക്ടർ. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇലമെൻസിനെ റെപ്രസെൻ്റ് ചെയ്യുക സ്മോൾ ലെറ്റർ A ഉപയോഗിച്ചിട്ടാണ്. കോഫാക്ടർ ആണെങ്കിലോ ക്യാപിറ്റൽ A ഉപയോഗിച്ചിട്ടാണ്. മാറിപ്പോവരുത്. സോ എനിക്ക് ആവശ്യം ഈ കാണുന്ന ഇലമെൻറ്റിൻ്റെ മൈനർ ആണെന്ന് വിചാരിക്കുക. വിച്ച് മീൻസ് എനിക്ക് ഇതിൻ്റെ മൈനർ ആവശ്യമുണ്ട്, M11 ആവശ്യമുണ്ട്. അപ്പോൾ എന്താ ചെയ്യുക, ആ ഇലമെൻറ്റ് ഉൾപ്പെടുന്ന റോ ആൻഡ് കോളം ഒഴിവാക്കുക. വേറൊന്നും ചെയ്യണ്ട. ഇത് ഉൾപ്പെടുന്ന റോ ആൻഡ് കോളം ഒഴിവാക്കുന്നു. ബാക്കി ആരാ ഉള്ളത്, 0 ആണ് വരിക. സോ M11 എന്ന് പറയുന്ന സമയത്ത് നമുക്ക് എന്താണ് ആൻസർ വരിക, M11 = ഓക്കെ, ഏത് ഇലമെൻ്റ് ആണ്, ഇതാണ് ഇലമെൻ്റ് എങ്കിൽ ആ ഇലമെൻ്റ് ഉൾപ്പെടുന്ന റോ ആൻഡ് കോളം ഒഴിവാക്കണം. ഏത് ഇലമെൻറ്റിൻ്റെ മൈനറാണോ ആവശ്യമുള്ളത് ആ ഇലമെൻ്റ് ഉൾപ്പെടുന്ന റോ ആൻഡ് കോളം ഒഴിവാക്കുക. ബാക്കി എത്രയാ, 3 ആണ് വരിക. ഇനി M12 ആണെങ്കിൽ ഇതിൻ്റെ മൈനറാണ് M12, അത് ഉൾപ്പെടുന്ന കോളം ആൻഡ് റോ ഒഴിവാക്കുമ്പോൾ ബാക്കി ആരാ ഉള്ളത്, 0 ആണ് വരിക. നെക്സ്റ്റ് മക്കളെ, M21 പറയുമ്പം ഈ കാണുന്ന ഇതിൻ്റെ മൈനറാണ് വരിക, റോ ആൻഡ് കോളം ഒഴിവാക്കുമ്പോൾ ബാക്കി ആരാ, -4 എന്ന് വരും. ഇനി M22 പറയുമ്പോൾ ഇതിൻ്റെ മൈനറാണ്, ഉൾപ്പെടുന്ന റോ ആൻഡ് കോളം ഒഴിവാക്കുമ്പോൾ ബാക്കി എത്രയാ, 2 എന്ന് വരും. ഇതാണ് മൈനസ് വരിക. ആൻഡ് കോഫാക്ടേഴ്സ് ഇതിനേക്കാൾ സിമ്പിളാണ്. മൈനേഴ്സും കോഫാക്ടേഴ്സ് തമ്മിൽ എന്തുണ്ട്, അഗാധമായിട്ടുള്ള ബന്ധമുണ്ട്. ചില കേസിൽ മൈനേഴ്സും കോഫാക്ടേഴ്സും സെയിം ആയിരിക്കും, ചില കേസിൽ മൈനേഴ്സിൻ്റെ സൈനിന് ഓപ്പോസിറ്റ് സൈൻ ആയിരിക്കും കോഫാക്ടർ വരിക. ഇതാണ് വ്യത്യാസമുള്ളത്. അതായത് ശ്രദ്ധിക്കുക, 1 1 എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കുക, റോ നമ്പർ 1 ആണ്, കോളം നമ്പർ 1 ആണ്. കൂട്ടുമ്പോൾ എത്രയാ, 1 + 1 2 എന്നല്ലേ കിട്ടുക. 2 എന്ന് പറയുമ്പം അത് ഈവൺ നമ്പറാണ്.
റോന്റെയും കോളത്തിന്റെയും സമ്മ് ഈവൺ നമ്പർ വരുവാണെങ്കിൽ എന്താണോ മൈനർ അത് തന്നെയായിരിക്കും കോഫാക്ടർ വരിക, ഒരു ചേഞ്ച് പോലും ഉണ്ടാവില്ല. അപ്പം മൈനറും കോഫാക്ടറും 3 ആണ് വരിക. പക്ഷെ ഇവിടെയാണെങ്കിൽ 1+2 ചെയ്യുമ്പം 3 ആണ് വരിക. 3 ഒരു ഓഡ് നമ്പർ ആണെങ്കിൽ എന്താണോ മൈനർ അതിന്റെ ഓപ്പോസിറ്റ് സൈൻ ആയിരിക്കും കോഫാക്ടർ വരിക. പക്ഷെ ഇവിടെ 0 ആയതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ട, സൈൻ മാറ്റേണ്ട ആവശ്യമില്ല, 0 എന്ന് മാത്രം എഴുതിയാൽ മതി. അല്ലെങ്കിൽ എന്ത് ചെയ്യണം, ഇവിടെ സൈൻ മാറ്റണം. സൈൻ മാറ്റുക പറയുമ്പോൾ ഓൾറെഡി ഉള്ള സൈനിന്റെ ഓപ്പോസിറ്റ് സൈൻ മാത്രം എടുക്കുക. നെക്സ്റ്റ് A21 പറയുമ്പം 2+1 ആണ്, 3 ആണ്, ഓഡ് നമ്പർ ആണ്. മൈനർ -4 ആണെങ്കിൽ സൈൻ മാറ്റുക, +4 ആക്കി എഴുതുക. അതാണ് A21 വരിക. നെക്സ്റ്റ് A22 പറയുമ്പം 2+2 4 ആണ്, ഈവൺ ആണ്. സൈൻ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, മാറ്റണ്ട. മൈനറും കോഫാക്ടറും സെയിം ആയിരിക്കും. ഈ 2 കേസിൽ മാത്രമാണ് സൈൻ മാറുന്നുണ്ടായിരിക്കുക. ബിക്കോസ് മൈനറും കോഫാക്ടറും തമ്മിൽ ഡിഫറൻസ് വരിക ഇവിടെ മാത്രമാണ് റോ നമ്പർ പ്ലസ് കോളം നമ്പർ ഓഡ് നമ്പർ ലഭിക്കുന്നത്. സിനാൻ, എനിക്കറിയാം സിനാൻ. ഓക്കെ, റെഡി? ക്ലിയർ ആണ്? സെറ്റ് ആണ്? സുഖാണ് കേട്ടോ സിനാൻ, സുഖാണ്. സോ റെഡി മക്കളെ, സെറ്റ് ആണ്. നമ്മൾ എന്ത് ചെയ്തു, മൈനസ് പറഞ്ഞു, കോഫാക്ടേഴ്സ് പറഞ്ഞു. നമുക്കിനി എന്ത് ചെയ്യാൻ പറ്റും, കോഫാക്ടറിന്റെ മെട്രിക്സ് എഴുതാൻ വേണ്ടി പറ്റും. ഇവിടെ ശരിക്കും ആവശ്യമില്ല, മിസ് ഇത് പറയുന്നത് മാത്രമേ ഉള്ളൂ. ശ്രദ്ധിക്കുക, കോഫാക്ടർ മെട്രിക്സ് എന്ന് പറയുമ്പം എന്താ ചെയ്യുക, കിട്ടിയിരിക്കുന്ന എല്ലാ കോഫാക്ടറും നിങ്ങൾ അറേഞ്ച് ചെയ്യുക. കോഫാക്ടേഴ്സ് ഏതൊക്കെ കിട്ടിയിരിക്കുന്നത്, 3 0, ഒന്നാമത്തെ റോയില് 3 0. കിട്ടിയിരിക്കുന്ന അടുത്ത കോഫാക്ടേഴ്സ് ഏതൊക്കെയാ, 4 2, അടുത്ത റോ ആക്കി എഴുതുക. ഇതാണ് കോഫാക്ടറിന്റെ മെട്രിക്സ് എന്ന് വിളിക്കുന്നത്. ഈ കോഫാക്ടർ മെട്രിക്സിന്റെ ട്രാൻസ്പോസ് ആണ് എന്ത്, അഡ്ജോയിന്റ് എന്ന് പറയാം. അപ്പോൾ അഡ്ജോയിന്റ് ഓഫ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും എന്താണ്, ആ കിട്ടിയിരിക്കുന്ന കോഫാക്ടർ മെട്രിക്സ് എന്താണോ അതിന്റെ ട്രാൻസ്പോസ് ആണ്. ട്രാൻസ്പോസ് പറയുമ്പം റോസും കോളംസും എന്ത് ചെയ്യുക, ഇന്റർചേഞ്ച് ചെയ്യുക. ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം ആക്കുക, സെക്കൻഡ് റോ സെക്കൻഡ് കോളം ആക്കുക. ഫസ്റ്റ് റോ 3 0 ഫസ്റ്റ് കോളം ആക്കി, സെക്കൻഡ് റോ 4 2 എന്ത് ചെയ്ത് സെക്കൻഡ് കോളം ആക്കി മാറ്റി എഴുതി. ദിസ് വിൽ ബി ദ ഫൈനൽ ആൻസർ. റെഡി ആണോ? ക്ലിയർ ആണോ മക്കളെ? സെറ്റ് ആണോ? അപ്പൊ എന്താ മനസ്സിലായത്? മൈനർ എന്ന് പറയുമ്പം ഏത് ഇലമെന്റിന് മൈനർ ആണോ ആവശ്യമുള്ളത് ആ ഇലമെന്റ് ഉൾപ്പെടുന്ന റോവും കോളും ഒഴിവാക്കുക, ബാക്കിയുള്ള ഇലമെന്റ് ആണ് മൈനർ വരിക. കോഫാക്ടർ പറയുമ്പം മൈനർ എടുക്കുന്ന സമയത്ത് ചില കേസിൽ സെയിം ആയിട്ട് വരും, ചില കേസിൽ സൈൻ മാത്രം മാറും. കോഫാക്ടറിൽ എപ്പോഴാ സൈൻ മാറുക, റോ നമ്പർ പ്ലസ് കോൾ നമ്പറിന്റെ സമ്മ് ഓട് വരുന്ന കേസിൽ മാത്രം സൈൻ മാറ്റുക. അതർവൈസ് മൈനറും കോഫാക്ടറും സെയിം ആയിരിക്കും. അടുത്ത കാര്യം, അഡ്ജോയിന്റ് എന്ന് പറയുമ്പം ഈ കിട്ടിയിരിക്കുന്ന കോഫാക്ടേഴ്സ് മൊത്തം നിങ്ങൾ എന്ത് ചെയ്തു, കോഫാക്ടറിനെ മെട്രിക്സ് ആക്കി മാറ്റി എഴുതുന്നു. അതിന്റെ ട്രാൻസ്പോസ് ആണ് എന്ത് വരിക, അഡ്ജോയിന്റ് വരിക. സിമ്പിൾ. കിട്ടിയോ നിങ്ങൾക്ക്? യെസ്. അപ്പം നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാം. ഓക്കെ, റൈറ്റ് ദ മൈനേഴ്സ് ആൻഡ് കോഫാക്ടേഴ്സ് ഓഫ് ദ എലമെന്റ്സ് ഓഫ് ദ മെട്രിക്സ്. നമുക്ക് കൂടെ എന്ത് ചെയ്യാം മക്കളെ, ഇതിനെ എ എന്ന് വിളിക്കാം. ഈ മെട്രിക്സിനെ നമുക്ക് അഡ്ജോയിന്റ് കൂടെ എന്ത് ചെയ്യാം, ഇതിന്റെ കൂടെ തന്നെ എഴുതാം കേട്ടോ. സെറ്റ് ആവും അപ്പോൾ. സോ എഴുതാം നമുക്ക്. എന്താ മക്കളെ മെട്രിക്സിന്റെ പേര്? എ സി ബി ഡി ആണ്. എലമെന്റ്സ് നോക്കണ്ട, എന്താണേലും കുഴപ്പമില്ല. റെഡി? നമുക്ക് നോക്കാം. സോ M11, അതുപോലെ M12, M21, M22. നമുക്ക് ഇതിന്റെ മൈനർ ആണ് M11. ഇത് ഉൾപ്പെടുന്ന റോവും കോളവും ഒഴിവാക്കുക, ബാക്കി ആരാ ഉള്ളത്, ഡി ആ ഉള്ളത്. ഡി എന്ന് എഴുതുക, ഡി. ഇനി M12 പറയുമ്പോൾ ഇതിന്റെ മൈനർ ആണ്, ഇത് ഉൾപ്പെടുന്ന റോ കോളം ഒഴിവാക്കുക, ബാക്കി ആരാണ്, ബി മാത്രം. ഓക്കെ. M21 പറയുമ്പോൾ ഇതാണ്, ഇതിന്റെ മൈനർ പറയുമ്പോൾ റോ കോളം ഒഴിവാക്കുന്നു, ബാക്കി ആരാണ്, സി മാത്രം. M22 പറയുമ്പോൾ ഇതാണ് ഇലമെന്റ്, ഉൾപ്പെടുന്ന റോ കോളം ഒഴിവാക്കുന്നു, ബാക്കി ആര് മാത്രം, എ മാത്രം. സോ M11, M12, M21, M22 സെറ്റ് ആണ് മക്കളെ. ഇനി നമുക്കിനി എന്ത് ചെയ്യണം, കോഫാക്ടേഴ്സ് എഴുതി കാണിക്കണം. കോഫാക്ടേഴ്സ് എന്ന് പറയുന്ന സമയത്ത് ഇറ്റ്സ് വെരി സിമ്പിൾ. എല്ലാം എഴുതിക്കോ. A11, A12, A21, A22 ആണ്. A11 പറയുമ്പം 1 + 1 2 ആണ്, ഈവൺ നമ്പർ ആയതുകൊണ്ട് സൈൻ മാറ്റണ്ട. 1 + 2 3 ആണ്, ഓഡ് ആയതുകൊണ്ട് സൈൻ മാറ്റണം. ബി എന്താക്കണം, -b ആക്കണം. 2 + 1 3 ഓഡ് നമ്പർ ആണെങ്കിൽ സി എന്താക്കണം, -c ആക്കണം. 2 + 2 4 ഈവൺ നമ്പർ ആണെങ്കിൽ നോ സൈൻ ചേഞ്ച്, എ തന്നെയാണ്. സെറ്റാണേ. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, അഡ്ജോയിന്റ് കൂടെ പറഞ്ഞുതരാം. കോഫാക്ടറിന്റെ മെട്രിക്സ് ആദ്യം എഴുതി വെച്ചേ. കോഫാക്ടർ മെട്രിക്സ് എന്ന് പറയുമ്പം എല്ലാത്തിനെയും അറേഞ്ച് ചെയ്യാം. നോക്കിക്കേ, ഡിയും -b ആണ് ഫസ്റ്റ് റോ. പിന്നെ എന്താ മക്കളെ, -cയും എ ആണ്,
സെക്കൻഡ് റോ. അപ്പൊ അഡ്ജോയിന്റ് ഓഫ് എ പറയുമ്പോൾ കോഫാറ്റ മെട്രിക്സിന്റെ ട്രാൻസ്പോസ്. ഫസ്റ്റ് റോ എന്ത് ചെയ്യുക, ഫസ്റ്റ് കോളം ആക്കുക. സെക്കൻഡ് റോ എന്ത് ചെയ്യുക, സെക്കൻഡ് കോളം ആക്കി മാറ്റി എഴുതുക. ഇതാണ് മൈനർ, ഇതാണ് കോഫാക്ടർ, ഇതാണ് അഡ്ജോയിന്റ്. സിമ്പിൾ ആണേ. ഓക്കെ. അപ്പൊ 3/3 ആണെങ്കിൽ എന്താ ചെയ്യുക, 2/2 പോലെ സിമ്പിൾ ആണോ 3/3? സിമ്പിൾ ഒക്കെയാണോ, ചെയ്യാനുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ചെയ്യാം നമുക്ക് 3/3. യെസ്. ക്വസ്റ്റ്യൻ എന്താണ് റിയ? മൈനേഴ്സും കോഫാറ്റേഴ്സും അതേപോലെ മെട്രിക്സിന്റെ അഡ്ജോയിന്റ് കൂടെ എന്ത് ചെയ്യുക, ഫൈൻഡ് ഔട്ട് ചെയ്യുക. ഇതാണ് ക്വസ്റ്റ്യൻ. ട്രിക്ക് മിസ് പറയാൻ വല്ല മിസ് ആയിട്ടില്ലല്ലോ, പറയാം കേട്ടോ. റെഡി? അപ്പൊ ഈ ക്വസ്റ്റ്യൻ പറഞ്ഞേ, ഫൈൻഡ് ദ മൈനർ ഓഫ് ദ ഇലമെന്റ് 6 ഇൻ ദ മെട്രിക്സ്. ഈ കാണുന്ന മെട്രിക്സിൽ 6 എന്ന് പറയുന്ന ഇലമെന്റ് ഏതാണ്? ഇതാണ്. ഇതിന്റെ മൈനർ എന്ത് ചെയ്യണം, നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. നമ്മൾ എന്താ ചെയ്യുക, ആ കാണുന്ന ഇലമെന്റ് ഉൾപ്പെടുന്ന റോ ആൻഡ് കോളം ഒഴിവാക്കുക. അത്രമാത്രം ചെയ്യുക. ഏത് ഇലമെന്റിന്റെ മൈനർ ആണോ ആവശ്യമുള്ളത് അതുൾപ്പെടുന്ന റോ ആൻഡ് കോളം ഒഴിവാക്കുക. ബാക്കി എന്ത് ചെയ്താൽ മതി, ഡിറ്റർമിനന്റ് എടുത്താൽ മതി. സോ 1 into 8 പറയുമ്പോൾ 8 ആണ്. മൈനസ് 7 into 2 പറയുമ്പോൾ 14 ആണ്. 8 minus 14 പറയുമ്പം ആൻസർ വിൽ ബി -6 ആണ് വരിക. അപ്പൊ എന്താണ്, ഏത് ഇലമെന്റിന്റെ മൈനർ ആണോ ആവശ്യമുള്ളത് ആ ഇലമെന്റ് ഉൾപ്പെടുന്ന റോ ആൻഡ് കോളം ഒഴിവാക്കുക. ബാക്കി മാത്രം എന്ത് ചെയ്യുക, ഡിറ്റർമിനന്റ് ഫൈൻഡ് ഔട്ട് ചെയ്യുക. ദിസ് ഇസ് എനഫ്. വേറൊന്നും ചെയ്യാൻ പറയുന്നില്ല, ആ ഇലമെന്റിനെ മാത്രമേ പറയുന്നുള്ളൂ. അപ്പൊ അത് മാത്രം ചെയ്താൽ മതി, വേറെ നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. മനസ്സിലായോ? ക്ലിയർ? സോ മക്കളെ, നമ്മളിന് 3/3 റോസ്റ്റും കൂടെ ചെയ്യാം. അത് കഴിഞ്ഞാൽ പിന്നെ അഡ്ജോയിന്റ് സെറ്റ് ആണ്. റൈറ്റ് ദ മൈനേഴ്സ് ആൻഡ് കോഫാക്ടേഴ്സ് ഓഫ് ഇലമെന്റ്സ് ഓഫ് മെട്രിക്സ്. മെട്രിക്സിന്റെ പേര് കൊടുക്കാം, എ എന്ന് കൊടുക്കാം. ഓൾസോ ഫൈൻഡ് ഔട്ട് അഡ്ജോയിന്റ് ഓഫ് എ. മൈനേഴ്സും കോഫാക്ടേഴ്സും ഫൈൻഡ് ഔട്ട് ചെയ്യുക. അതേപോലെ ഈ മെട്രിക്സിന്റെ അഡ്ജോയിന്റ് കൂടെ ഫൈൻഡ് ഔട്ട് ചെയ്ത് കാണിച്ചു തരാം. എല്ലാം ഒറ്റ സ്ട്രെച്ചിൽ. റെഡി? ചെയ്യാം നമുക്ക്. സോ മക്കളെ, 3/3 ആണ് മെട്രിക്സ്. കുറച്ച് ചെയ്യാനുണ്ടായിരിക്കും. ബ്രേക്ക് വേണ്ട തോന്നുന്നു മക്കളെ. ഒറ്റ ഫ്ലോയിൽ കഴിയുവാണെങ്കിൽ പെട്ടെന്ന് തീരും. ബ്രേക്ക് എടുത്താൽ പിന്നെ ലേറ്റ് ആവും. വേണ്ടല്ലോ? അല്ലല്ലോ, വേണ്ടല്ലോ. സോ എല്ലാ ഇലമെന്റിനും എന്ത് വേണം, മൈനേഴ്സ് വേണം. എല്ലാവർക്കും കോഫാക്ടർ വേണം. പൊതുവേ മെട്രിക്സ് എഴുതുവാണെങ്കിൽ A11, A12, A13, A21, A22, A23, A31, A32, A33 ആണ് 3/3 വരിക. എല്ലാത്തിനും മൈനസ് ഉണ്ട്. M11, M12, M13, M21, M22, M23. അതുപോലെ M31, M32, M33. അതുപോലെ മക്കളെ എല്ലാത്തിനും കോഫാക്ടേഴ്സ് കൂടെ കാണുമല്ലോടാ, കോഫാക്ടേഴ്സ്. അപ്പോൾ A11, A12, A13, A21, A22, A23. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണേ. ഇവിടെ ശ്രദ്ധിച്ചില്ലെങ്കിൽ കംപ്ലീറ്റ് കയ്യിൽ നിന്ന് പോവും. ശ്രദ്ധിക്കണം. ഈ ക്വസ്റ്റ്യൻ മാത്രം ശ്രദ്ധിച്ചിരുന്നാൽ മതി. റെഡി? ചെയ്യാം നമുക്ക്. M11 പറയുമ്പം ഇതിൻ്റെ മൈനറാണ് ആവശ്യം. സൂം ചെയ്യണ്ടല്ലോ ഞാൻ. അപ്പോൾ ആ കാണുന്ന ഇലമെന്റ് ഉൾപ്പെടുന്ന റോ ആൻഡ് കോളം എന്ത് ചെയ്യുക, നിങ്ങൾ ഒഴിവാക്കുക. ഓക്കെ, ഇത് ഉൾപ്പെടുന്ന റോ ആൻഡ് കോളം ഒഴിവാക്കുമ്പം ബാക്കി ഡിറ്റർമിനന്റ് പറയാം. 5 into 2 പറയുമ്പോൾ 10 ആണ്. ഇത് മനസ്സിൽ ചെയ്യണേ. -1 into 1 -1 ആണ്. അപ്പോൾ 10 - -1 പറയുമ്പം 2 മൈനസ് പ്ലസ് ആവും. 10 + 1 പറയുമ്പം 11 ആണ് കിട്ടുക. നെക്സ്റ്റ് M12 പറയുമ്പോൾ ഇതിൻ്റെ മൈനറാണ് വരിക. അപ്പോൾ അതിൽ ഉൾപ്പെടുന്ന റോ ആൻഡ് കോളം ഓർ കോളം ആൻഡ് റോ ഒഴിവാക്കുക. ഡിറ്റർമിനന്റ് പറയുമ്പം 3 into 2 6 ആണ്. -1 into 0 0 ആണ്. 6 - 0 പറയുമ്പോൾ 6 ആണ് കിട്ടുക. ഓക്കെ. M13 പറയുമ്പോൾ ഇതാണ് ഇലമെന്റ്. അതിൻ്റെ മൈനർ പറയുമ്പം അത് ഉൾപ്പെടുന്ന കോളം ആൻഡ് റോ ഒഴിവാക്കുന്നു. 3 into 1 3 ആണ്. 5 into 0 0 ആണ്. അപ്പോൾ 3 - 0 പറയുമ്പം എത്രയാണ് വരിക, 3 എന്ന് വരും. നെക്സ്റ്റ് മക്കളെ, M21 പറയുമ്പോൾ ഇതാണ് ഇലമെന്റ്. ആ ഇലമെന്റ് ഉൾപ്പെടുന്ന റോ ആൻഡ് കോളം എന്ത് ചെയ്യുക, ഒഴിവാക്കുക. അപ്പോൾ 0 into 2 0 ആണ്. 4 into 1 4 ആണ്. 0 - 4 പറയുമ്പം -4 വരും. നെക്സ്റ്റ് M22 ആണെങ്കിൽ ഡൗട്ട് പറ വിനായകേ. സിമ്പിൾ അല്ലേ വിനായക്, പറയണോ? ഇതെന്താ പ്രശ്നം? M22 പറയുമ്പോൾ ഇതിൻ്റെ മൈനറാണ്. അതുൾപ്പെടുന്ന റോ ആൻഡ് കോളം എന്ത് ചെയ്യുക, ഒഴിവാക്കുക. ഡിറ്റർമിനന്റ് പറയുമ്പോൾ 1 into 2 2 ആണ്. 0 into 4 0 ആണ്. 2 - 0 പറയുമ്പോൾ എത്ര വരും, 2 എന്ന് വരും. നെക്സ്റ്റ് M23 പറയുന്ന സമയത്ത് ഇതാണ് ഇലമെന്റ്. ഉൾപ്പെടുന്ന റോ ആൻഡ് കോളം ഒഴിവാക്കുന്നു. അപ്പം 1 into 1 - 0 into 0 ആണ്. 1 - 0 പറയുമ്പോൾ എത്ര വരിക, 1 എന്ന് കിട്ടും. M23.
ഓക്കെ അല്ലേ മക്കളെ? സെറ്റാണ് നിങ്ങൾക്ക്? M23 വരെ ഓക്കെ ആണ്. നെക്സ്റ്റ് മക്കളെ M31. ഡൗട്ട് ഉള്ളവർ അപ്പം തന്നെ ചോദിക്കണേ. മിസ്സേ ഡൗട്ട് എന്ന് പറഞ്ഞു പോയാൽ മിസ് പിന്നെ കാണില്ല, അത് അപ്പം തന്നെ ചോദിച്ചോളൂ. സോ M31 മാളു ഒക്കെ പറഞ്ഞിരിക്കുകയാണ്. M31 വെരി ഗുഡ് മാളു. M31 ഇതാണ് ഇലമെന്റ് എങ്കിൽ ആ ഇലമെന്റ് ഉൾപ്പെടുന്ന റോ കോളം എന്ത് ചെയ്യുക? ഒഴിവാക്കുക. ക്ഷമയുണ്ടെങ്കിൽ മാത്രമേ ഇത് മാർക്ക് കിട്ടുള്ളൂ കേട്ടോ. 0 × -1 0 ആണ്. 5 × 4 20 ആണ്. 0 - 20 പറയുമ്പം -20 അല്ലേ? -20 അല്ലേ വരിക? നെക്സ്റ്റ് മക്കളെ M32 പറയുമ്പോൾ ഇതാണ് ഇലമെന്റ്. റോ കോളം ഒഴിവാക്കുമ്പം 1 × -1 -1. 3 × 4 12. -1 -12 പറയുമ്പോൾ -13. ശ്രദ്ധ മാറിയ ആൻസർ മാറുവേ കേട്ടോ. M33 ഇതാണ് ഇലമെന്റ്. റോ കോളം ഒഴിവാക്കുന്നു. 5 - 0 പറയുമ്പം 5 എന്ന് കിട്ടി. ഇതിലാകെ ആവശ്യം ശ്രദ്ധ മാത്രമാണ്. ശ്രദ്ധ ഇല്ലെങ്കിൽ കയ്യിൽ നിന്ന് പോവും, ആൻസർ തെറ്റും. അറിയാലോ? യെസ്. ഇനി കോഫാക്ടർ പറയുമ്പോൾ ആലോചിക്കുക. റോ നമ്പർ പ്ലസ് കോളം നമ്പറിന്റെ സമ്മ് ഓട് വരുന്ന കേസിൽ മാത്രം സൈൻ ചേഞ്ച് ചെയ്യും. ഇവിടെ 1 + 2 3 ആണ്, സൈൻ മാറ്റണം. 2 + 1 3 ആണ്, ഓടാണ്, സൈൻ മാറ്റണം. 2 + 3 5 ഓഡ് നമ്പറാണ്, സൈൻ മാറ്റണം. 3 + 2 5 ഓഡ് നമ്പറാണ്, സൈൻ മാറ്റണം. ബാക്കി ഒന്നിലും എന്ത് ചെയ്യണ്ട? സൈൻ മാറ്റേണ്ട ആവശ്യമില്ല. റോ നമ്പർ പ്ലസ് കോൾ നമ്പർ ഈവൺ ആണെങ്കിൽ സൈൻ മാറ്റേണ്ട ആവശ്യമേ ഇല്ല. സോ ഇവിടെ 11 ആണെങ്കിൽ ഇവിടെ എന്താ വരിക? 11 വരും. ഇവിടെയാണെങ്കിൽ 6 എന്താക്കണം മക്കളെ? -6 ആക്കണം. ഇവിടെ നോ ചേഞ്ച്. ഇവിടെ -4 + 4 ആക്കണം. ഇവിടെ നോ ചേഞ്ച്. ഇവിടെ 2 + 3 5 1 എന്താക്കണം? -1 ആക്കണം. ഇവിടെയാണെങ്കിൽ 3 1 നോ ചേഞ്ച്. 3 + 2 5 -13 + 13 ആക്കണം. ഇവിടെയാണെങ്കിൽ നോ ചേഞ്ച്. സിമ്പിൾ. ഞാൻ പറയുന്ന പോലെ ചെയ്യുകയാണെങ്കിൽ എല്ലാം സിമ്പിളാണ്. ഞാൻ പറയുന്ന പോലെ ചെയ്തില്ലെങ്കിൽ ഡിഫിക്കൽട്ട് ആവുകയും ചെയ്യും. ഓക്കെ, തെറ്റിക്കാതെ ചെയ്യണം. വലിയ മാർക്കിന് മാത്രമേ ക്വസ്റ്റ്യൻ വരുള്ളൂ. 3/3 ആണെങ്കിൽ വലിയ മാർക്കിന് മാത്രമേ വരുള്ളൂ. 6 മാർക്കിനൊക്കെ വരിക. അപ്പം ചെയ്താൽ മാത്രമേ മാർക്ക് കിട്ടുള്ളൂ. 6 മാർക്ക്. മൈനേഴ്സ്, കോഫാട്ടേഴ്സ്, അഡ്ജോയിനോട് പറഞ്ഞുതരാം. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? കിട്ടിയിരിക്കുന്ന കോഫാട്ടേഴ്സ് ഒക്കെ മൊത്തത്തിൽ എഴുതിയിട്ട് കോഫാക്ടർ മെട്രിക്സ് ആക്കി മാറ്റുന്നു. സോ ഫസ്റ്റ് റോ ആരൊക്കെയാ? 11 -6 3 അല്ലേ? യെസ്. സെക്കൻഡ് റോൾ ആയിരിക്കാം മക്കളെ? 4 2 1 അല്ലേ? 4 2 -1 അല്ലേ? 4 2 -1 ആണ് സെക്കൻഡ് റോയിൽ. തേർഡ് റോയിൽ മക്കളെ -20 13 പിന്നെ 5. ഇതാണ് കോഫാക്ടർ മെട്രിക്സ് വരിക. ഇനി അഡ്ജോയിന്റ് ആണെങ്കിൽ എന്താ വരിക? ഈ കാണുന്ന കോഫാക്ടറിന്റെ ട്രാൻസ്പോസ് ആണ് വരിക. ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം ആക്കുക, സെക്കൻഡ് റോ സെക്കൻഡ് കോളം ആക്കുക, തേർഡ് റോ തേർഡ് കോളം ആക്കി മാറ്റുക. ദിസ് ഇസ് ദ ഫൈനൽ ആൻസർ. എല്ലാം ആയിട്ടുണ്ട്. 3/3 2/2 എല്ലാം പറഞ്ഞിട്ടുണ്ട്. റെഡി? ക്ലിയർ മക്കളെ? റെഡി? ഓക്കെ. ഈ ചാപ്റ്റർ എടുക്കുമ്പോൾ ഏറ്റവും വലിയ ബുദ്ധിമുട്ടറിയാം നിങ്ങൾക്ക്. ഒരുപാട് തവണ നമ്പേഴ്സ് പറയണം. നമ്പേഴ്സ് പറഞ്ഞ് നാവ് വരെ വഴങ്ങണില്ല. റെഡി? ക്ലിയർ ആണോ? സെറ്റ് ആണോ? പ്രാക്ടീസ് ചെയ്യുക. ഒരുപാട് നല്ല ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. ദെൻ ഇറ്റ് വിൽ ബി വെരി നൈസ്. ഒരു കുഴപ്പമുണ്ടാവില്ല. ഓക്കെ, റെഡി? സോ അടുത്ത കാര്യം ഞാൻ പറഞ്ഞത്, നമ്മൾ അഡ്ജോയിന്റ് ഫൈൻഡ് ഔട്ട് ചെയ്യുമ്പം 3/3 കേസിൽ എന്താ ചെയ്തത്? നമ്മൾ 3/3 ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെയ്ത കാര്യം എന്ന് പറയുന്നത്, നമ്മൾ എന്ത് ചെയ്തു? മൈനേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്തു, കോഫാക്ടേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്തു, കോഫാക്ടറിനെ മെട്രിക്സ് ആക്കി മാറ്റി, ട്രാൻസ്പോസ് എടുത്തു, അഡ്ജോയിന്റ് എന്ത് ചെയ്തു? ഫൈൻഡ് ഔട്ട് ചെയ്തു. പക്ഷേ 2/2 മെട്രിക്സിന്റെ കേസിൽ ഇത്രയും ചെയ്യണം നിർബന്ധമില്ല. ഫോർ ഫൈൻഡിങ് ദ അഡ്ജോയിന്റ് ഓഫ് എ മെട്രിക്സ് 2/2 എന്തുണ്ട്? ട്രിക്ക് ഉണ്ട്. 2/2 മെട്രിക്സിന് മാത്രം എന്ത് ചെയ്യുക? ട്രിക്ക് യൂസ് ചെയ്യുക. ഒരു മെട്രിക്സ് ഗിവൺ ആണെങ്കിൽ ഡയറക്ട്ലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിന്റെ അഡ്ജോയിന്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. വിതൗട്ട് ഫൈൻഡ് ഔട്ടിങ് മൈനേഴ്സ് ആൻഡ് കോഫാക്ടേഴ്സ് നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. മൈനേഴ്സോ കോഫാക്ടേഴ്സ് ഒന്നും ആവശ്യമില്ലാണ്ട് അഡ്ജോയിന്റ് മാത്രം ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇത് NCERT പറയുന്ന കാര്യമായതുകൊണ്ട് മാത്രമാണ് മിസ് ട്രിക്കായിട്ട് പറയുന്നത്. അതർവൈസ് വേറെ ഒരു ട്രിക്ക് അപ്ലൈ ചെയ്താലും മാർക്ക് തരില്ല കേട്ടോ. 3/3 മിസ് പറഞ്ഞല്ലോ ഫഹീമെ അഡ്ജോയിന്റിന്റെ കേസിൽ. സോ റെഡി? അപ്പൊ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് കാര്യം ഭയങ്കര സിമ്പിൾ ആണ്. ഒരു ക്വസ്റ്റ്യൻ കാണിച്ചു തരാം. ഫൈൻഡ് ദ അഡ്ജോയിന്റ് ഓഫ് A ഫോർ ദ മെട്രിക്സ് A is equal to 2 3 1 4 ആണ്. A is equal to 2 3 1 4 ആണ് എൻ്റെ കയ്യിലുള്ള മെട്രിക്സ്. എനിക്ക് എന്ത് ചെയ്യണം? ഇതിന്റെ അഡ്ജോയിന്റ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. അതായത് അഡ്ജോയിന്റ് ഓഫ് A എനിക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യണം. യെസ് സമൻ, വെരി ഗുഡ്. ഫസ്റ്റ് എന്ത് ചെയ്യണം? ചേഞ്ച് ദ വാല്യൂസ്, ദെൻ സൈൻ ചേഞ്ച്. വെരി ഗുഡ്, വെരി ഗുഡ്, സൂപ്പർ. എന്താ ചെയ്യാ? ആദ്യം കാണുന്ന ഇലമെന്റ് ഏതാണ് ഇവിടെ? ഫസ്റ്റ് ഇലമെന്റ് 2 അല്ലേ? ആ 2 ഉൾപ്പെടുന്ന ഡയഗണലില്ലേ മക്കളെ? ഇവരെന്ത് ചെയ്യാ? ഈ 2ന്റെയും 4ന്റെയും പൊസിഷനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യാ? നമ്മൾ ഇന്റർചേഞ്ച് ചെയ്യാന്നാ പറയാ.
പൊസിഷൻ മാറ്റുക. ഇപ്പം 2ന്റെ സ്ഥാനത്ത് ആരാവും? 4 ആവും. 4ന്റെ സ്ഥാനത്ത് ആരാവും? 2 ആയിട്ട് മാറും. ബാക്കിയുള്ള 2 പേരില്ലേ, അവരെ പൊസിഷൻ മാറ്റാൻ പാടില്ല, അവരെ സൈൻ മാത്രം മാറ്റുക. ഓൾറെഡി പോസിറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് ആക്കുക, നെഗറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് ആക്കുക. സോ 3 എന്താക്കുക? -3 ആക്കുക. 1 എന്താക്കുക? -1 ആക്കുക. ഇത്രയും ചെയ്താൽ മതി. ഡയറക്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു മെട്രിക്സ് ഗിവൺ ആണെങ്കിൽ അഡ്ജോയിന്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. അത്രയും സിമ്പിളാണ്. ഈ 2 ആൾക്കാരെയും പൊസിഷൻ മാറ്റുക, ഈ 2 ആൾക്കാരെയും എന്ത് ചെയ്യുക? സൈൻ മാറ്റിക്കളയുക. ഇതാണ് അഡ്ജോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, 2/2 മാത്രം അപ്ലൈ ചെയ്യുക. ഇവർ 2 പേരെയും പൊസിഷൻ മാറ്റുക. ഇവിടെ A2 ഇവിടെ A11. ഇവർ 2 പേരെ എന്ത് ചെയ്യുക? സൈൻ മാറ്റുക. ഓക്കെ, എന്താണ്? -A12 മറ്റേതാക്കുക. ഇത് പഠിക്കണ്ട മക്കളെ, മിസ് പഠിപ്പിച്ച് ഇതുപോലെ പഠിച്ചാൽ മതി കേട്ടോ. നേരത്തെ കണ്ട ക്വസ്റ്റ്യൻ നോക്കിക്കോ നിങ്ങൾ. നേരത്തെ കണ്ട ക്വസ്റ്റ്യൻ ഇതായിക്കോട്ടെ. നിങ്ങൾ എന്താ ചെയ്യുക? ഇതിൻ്റെ അഡ്ജോയിന്റ് പറയാൻ വേണ്ടി ഒരു കഷ്ടപ്പാടും ഇല്ല. ഇവർ 2 പേരെയും പൊസിഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുക. എന്റെ സ്ഥാനത്ത് ഡിയും ഡിന്റെ സ്ഥാനത്ത് എയും ആവും. ബാക്കി 2 പേരെ എന്ത് ചെയ്യുക? സൈൻ മാറ്റുക. ഇവിടെ -സിയും ഇവിടെ -ബിയും ആവും. ഇതല്ലേ ഇത്രയും ചെയ്തപ്പോൾ കിട്ടിയ സാധനം? 2 സെയിം അല്ലേ? ആലോചിച്ച് നോക്ക്. ഇത്രയും സ്റ്റെപ്പിന്റെ ആവശ്യമില്ല, ട്രിക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇനി ഇതിലേക്ക് വരികയാണെങ്കിലോ, ഇതിന്റെ അഡ്ജോയിന്റ് വേണമെങ്കിൽ ഒരു ബുദ്ധിമുട്ടും നമുക്കില്ല. എന്ത് ചെയ്താൽ മതി? ഈ 2ഉം 3ഉം പൊസിഷൻ മാറ്റുക. ഇവിടെ 3 ഇവിടെ 2. ഇവർ 2 പേര് സൈൻ മാറ്റുക. -4 +4 ആയി. 0 അതുപോലെ കീപ്പ് ചെയ്യുക. ഇതല്ലേ ആൻസർ കിട്ടിയത്? സെയിം അല്ലേ? അത്രേ ഉള്ളൂ. ട്രിക്ക് അപ്ലൈ ചെയ്യാം. 2/2 ആണെങ്കിൽ മാത്രം ട്രിക്ക് അപ്ലൈ ചെയ്യുക, അല്ലാതെ ട്രിക്ക് എന്ത് ചെയ്യരുത്? അപ്ലൈ ചെയ്യരുത്. എനിക്ക് അത്രേ പറയാനുള്ളൂ. സോ റെഡി ഗായ്സ്, നമ്മൾ ഏകദേശം 9 മണിയാവാനായില്ലടാ. ഇനി മിസ് പറയാൻ വേണ്ടി പോകുന്നത് എന്തിനെ കുറിച്ചാണ്? സിംഗുലാർ ആൻഡ് നോൺ സിംഗുലാർ മെട്രിക്സിന്റെ കേസിൽ പറയുകയാണേ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇൻവേഴ്സിലേക്ക് പോവാം. മൈനർ എന്ന് എടുക്കാറില്ലല്ലോടാ, അത് കോഫാക്ടർ ആയിരിക്കും എടുത്തിട്ടുണ്ടാവുക. മൈനർ എം എന്ന് എടുക്കുക. NCERT ബുക്കിലാണെങ്കിലും മൈനർ എം എന്നല്ലേ എടുക്കാറ്? എം എന്ന് എടുത്തോളൂ മൈനർ കേട്ടോ. കോഫാക്ടർ ആണ് A അല്ലെങ്കിൽ C യൂസ് ചെയ്യുക. മൈനർ എം എടുക്കുക കേട്ടോ. റെഡി? സെറ്റിലെ മക്കളെ? സിംഗുലാർ ആൻഡ് നോൺ സിംഗുലാർ മെട്രിക്സ്. മക്കളെ, സിംഗിൾ പസംഖ്യ ആയിട്ടുള്ള ആരെങ്കിലും ഇവിടെ ഉണ്ടോടാ? സിംഗിൾ പസംഖ്യ, സിംഗിൾ. സോ ആലോചിക്കുക, എൻ്റെ കയ്യിൽ ഒരു മെട്രിക്സ് ഉണ്ട്. മെട്രിക്സ് A ആന്ന് വിചാരിക്കുക. ആ മെട്രിക്സ് എപ്പോഴാണ് സിംഗുലർ ആയിട്ട് മാറുക? അതായത് ആ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റിന്റെ വാല്യൂ 0 ആകുമ്പോഴാണ് ആ സിംഗുലാർ മെട്രിക്സ് എന്ന് വിളിക്കുക. ഫോർ എക്സാമ്പിൾ, A എന്ന് പറയുന്ന മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് 0 ആണെങ്കിൽ എന്താണ്? സിംഗുലാർ. 0 അല്ലെങ്കിൽ എന്താ പറയുക? അർജുൻ പറയാണ്. സിംഗിൾ ആണോ അർജുൻ? ഓക്കെ, സോ എന്താണ് ഡിറ്റർമിനന്റ് ഓഫ് എയുടെ വാല്യൂ നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ എന്താണ്? നോൺ സിംഗുലാർ എന്ന് വിളിക്കും. നിങ്ങൾ ആലോചിക്കുക, സിംഗിൾ ആണെങ്കിൽ നമ്മൾ 0 ആണെന്ന് ആലോചിച്ചാൽ മതി. വിഷമമുണ്ട്, എന്നാൽ നമുക്ക് പറയാം, സിംഗിൾ ആണ് നമ്മളെങ്കിൽ നമ്മൾ 0 ആണ് ഗൈസ്, അല്ലേ? നമുക്ക് ആരുമില്ല. അപ്പോൾ ഡിറ്റർമിനന്റ് ഓഫ് എയുടെ വാല്യൂ 0 ആകുമ്പോൾ എന്താണ്? സിംഗുലാർ മെട്രിക്സ് എന്ന് വിളിക്കും. ഡിറ്റർമിനന്റ് ഓഫ് എയുടെ വാല്യൂ നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ നോൺ സിംഗുലാർ മെട്രിക്സ് എന്ന് വിളിക്കും. വേറെ എന്ത് ചോദിച്ചാലും ഇത്ര റെസ്പോൺസ് ഉണ്ടാവില്ല. ഇത് ചോദിക്കുമ്പോൾ എല്ലാവരും കൈ ഉയർത്തിയിട്ട് സംസാരിക്കുകയാണല്ലേ ഗൈസ്? റെഡി? ക്ലിയർ? ഇവിടെ കുറേ സിംഗിൾസ് ഉണ്ട് കൃഷ്ണ. റെഡി? നല്ല വിഷമമുണ്ടെന്ന്. നല്ല വിഷമം വരും, നമ്മൾ എന്ത് ചെയ്യും? 2 അഡ്ജോയിന്റ് അങ്ങ് ഫൈൻഡ് ചെയ്യും. അപ്പോൾ വിഷമം കുറയും. അല്ലേടാ? നമ്മൾ അങ്ങനെ അല്ലേടാ? റെഡി? നമുക്ക് ചെയ്യാം. സിംഗുലാർ ആൻഡ് നോൺ സിംഗുലാർ മെട്രിക്സ് ചെയ്യാം. സിംഗിൾ പവർ ആണ്, പക്ഷെ ഇവിടെ സിംഗിൾ 0 ആണെന്ന് ആലോചിച്ചാൽ മതി കേട്ടോ. സിംഗിൾ ആണ്, അപ്പം ആരുമില്ല, സിംഗിൾ അല്ലേ? 0 ആണ്. അപ്പോൾ ഡിറ്റർമിനന്റ് ഓഫ് എയുടെ വാല്യൂ 0 ആയിരിക്കും. സിമ്പിൾ. ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ഇഫ് ദ മെട്രിക്സ് ഈസ് സിംഗുലാർ, ഈ കാണുന്ന ഓക്കെ 0 ഇസ് ദ ബിഗ്ഗസ്റ്റ് നോന്നല്ലേ? യെസ്, മാളു പറയടാ, എന്ത് പറ്റി? വിന്നേഴ്സ്, നമ്മളൊരു ടീമല്ലേടാ? നമ്മളൊരു ടീമല്ലേ നമ്മളെല്ലാവരും? ഓക്കെ, റെഡി? ചെയ്യാം. ഓക്കെ, റെഡി? സിംഗുലർ ആണ് നമ്മൾ പഠിക്കേണ്ടത് നമുക്കപ്പം. റെഡി? മെട്രിക്സ് എന്താണ് സിംഗുലർ എന്ന് പറയുന്നുണ്ട്. ഈ മെട്രിക്സിന് മിസ് ചുമ്മാ A എന്ന് വിളിക്കുകയാണെങ്കിൽ സിംഗുലർ എന്ന് പറയുന്നതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം ഡിറ്റർമിനന്റിന്റെ വാല്യൂ എന്താണ് മീനിങ്? 0 ആണെന്നാണ് മീനിങ്, അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ എയുടെ വാല്യൂ എന്താണ് വരിക എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഡിറ്റർമിനന്റിന്റെ വാല്യൂ 0 എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ കിടക്കുന്ന എന്റെ വാല്യൂ എന്താണ് വരിക എന്നാണ് ക്വസ്റ്റ്യൻ. ഇപ്പം നമ്മൾ പൊതുവേ ചെയ്യുന്ന കാര്യം എന്താണ്? ഡിറ്റർമിനന്റ് ഫൈൻഡ് ഔട്ട് ചെയ്യുമ്പം പൊതുവേ ചെയ്യുന്ന പോലെ ഫസ്റ്റ് റോ വെച്ച് ചെയ്യാം, സെക്കൻഡ് റോ വെച്ച് ചെയ്യാം.
ഇഷ്ടമുള്ള റോ അല്ലെങ്കിൽ കോളം വെച്ച് എക്സ്പാൻഡ് ചെയ്യാം, ഡിറ്റർമിനന്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാം. മിസ് ഒന്നാമത്തെ റോ എടുക്കുകയാണ്. എനിക്കറിയാം ഒന്നാമത്തെ റോ ആണെങ്കിൽ സൈൻ എന്താ വരിക? പ്ലസ് മൈനസ് പ്ലസ് ആണ്. ഒന്നാമത്തെ റോയിൽ ഒന്നാമത്തെ ഇലമെന്റ് എന്താണ്? കണ്ടില്ലടാ, ഡൗട്ട് ഞാൻ കണ്ടില്ല കേട്ടോ. എന്താണ്? ഓക്കെ, ഒന്നാമത്തെ റോയിൽ ഒന്നാമത്തെ ഇലമെന്റ് 1 ആണ്. സൈൻ എന്താണ്? പ്ലസ് ആകുമ്പോൾ 1 എന്ന് മാത്രം എടുക്കുക. ഓക്കെ, അപ്പം റോവും കോളം എന്ത് ചെയ്യുക? ഒഴിവാക്കുക. ഓക്കെ, അപ്പം ബാക്കി എന്ത് ചെയ്യുക? ഡിറ്റർമിനന്റ് എടുക്കുക. 8 × 6 48 മൈനസ് 5 × a മൈനസ് 5a, അതായത് 48 മൈനസ് 5a എന്ന് വരും. ഓക്കെ, അടുത്ത എലമെന്റ് -4 ആണ്, അതെടുക്കുക. അതുൾപ്പെടുന്ന റോവും കോളും ഒഴിവാക്കുമ്പം 6 × 6 36 ആണ്. -5 × 2 -10 ആണ്. അപ്പം 36 -10 വരും. അടുത്ത എലമെന്റ് 3 ആണ്, +3 ആണ് വരിക. അതുൾപ്പെടുന്ന റോവും കോളും ഒഴിവാക്കുക. 6 × a -8 × 2 വരും. അപ്പം 6a - 16 വരും. = എത്രയാണ്? സിംഗുലർ ആയതുകൊണ്ട് ഡിറ്റർമിനന്റ് ഓഫ് 0 ആണ്. യെസ് അൽഫോൺസ് പറയടാ, ഡൗട്ട് പറയട്ടെ, ചോദിക്കൊന്നും വേണ്ട, ഡൗട്ട് അങ്ങ് ചോദിച്ചാൽ പോരെ നിനക്ക്. മുൻകൂട്ടി അനുവാദത്തിന്റെ ആവശ്യമൊന്നുമില്ലടാ. റെഡി? ഓക്കെ, റെഡി ഗായ്സ്. അപ്പോൾ 2 മൈനസ് പ്ലസ് ആവും. 48 + 5a എന്ന് വരും ഇത്. ഓക്കെ, 36 2 മൈനസും പ്ലസ് ആവും. 36 + 46 46 × 4 എത്രയാടാ? 184. അപ്പം -184 വരും ഇത്. പിന്നെന്താ മക്കളെ വരിക? 3 × 6a പറയുമ്പം 18a ആണ്. 3 × -16 പറയുമ്പം -48 ആണ്, = 0. ഓക്കെ, 48 + 5a -184 + 18a -48 = 0. കാൽക്കുലേഷൻ മാത്രമേ ഉള്ളൂ. എന്താടാ ഡൗട്ട് എന്ന് പറഞ്ഞാൽ പോരാ, ഡൗട്ട് ചോദിക്കടാ നീ. +48 -48 കട്ടായി പോവും. ബാക്കി എന്താ വരിക? 5a + 18a എന്ന് പറയുമ്പോൾ 23a ആണ് വരിക. പിന്നെന്താണ്? -184 മാത്രമേ ഉള്ളൂ, അതേ ഉള്ളൂ, = 0 വരും. ഇയാളെ കംപ്ലീറ്റ് അപ്പുറം പോകുന്ന സമയത്ത് 23a = +184 ആയി. a = 23 അപ്പുറം പോകുമ്പം 184/23 എത്രയാടാ? സമൻ, വെരി ഗുഡ്. ജയകൃഷ്ണൻ, വെരി ഗുഡ്. പോരട്ടെ, 8 ആണ് ഫൈനൽ ആൻസർ. a = 8 ആണ് റൈറ്റ് ആൻസർ. ആടാ ആപ്പിൾ ക്ലാസ് ഉണ്ടോടാ? എന്ത് ചോദ്യമാണ്? ആപ്പല്ലേ നമ്മുടെ മെയിൻ. ആപ്പിൾ ക്ലാസ്സിൽ അതിരിക്കോടാ. സെറ്റ്. സോ ഗൈസ്, നമ്മളങ്ങനെ വിജയകരമായി നമ്മൾ എന്ത് ചെയ്തു? സിംഗുലാർ, നോൺ സിംഗുലാർ കഴിഞ്ഞിരിക്കുകയാണ്. നമുക്കിനി പഠിക്കാനുള്ളത് ഇൻവേഴ്സ് ആണ്. ഇൻവേഴ്സ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സോൾവിങ് ഓഫ് ഇക്വേഷൻസ് ഓൾമോസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു? അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി കഷ്ടിച്ച് പറയുകയാണെങ്കിൽ ഒരു അരമണിക്കൂർ തീർക്കാം. റെഡി? സോ ഗൈസ്, അപ്പം നമ്മൾ പോകുന്നത് ഇൻവേഴ്സ് ഓഫ് എ മെട്രിക്സിലേക്കാണ്. നിങ്ങൾ ഇൻവേഴ്സ് പഠിക്കേണ്ട കാര്യം ഞാൻ പറയുന്ന പോലെ ശ്രദ്ധിക്കുക. എൻ്റെ കയ്യിലൊരു മെട്രിക്സ് ഉണ്ട്. എ ആണ് മെട്രിക്സ്. എനിക്ക് എന്ത് ചെയ്യണം? ഫൈനൽ ആൻസർ 0 ആണ് കിട്ടേണ്ടത്. ബിക്കോസ് ഇറ്റ് ഈസ് എ സിംഗുലാർ മെട്രിക്സ്. അതുകൊണ്ടാണ് മിസ് ഡിറ്റർമിനന്റ് = 0 എന്ന് എടുത്തിരിക്കുന്നത്. നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ? എൻ്റെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യണം. മുഹമ്മദ്, യെസ്, റെഡി? അപ്പോൾ എ ആണ് എൻ്റെ മെട്രിക്സ് എങ്കിൽ എനിക്കതിൻ്റെ ഇൻവേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. വിച്ച് മീൻസ് a⁻⁻1 ആണ് മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് എന്ന് വിളിക്കുക. എ ഇൻവേഴ്സ് എന്ന് പറയുമ്പോൾ a⁻⁻1 ആണ്. സോ എന്താണ് എ ഇൻവേഴ്സ് എന്ന് പറയുമ്പം അതിൻ്റെ ഫോർമുല പഠിക്കുക. അഡ്ജോയിന്റ് ഓഫ് എ ഡിവൈഡഡ് ബൈ ഡിറ്റർമിനന്റ് ഓഫ് എ ആണ്. ഒരു മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് അറിയണമെന്നുണ്ടെങ്കിൽ ആ മെട്രിക്സിൻ്റെ അഡ്ജോയിന്റ് എന്ത് ചെയ്യണം? ആദ്യം ഫൈൻഡ് ഔട്ട് ചെയ്യണം. പിന്നെ എന്ത് ചെയ്യണം? ആ മെട്രിക്സിൻ്റെ ഡിറ്റർമിനന്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, അതായത് ഇങ്ങനെ എഴുതാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 1/ഡിറ്റർമിനന്റ് ഓഫ് എ × അഡ്ജോയിന്റ് ഓഫ് എ എന്നും എഴുതാം. ഇങ്ങനെ എഴുതിയാലും സെയിം ആണ്, ഇങ്ങനെ എഴുതിയാലും സെയിം ആണ്. എന്താടാ ആപ്പിൾ ക്ലാസ്സിലും കിട്ടുന്നുണ്ടോടാ? ഇവിടെ നിന്ന് എല്ലാവരും ചാറ്റ് ചെയ്യുന്നുണ്ടല്ലോ. ക്ലാസ് കിട്ടുന്നില്ലെങ്കിൽ അവരിവിടെ പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടാവും അല്ലേ? ക്ലാസ്സൊക്കെ കിട്ടുന്നുണ്ട് ആപ്പിൽ കേട്ടോ. നോക്കിയാൽ മതി, റീഫ്രഷ് ചെയ്ത് നോക്കുക, റീജോയിൻ ചെയ്ത് നോക്കുക കേട്ടോ ആപ്പിൽ. ഓക്കെ, സോ ഇതാണ് ഫോർമുല. ഇത് മറന്നു പോരുത്. ഒരു മെട്രിക്സിന്റെ ഇൻവേഴ്സ് പറയുമ്പം ഡിറ്റർമിനന്റും വേണം, അഡ്ജോയിന്റും വേണം, ഡിവൈഡ് ചെയ്യുക. അഡ്ജോയിന്റ് ഓഫ് എ ബൈ ഡിറ്റർമിനന്റ് ഓഫ് എ ആണ് എ ഇൻവേഴ്സിന്റെ ഇക്വേഷൻ വരിക. റെഡി? ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം നമുക്ക്. ഫൈൻഡ് ദ ഇൻവേഴ്സ് ഓഫ് ദ മെട്രിക്സ് ആണ് ക്വസ്റ്റ്യൻ. ഈ മെട്രിക്സിന് മിസ് പേര് കൊടുക്കാം. പണ്ടേ പേര് കൊടുക്കുന്ന വീക്ക്നെസ് ആണ് ഗൈസ്. അപ്പം നമ്മൾ എ എന്ന് കൊടുക്കുകയാണ്.
അപ്പോൾ എ ഇസ് ഈക്വൽ ടു 2 - 2 4 3 ആണ് എൻ്റെ കയ്യിലെ മെട്രിക്സ്. എനിക്ക് എന്താവശ്യം? എ റേസ് ടു -1 ആണ്, വിച്ച് മീൻസ് എ ഇൻവേഴ്സ് ആണ് ആവശ്യം. ഐ നോ ദാറ്റ് എ ഇൻവേഴ്സ് പറഞ്ഞാൽ അഡ്ജോയിന്റ് ഓഫ് എ ബൈ ഡിറ്റർമിനന്റ് ഓഫ് എ ആണ് ഇക്വേഷൻ. 2/2 ആണെങ്കിൽ നമുക്ക് ട്രിക്ക് അറിയാം, കഷ്ടപ്പാടിൻ്റെ ആവശ്യമില്ല ഗൈസ്. സോ അഡ്ജോയിന്റ് ഓഫ് എ പറയുമ്പോൾ ട്രിക്ക് അപ്ലൈ ചെയ്യുക. എന്താ ചെയ്യുക? നിങ്ങൾ ഈ രണ്ടാൾക്കാർ പൊസിഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുക, ഇൻ്റർചേഞ്ച് ചെയ്യുക. ഇപ്പം 2ൻ്റെ സ്ഥാനത്ത് 3യും 3ൻ്റെ സ്ഥാനത്ത് 2ഉം കൊടുക്കുക. ബാക്കി രണ്ടാൾക്കാരെയും എന്ത് ചെയ്യുക? സൈൻ അങ്ങ് മാറ്റുക. പോസിറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് ആണ്, നെഗറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് ആക്കുക. -2 + 2 ആക്കുക, 4 എന്ത് ചെയ്യുക? -4 ആക്കുക. ഇതാണ് അഡ്ജോയിന്റ് ഓഫ് എ വരിക. ഇനി അടുത്ത കാര്യം, ഡിറ്റർമിനന്റ് ഓഫ് എ ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്ന് പറയുമ്പം ഇതാണ് എൻ്റെ എ പറഞ്ഞ മെട്രിക്സ്. ക്രോസ് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യുക. അപ്പം നമ്മൾ ക്രോസ് ചെയ്യുന്നു. 2 × 3 6 ആണ്, -4 × -2 പറയുമ്പം -8 ആണ്. 2 മൈനസ് പ്ലസ് ആവും. അപ്പം 6 + 8 പറയുമ്പം 14 എന്ന് വരും. അജിൽ ആൻസർ പറഞ്ഞിരിക്കുകയാണ് അല്ലേ. അപ്പം എ ഇൻവേഴ്സ് പറയുമ്പം 1/ഡിറ്റർമിനന്റ് ഓഫ് എ പറയുമ്പോൾ 14, അഡ്ജോയിന്റ് ഓഫ് എ പറയുമ്പം 3 2 - 4 2 ആണ്. ഇത്രയും എഴുതിയാൽ മതി, ബാക്കി എഴുതേണ്ട ആവശ്യമില്ല. സെറ്റ് ആണോ മക്കളെ? ക്ലിയർ ആണോ? യെസ് ഗൈസ്, ഓക്കെ. നാളെ സ്പെഷ്യൽ ക്ലാസ് ഉണ്ട് മാത്സിന് അല്ലേ? ഓ, നാളെ നിങ്ങൾക്ക് ലീവാണോ സ്കൂളിൽ? ഓക്കെ. സോ ഗൈസ്, അപ്പം നമ്മൾ എന്താണ് സോൾവിങ് ഓഫ് ഇക്വേഷൻ എന്ന് പറയുന്ന അവസാനത്തെ ടോപ്പിക്കിലേക്ക് ഇതാ കടന്നുകൊണ്ടിരിക്കുകയാണ്. സോ നമ്മൾ അങ്ങനെ ഫൈനലി ഡിറ്റർമിനൻസിൻ്റെ അവസാനത്തെ ടോപ്പിക്കിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഇതുവരെ മിസ് എടുത്തിരിക്കുന്ന മൊത്തം കാര്യങ്ങളും മനസ്സിലായിട്ടുണ്ട്, ക്ലിയർ ആണ്, സെറ്റ് ആണെന്നുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യുക? എല്ലാവരും ഫയർമൂജി ഇട്ടെ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഓക്കെ ആണ്, സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രം എന്ത് ചെയ്യുക? എല്ലാവരും ഫയർമൂജി ഇടുക. വി ആർ മൂവിങ് ടു ദ ലാസ്റ്റ് പാർട്ട് ഓഫ് ദിസ് ചാപ്റ്റർ ഗൈസ്. അതായത് സോൾവിങ് ഓഫ് ഇക്വേഷൻസ്. നമുക്ക് ഡിറ്റർമിനൻസ് ചാപ്റ്ററിന് ഏത് വർഷത്തെ പേപ്പർ എടുത്ത് നോക്കുവാണെങ്കിലും 6 മാർക്കിന് എപ്പോഴും ക്വസ്റ്റ്യൻ വരുന്ന പോർഷൻ ഏതാണ്? അത് ഇതാണ്, സോൾവിങ് ഓഫ് ഇക്വേഷൻസ് ആണ്. അതുകൊണ്ട് നിങ്ങൾ ഇത്ര ദിവസം പഠിച്ച അല്ലെങ്കിൽ ഇത്ര നേരം പഠിച്ചിരിക്കുന്ന മൈനേഴ്സ്, കോഫാക്ടേഴ്സ്, അഡ്ജോയിന്റ്, ഡിറ്റർമിനന്റ്, ഇത്രയും കാര്യങ്ങൾ അറിയുന്നവർക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമുക്ക് ഈ കാണുന്ന സോൾവിങ് ഓഫ് ഇക്വേഷൻ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അലൻ ഡോണ്ട് വറി, നമ്മൾ എന്തായാലും എന്ത് ചെയ്യും? 3/3യുടെ സോൾവിങ് ഓഫ് ഇക്വേഷൻ ചെയ്യുന്ന സമയത്ത് ഇൻവേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യും. അതുകൊണ്ട് മാത്രമാണ് മിസ് മുന്നേ ചെയ്യാണ്ടിരുന്നത് കേട്ടോ. റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് നമ്മൾ ഓൾറെഡി എടുത്തല്ലടാ, 1 ഷോട്ട് റിവിഷൻ ഓൾറെഡി കഴിഞ്ഞതാണ് കേട്ടോ. അതാണ് വീണ്ടും എടുക്കാത്തത്. ഞാൻ ഒരുപാട് പ്രാവശ്യത്ത് പറഞ്ഞു എനിക്കിനും മടുത്ത്. ഓക്കെ, റെഡി, സെറ്റ് അല്ലേ? ഡിറ്റർമിനൻസ് ഇത്ര ഈസി ആയിരുന്നു? ഞാനല്ലേ എടുത്തത്, പിന്നെ ഈസി ആവാതിരിക്കോടാ, എന്താ ചെയ്യാം? ചെറുതായിട്ടൊന്ന് റെഡി. ഞാനൊരു ഗ്യാപ്പ് എടുത്തെയാണ്. തുടങ്ങാം നമുക്ക്. റെഡി? നാളെ ലീവാണെന്നല്ലേ? ഓക്കെ. അതായത് നമ്മൾ സോൾവിങ് ഓഫ് ഇക്വേഷൻസ് എന്ന് പറയുന്ന സമയത്ത് ഇത്രേ ഉള്ളൂ. നമ്മുടെ കയ്യിൽ ഒരു സെറ്റ് ഓഫ് ഇക്വേഷൻസ് ഉണ്ടായിരിക്കും. ഇക്വേഷൻസ് എന്ന് പറയുമ്പോഴേടാ അതെന്തായാലും അൺനോൺസ് ഉണ്ടായിരിക്കും, വിച്ച് മീൻസ് നമുക്കറിയാത്ത വാരിയബിൾസ് എക്സ് വൈ സെഡ് പോലത്തെ ആൾക്കാർ എന്തായാലും കാണും. ഇപ്പം നമ്മൾ എന്താണ് ഇതുപോലുള്ള ഇക്വേഷൻസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിറ്റർമിനൻസ് യൂസ് ചെയ്യാണ്. ഇപ്പം നിങ്ങൾ വിചാരിക്കാറില്ലേ ഡിറ്റർമിനൻസ് കൊണ്ട് എന്ത് അപ്ലിക്കേഷനാണ് ഉള്ളത്, ഇതൊക്കെ പഠിച്ചിട്ട് എന്താ കാര്യം എന്ന് വിചാരിക്കാറില്ലേ? അതേ സെയിം സാധനം മിസ് ഉദ്ദേശിക്കുന്നത്. ഡിറ്റർമിനൻസിൻ്റെ ഏറ്റവും വലിയ അപ്ലിക്കേഷൻ എന്താണ്? സോൾവിങ് ഓഫ് ഇക്വേഷൻസ് ആണ്. ഡിറ്റർമിനൻസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇക്വേഷൻസ് സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റും. മക്കളെ, വാട്ടർ ബ്രേക്ക് ആവശ്യമുള്ളവർ എന്ത് ചെയ്താൽ മതി? ഒന്ന് ചുമ്മാ കുറച്ച് അപ്പുറത്ത് പോയിട്ട് വെള്ളം കുടിക്കോടാ. നമ്മൾ ബ്രേക്ക് എടുത്തു കഴിഞ്ഞാൽ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഫ്ലോ അങ്ങ് പോയി പോകും. ഒറ്റ സ്ട്രെച്ച് തീർക്കാൻ പറ്റുള്ളൂ നമുക്ക്. അതാ മിസ് ബ്രേക്ക് തരാത്തത്. നിങ്ങൾക്ക് അഥവാ ബ്രേക്ക് ആവശ്യമുണ്ടെങ്കിൽ, നിങ്ങൾ ഫുഡ് കഴിക്കണമെങ്കിൽ, വെള്ളം കുടിക്കണമെങ്കിൽ ക്ലാസ്സിനിടയിൽ മക്കളൊന്ന് ചുമ്മാ പോയി വെള്ളം കുടിക്കുക, ഫുഡ് കഴിക്കുക, എന്നിട്ട് ഓടി വരിക. ബ്രേക്ക് എടുക്കുമ്പോൾ നിങ്ങൾക്ക് സമയം പിന്നെയും പോവുക ചെയ്യുക. അതാ ചെയ്യാത്തത് കേട്ടോ. നമുക്ക് തീർക്കാലോ. കഴിയണമായി. ഇനി അരമണിക്കൂർ മിസ് തീർക്കും. അരമണിക്കൂർ എടുക്കില്ലായിരിക്കും, അതിന് മുന്നേ തീർക്കും. ഡോൺ വറി. മടുത്തോടാ നിങ്ങൾക്ക്? ഇല്ലല്ലോ. സോ എന്താണ്, എനിക്ക് എന്ത് ചെയ്യണം? ഇക്വേഷൻസ് സോൾവ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ എൻ്റെ കയ്യിൽ ഇതുപോലെ ഇക്വേഷൻസ് ഉണ്ട്. നോക്ക് നിങ്ങൾ,
2x plus 3y plus z equal to 0, x plus y plus z equal to 0, 2x plus 3y plus 3z equal to 0. അപ്പോൾ ഇതുപോലെ ഒരു സെറ്റ് ഓഫ് ഇക്വേഷൻസ് ഉണ്ടെങ്കിൽ ഇതിൽ അൺനോൺസ് ഉണ്ടായിരിക്കും. ഇതിൽ എക്സ് വൈ സെറ്റ് നമുക്ക് സോൾവ് ചെയ്യണമെങ്കിൽ ഒരുപാട് മെത്തേഡ്സ് നമ്മൾ പഠിച്ചതാണ്. പക്ഷെ അതൊന്നും ഇല്ലാണ്ട് ഡിറ്റർമിനൻസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഈ ഇക്വേഷൻസ് ഒക്കെ സോൾവ് ചെയ്തിട്ട് ഈ ഇക്വേഷൻസിലുള്ള എക്സിൻ്റെയും വൈൻ്റെയും സെറ്റിൻ്റെയും വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യും. ഇതിനാണ് എന്ത് ചെയ്യുക, ഡിറ്റർമിനൻസ് യൂസ് ചെയ്യുക. ഇപ്പം നമ്മൾ ആലോചിക്കേണ്ടത് ഇതിൽ 2 ടൈപ്പ് ഓഫ് ഇക്വേഷൻസ് ഉണ്ടായിരിക്കും. ഇങ്ങനെ ഒരുപാട് ഇക്വേഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ വിളിക്കുന്ന പേരാണ് സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് എന്നാണ് വിളിക്കുക. ഒന്നിൽ കൂടുതൽ ഇക്വേഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ എന്താ വിളിക്കുക, സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് എന്നാണ് വിളിക്കുക. ഇപ്പം ഇവിടെ നോക്കുമ്പോൾ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് ഉണ്ട്, അതേപോലെ ഇൻകൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് ഉണ്ട്. എന്താണ് കൺസിസ്റ്റൻ്റ് എന്ന് വിളിക്കുന്നത്? ഫോർ എക്സാമ്പിൾ, എൻ്റെ സെറ്റ് ഓഫ് ഇക്വേഷൻസിന് സൊല്യൂഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് അതിനെ വിളിക്കുക കൺസിസ്റ്റൻ്റ് എന്ന് വിളിക്കുക. ഒരു സെറ്റ് ഓഫ് ഇക്വേഷൻസിന് സൊല്യൂഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് അത് കൺസിസ്റ്റൻ്റ് എന്ന് വിളിക്കുക. അതേസമയം ആ ഇക്വേഷൻസിന് സൊല്യൂഷൻ ഇല്ലാന്നാണെങ്കിൽ എന്ത് വിളിക്കും, ഇൻകൺസിസ്റ്റൻ്റ് എന്ന് വിളിക്കും. കൺസിസ്റ്റൻ്റ് ആണെങ്കിൽ സൊല്യൂഷൻ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം, ഇൻകൺസിസ്റ്റൻ്റ് ആണെങ്കിൽ മക്കളെ സൊല്യൂഷൻ ഉണ്ടായിരിക്കില്ല. ഇത്രയുള്ള സാധനം. ഓക്കെ, ഇതാണ് സാധനം. കൺസിസ്റ്റൻറ്റും ഇൻകൺസിസ്റ്റൻറ്റും കാണുമ്പോൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഇതാണ് സംഭവം. ഇതാണ് മക്കളെ പഠിക്കാനുള്ളത്. വിച്ച് ഈസ് മെട്രിക്സ് മെത്തേഡാണ് മക്കൾക്ക് പഠിക്കാനുള്ളത്. എഴുതി വെച്ചോടാ, മെട്രിക്സ് മെത്തേഡ്. എല്ലാ ക്വസ്റ്റ്യനിലും ചോദിക്കുന്ന കാര്യം എന്താ ഞാൻ പറഞ്ഞുതരാം. സോൾവ് ദ സെറ്റ് ഓഫ് ഇക്വേഷൻസ് യൂസിങ് മെട്രിക്സ് മെത്തേഡ്. ഈ കാണുന്ന സെറ്റ് ഓഫ് ഇക്വേഷൻസ് എന്ത് ചെയ്യുക, മെട്രിക്സ് മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് സോൾവ് ചെയ്യുക. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക. ക്വസ്റ്റ്യൻ്റെ മാർക്ക് എത്രയാണ്, 6 മാർക്കാണ് താനും. ഇപ്പം എൻ്റെ കയ്യിൽ 3 ഇക്വേഷൻസ് ഉണ്ട്. ഇത് ജനറൽ കാര്യം പറയുവാണ്. ഈ കാണുന്നതിൽ a1x പ്ലസ് b1y പ്ലസ് c1 z equal to d1 ആണ് ഒന്നാമത്തെ ഇക്വേഷൻ. രണ്ടാമത്തേത് a2x പ്ലസ് b2y പ്ലസ് c2 z equal to d2 ആണ്. മൂന്നാമത്തേത് a3x പ്ലസ് b3y പ്ലസ് c3 z equal to d3 ആണ് ഇക്വേഷൻ. നിങ്ങൾ ആലോചിക്കുക, ഇതിൽ a1 b1 c1 a2 b2 c2 a3 b3 c3 d1 d2 d3 എന്നൊക്കെ പറയുന്നത് ഇതൊക്കെ നമ്പേഴ്സ് ആണ്. എനി നമ്പേഴ്സ് വിളിക്കാൻ ഓക്കെ, ഏതെങ്കിലും നമ്പേഴ്സ് ആയിരിക്കും വരിക. പക്ഷേ ഈ കാണുന്ന എക്സ് വൈ സെറ്റ് എന്താണ്, നമ്മുടെ വാരിയബിൾസ് ആണ് കേട്ടോ. നമുക്ക് എന്ത് ചെയ്യണം, ഈ എക്സ് വൈ സെറ്റ് ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. സോ മക്കൾ ആദ്യം ചെയ്യേണ്ട കാര്യം ഞാൻ പറഞ്ഞുതരാം. മെട്രിക്സ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആലോചിക്കുക, മെട്രിക്സ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂടാ. എഴുതിക്കോ, എ ഇൻറ്റു എക്സ് ഈക്വൽ ടു ബി ഫോമിൽ എഴുതുകയാണെങ്കിൽ വി ക്യാൻ ഫൈൻഡ് ഔട്ട് എക്സ്. എക്സ് പറഞ്ഞാൽ എ ഇൻവേഴ്സ് ഇൻറ്റു ബി ആയിരിക്കും. എന്തെങ്കിലും മനസ്സിലായോ? എ ഇൻറ്റു എക്സ് ഈക്വൽ ടു ബി ആണെങ്കിൽ എക്സ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ഇൻറ്റു ബി ആയിരിക്കും. ഇതിൽ മക്കളെ എക്സ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആരെയാണോ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് ആ കാണുന്ന അൺനോൺസിൻ്റെ മെട്രിക്സ് ആണ്. ഇവിടെ ആരൊക്കെ അൺനോൺസ് ഉള്ളത്, എക്സ് വൈ സെറ്റ് ആണ്. ഈ കാണുന്ന എക്സ് വൈ സെറ്റ് മാത്രം മക്കൾ എന്ത് ചെയ്യുന്നു, കോളമാക്കി എഴുതുന്നു. അതാണ് നമ്മുടെ എക്സ് എന്ന് പറയുന്ന മെട്രിക്സ്. ഓക്കെ അല്ലേ? ഇനി ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്ന ഇക്വേഷൻസിൽ ഈക്വൽ ടുവിൻ്റെ അപ്പുറത്ത് വരുന്ന ഇലമെൻറ്റ്സ് ഇല്ലേ, അതാണ് d1 d2 d3 അല്ലേ, അതാണ് ബി എന്ന് പറയുന്ന മെട്രിക്സ്. അടുത്ത എലമെൻറ്റ് അല്ല അടുത്ത മെട്രിക്സ് ഏതാണ്, എ ആണ് ആവശ്യം. എ പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്ന ഇക്വേഷൻസിലെ കോഎഫിഷ്യൻസ് മാത്രം വരുന്ന മെട്രിക്സ് ആണ്. a1 b1 c1 എഴുതിക്കോ, a2 b2 c2 എഴുതിക്കോ, a3 b3 c3. ഇതാണ് കോഎഫിഷ്യൻസിൻ്റെ മെട്രിക്സ്. ഇത് എ, ഇത് എക്സ്, ഇത് ബി ആണ്. സിമ്പിൾ. അപ്പോൾ എ ഇൻറ്റു എക്സ് ഈക്വൽ ടു ബി ഫോമിൽ എഴുതുവാണെങ്കിൽ അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി പറ്റൂല, എക്സ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. എക്സ് എന്താണ്, എ അപ്പുറത്ത് പോകുമ്പം എ ഇൻവേഴ്സ് ആയിട്ട് മാറുന്ന ആലോചിക്കുക. എക്സ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ഇൻറ്റു ബി ആണ് ഫോമുല. ഈ കാണുന്ന ഫോമുല മാത്രം മതി ചെയ്യാനായിട്ട്. ഇതുണ്ടെങ്കിൽ മാത്രമേ ഈ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഒരു കാര്യം കൂടെ പറയാണ്, എ ഇൻവേഴ്സ് എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യുക? എ ഇൻവേഴ്സിൻ്റെ ഫോമുല പഠിച്ചതാണ് നേരത്തെ. 1 by determinant of A into adjoint of A ആണ് എ ഇൻവേഴ്സ് വരിക. അപ്പോൾ എ ഇൻവേഴ്സ് നമുക്കറിയാം, എക്സ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ഇൻറ്റു ബി ആണ് നമുക്കറിയാം. സോ നമ്മൾ ചെയ്യാൻ വേണ്ടി പോവാണ്. ഫോമുല ഒക്കെ കഴിഞ്ഞു. 2 ക്വസ്റ്റ്യൻ മിസ് പഠിപ്പിച്ചു തരും. 2 ക്വസ്റ്റ്യൻ നിർബന്ധമായിട്ടും പഠിക്കണം. 6 മാർക്ക് കിട്ടിക്കോളും. എന്തായാലും ഓണം എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ വരാൻ വേണ്ടി പോകുന്നത് 6 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഇത് മാത്രമായിരിക്കും. ഉറപ്പാണ്. 6 മാർക്കിന് ഓണം എക്സാമിന് ഈ ടോപ്പിക്കിന് വരാൻ വേണ്ടി പോകുന്ന ക്വസ്റ്റ്യൻ ഇത് മാത്രമാണ്.
അപ്പോൾ അത് പഠിച്ചിരിക്കണം, നിർബന്ധമാണ്. വേറെ ഒന്നും ഈ ചാപ്റ്റർ പഠിച്ചില്ലെങ്കിലും ഇനി പഠിപ്പിക്കാൻ വേണ്ടി പോകുന്ന 2 ക്വസ്റ്റ്യനും നിർബന്ധമായിട്ടും പഠിച്ചിരിക്കുക. അതൊരു 100% ഷുവർ ക്വസ്റ്റ്യൻ ആണ്, 100%. ഓക്കെ, റെഡി? ചെയ്യാം. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ആദ്യം 2/2 ക്വസ്റ്റ്യൻ ചെയ്യാം, പിന്നെ 3/3 ചെയ്യാം. അപ്പോൾ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. റെഡി? സോ ഇതാണ് ക്വസ്റ്റ്യൻ. മിസ് ഓൾറെഡി പറഞ്ഞു, സോൾവ് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് യൂസിങ് മെട്രിക്സ് മെത്തേഡ്. അങ്ങനെ പ്രത്യേകം പറയും. അപ്പോൾ നമുക്കറിയാം മെട്രിക്സ് മെത്തേഡ് എന്ന് പറയുമ്പം a ഇൻറ്റു എക്സ് ഈക്വൽ ടു ബി ആണ്. അത് പ്രകാരം വി നോ ദാറ്റ് എക്സ് ഈക്വൽ ടു a ഇൻവേഴ്സ് ഇൻറ്റു ബി ആണെന്നറിയാം. ഇത് നിർബന്ധമായിട്ടും ഓർത്തിരിക്കണം. a ഇൻവേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ കണ്ടുപിടിക്കുക, 1 ഡിറ്റർമിനന്റ് ഓഫ് a ഇൻറ്റു അഡ്ജോയിന്റ് ഓഫ് a ആണെന്നും അറിയാം. ഇത്രയും കാര്യം നമുക്ക് അറിയാം. ഓക്കെ, സോ ശ്രദ്ധിക്കുക, നമുക്കിവിടെ മനസ്സിലാക്കേണ്ട കാര്യം ഇതെന്താ, 2 ഇക്വേഷൻസ് മാത്രമേ ഉള്ളൂ. അതുപോലെ എക്സും വൈ എന്നും പറഞ്ഞിട്ട് 2 അൺനോൺസ് മാത്രമേ ഉള്ളൂ. അപ്പം തന്നെ മനസ്സിലാക്കണം മെട്രിക്സ് എന്തായിരിക്കും, 2/2 ആയിരിക്കും, 3/3 അല്ല. സോ നിങ്ങൾ ആദ്യം a ഇൻറ്റു എക്സ് ഈക്വൽ ടു ബി പറഞ്ഞ ഫോമിൽ കൺവേർട്ട് ചെയ്യുക. a പറയുമ്പോൾ എന്താണ്, ഇക്വേഷൻസിലെ കോഎഫിഷ്യൻസ് മാത്രമാണ്. ഓക്കെ, ഫഹീം ബി എന്താണ് മിസ് കാണിച്ചു തരാൻ നോക്കിക്കേ. എന്താണ്, 5, 2 ആണ് കോഎഫിഷ്യൻസ്, 5ഉം 2. സെക്കൻഡ് ഇക്വേഷനിലെ കോഎഫിഷ്യൻസ് ആരൊക്കെയാണ്, 7ഉം 3ഉം ആണ്. ഇപ്പം 7, 3 എന്ന് എഴുതി. എക്സ് പറയുമ്പോൾ ആരൊക്കെയാ, എക്സും വൈയും അൺനോൺസ് ആണെങ്കിൽ താഴെ എഴുതി വെക്കുക, സെറ്റിനൊന്നുമില്ല അല്ലേ. ബി പറഞ്ഞ ആരാ ഫഹീമ വരിക, ബി പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള ഇലമെന്റ്സ് ആണ്. അതാരൊക്കെയാ, 4ഉം 5ഉം ആണ്. അപ്പോൾ എ ആയി, എക്സ് ആയി, ബി ആയി. നമുക്കിനി ചെയ്യാലോ. ഓക്കെ, നമുക്ക് നോക്കേണ്ട കാര്യം, നിങ്ങൾ ആദ്യം ഡിറ്റർമിനന്റ് ഓഫ് എ ഫൈൻഡ് ഔട്ട് ചെയ്യുക. ഇതാണ് എൻ്റെ എ പറഞ്ഞ മെട്രിക്സ്. ഡിറ്റർമിനന്റ് ഓഫ് എ പറയുമ്പോൾ ക്രോസ് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യുക. 5 ഇൻറ്റു 3 പറയുമ്പോൾ 15 ആണ്, മൈനസ് 7 ഇൻറ്റു 2 പറയുമ്പോൾ 14 ആണ്. 2/2 ആകുമ്പോൾ ക്രോസ് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യുക, വേറെ ഒന്നും ചെയ്യണ്ട, 1 കിട്ടും. ഡിറ്റർമിനന്റ് ഓഫ് എ എത്ര കിട്ടി, എനിക്ക് 1 കിട്ടിക്കഴിഞ്ഞു. അടുത്ത കാര്യം മക്കളെ, അഡ്ജോയിന്റ് ഓഫ് എ ഫൈൻഡ് ഔട്ട് ചെയ്യുക. ഇതാണ് എൻ്റെ എ മെട്രിക്സ്, കിട്ടിയതല്ലേ എനിക്ക്. അപ്പം എന്ത് ചെയ്യുക, അഡ്ജോയിന്റ് ഓഫ് എ ട്രിക്ക് ഉപയോഗിച്ചിട്ട് ചെയ്യാം. ഈ 2 ആൾക്കാരെയും പൊസിഷൻ മാറ്റുക. 3ന്റെ സ്ഥാനത്ത് 5ഉം 5ന്റെ സ്ഥാനത്ത് 3യും കൊടുക്കുക. ഇവർ 2 പേരും എന്ത് ചെയ്യണം, സൈൻ മാത്രം മാറ്റുക. 2 - 2 ആക്കുക, 7 എന്ത് ചെയ്യുക, -7 ആക്കുക. ഡിറ്റർമിനന്റ് ഓഫ് എ ആയി, അഡ്ജോയിന്റ് ഓഫ് എ ആയി. സോ ഹിയർ വി ഗോട്ട് എ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ 1 ഡിറ്റർമിനന്റ് ഓഫ് എ ഇൻറ്റു അഡ്ജോയിന്റ് ഓഫ് എ ആണ്. സോ 1 ഡിറ്റർമിനന്റ് ഓഫ് എ 1 ആണ്. അഡ്ജോയിന്റ് ഓഫ് എ പറയുമ്പം 3 - 2 -7 5 ആണ്. 1/1 പറയുമ്പോൾ 1 ആണ്. 1 ഇൻറ്റു ഒരു മെട്രിക്സ് പറയുമ്പോൾ അത് തന്നെയാണ് കിട്ടുക. സോ 3 - 2 -7 5 കിട്ടും. നമുക്ക് എന്താണ് ഫോർമുല, എക്സ് അല്ലേ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഇക്വേഷൻസിൻ്റെ സൊല്യൂഷനല്ലേ ആവശ്യം. എക്സ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ഇൻറ്റു ബി ആണ്. എ ഇൻവേഴ്സ് കിട്ടിക്കഴിഞ്ഞു, 3 - 2 -7 5 ആണ്. ഇൻറ്റു ബി എന്ന് പറയുമ്പോൾ ആരാ മക്കളെ മെട്രിക്സ്, 4 5 ആണ്. അപ്പോൾ 2 മെട്രിക്സ് നമ്മൾ എന്ത് ചെയ്യുക, മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. മൾട്ടിപ്ലിക്കേഷൻ ഓഫ് മെട്രിക്സസ് അറിയാലോ നിങ്ങൾക്ക് ചെയ്യാനായിട്ട്. എന്താ ചെയ്യുക, ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം. 3 × 4 12 ആണ്. -2 × 5 -10 എന്ന് കിട്ടും. സെക്കൻഡ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം മൾട്ടിപ്ലൈ ചെയ്യുമ്പം -7 × 4 -28, 5 × 5 25. സോ 12 - 10 പറയുമ്പോൾ 2 ആണ്. -28 + 25 എന്ന് പറയുമ്പം ഇറ്റ് വിൽ ബി -3 ആണ് വരിക. ഇതാണ് എൻ്റെ എക്സ്, ഇതാണ് എൻ്റെ വൈ എന്ന് മനസ്സിലായി. സോ ഇതാണ് സോൾവിങ് ഓഫ് ഇക്വേഷൻസ്. കാവ്യ ഗുഡ്, യെസ് അജിൽ വെരി ഗുഡ്, മാളു ഗുഡ്, സൂപ്പർ. യെസ്, 2 and -3 ആണ് കിട്ടുക. എക്സിൻ്റെ വാല്യൂ 2 ആണ്, വൈൻ്റെ വാല്യൂ എന്താണ്, -3 ആണ്. ഓക്കെ, 2/2 ഇങ്ങനെ ചെയ്യുക. ആൻഡ് ദ ലാസ്റ്റ് ക്വസ്റ്റിലേക്ക് മിസ് പോട്ടെ. യെസ്, അസ്വീദ് എന്ത് പറ്റി അസ്വീദ്, ഡെറിവേറ്റീവ്സ് ഉണ്ടാവുമല്ലോ. ഡെറിവേറ്റീവ്സ് ഡിഫറൻഷ്യബിലിറ്റിയിലുള്ള കാര്യമല്ലേ, എന്തായാലും ഉണ്ടാവും കേട്ടോ. സോ മൂവിങ് ടു ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഗൈസ്. 3/3 ആണ് 6 മാർക്കിൻ്റെ ഷുവർ ക്വസ്റ്റ്യൻ എന്ന് മിസ് പറയുന്നില്ലേ, അത് മക്കളെ ഇതാണ്. 2/2 അങ്ങനെ ചോദിക്കാറില്ല. 2/2 കുറച്ച് സിമ്പിൾ അല്ലേ, ഇപ്പോൾ ചോദിക്കാറില്ല. 3/3 കുറേ ചെയ്യാനുണ്ടാവൂലേ, അപ്പോൾ അതാ ചോദിക്കാറ് പൊതുവെ. നിങ്ങളുടെ ഭാഗ്യം പോലെ എന്തായാലും 3/3 മാത്രമേ ചോദിക്കുകയുള്ളൂ. റെഡി? എന്താടാ കമൻറ്റ് ബോക്സ് വർക്ക് ആവുന്നില്ലേടാ, എന്ത് പറ്റിയടാ? ലാസ്റ്റ് ക്വസ്റ്റ്യൻ റെഡി ചെയ്യാൻ നമുക്ക്. ലാസ്റ്റ് 1 ആണ്.
നല്ല ശ്രദ്ധിക്കണേ. കൺസിഡർ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ഇറ്റ്സ് മെട്രിക്സ് ഫോം. മെട്രിക്സ് ഫോം എന്ന് പറയുമ്പോൾ a ഇൻറ്റു എക്സ് ഈക്വൽ ടു ബി പറഞ്ഞ ഫോമിൽ എഴുതി കാണിക്കുക. അടുത്ത കാര്യം, പ്രൂവ് ദാറ്റ് സിസ്റ്റം ഈസ് കൺസിസ്റ്റൻറ്റ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സിസ്റ്റം കൺസിസ്റ്റൻ്റ് എന്ന് കാണിക്കാൻ വേണ്ടി മക്കൾ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി. ഡിറ്റർമിനൻ്റ് ഓഫ് എയുടെ വാല്യൂ നോട്ട് ഈക്വൽ ടു 0 എന്ന് കാണിച്ചാൽ മതി. നിങ്ങൾക്ക് അറിയാലോ മക്കളെ, നമുക്ക് പൊതുവേ എ ഇൻവേഴ്സ് ഈക്വൽ ടു 1 ഡിറ്റർമിനൻ്റ് ഓഫ് എ ഇൻറ്റു അഡ്ജോയിൻ്റ് ഓഫ് എ ആണ്. എങ്ങാനും ഡിറ്റർമിനൻ്റ് ഓഫ് എ 0 ആയി കഴിഞ്ഞാൽ ഈ ഫ്രാക്ഷൻ എന്താവും? 1/0 എന്ന് വരും. നോട്ട് ഡിഫൈൻഡ് പോവില്ലേ? അപ്പോൾ ആ കേസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും നമ്മൾ എടുക്കുക ഡിറ്റർമിനൻ്റ് ഓഫ് എയുടെ വാല്യൂ നോട്ട് ഈക്വൽ ടു 0 ആവുന്ന കേസ് മാത്രമാണ്. അപ്പം മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? ഇക്വേഷൻസ് സോൾവ് ചെയ്തിട്ട് ആൻസർ കിട്ടുള്ളൂ. അപ്പോൾ സിസ്റ്റം കൺസിസ്റ്റൻ്റ് ആവണമെങ്കിൽ, ഇക്വേഷൻസിന് സൊല്യൂഷൻസ് ഉണ്ടാവണമെങ്കിൽ എന്തായാലും എന്ത് ചെയ്യണം? ഡിറ്റർമിനൻ്റ് ഓഫ് എയുടെ വാല്യൂ നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കണം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? കൺസിസ്റ്റൻ്റ് ആണെന്ന് കാണിക്കാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ ഡിറ്റർമിനൻ്റിൻ്റെ വാല്യൂ നോട്ട് ഈക്വൽ ടു 0 എന്ന് കാണിച്ചാൽ മതി. പിന്നെ അടുത്ത കാര്യം സോൾവിങ് ആണ്. ചെയ്യാം നമുക്ക്. റെഡി ആണോ മക്കളെ? ഫസ്റ്റ് ചെയ്യുന്ന കാര്യം മെട്രിക്സ് ഫോമിലേക്ക് എഴുതി കാണിക്കുക. എ ഇൻറ്റു എക്സ് ഈക്വൽ ടു ബി ആണ്. എ പറയുമ്പം കോയഫിഷ്യൻസിൻ്റെ മെട്രിക്സ് ആണ്. ഫസ്റ്റ് ഇക്വേഷനിൽ 2, 3, 3 ആണ് കോയഫിഷ്യൻസ്. സെക്കൻഡ് ഇക്വേഷനിൽ എക്സിൻ്റെ കോയഫിഷ്യൻ്റ് 1 ആണ്, വൈൻ്റെത് -2, സെഡ് 1 ആണ്. തേർഡ് ഇക്വേഷനിൽ എക്സിൻ്റെ കോയഫിഷ്യൻ്റ് 3 ആണ്, വൈൻ്റെത് -1, സെഡിൻ്റെത് -2. അപ്പം 3 വാരിയബിൾസ് ഉണ്ട്, 3 ഇക്വേഷൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും മെട്രിക്സ് എന്താ വരിക? 3/3 ആണ്. എക്സ് പറയുമ്പോൾ അൺനോൺസ് ആണ്, എക്സും വൈയും സെറ്റും ഉണ്ട്, കോളമാക്കി എന്ത് ചെയ്യുക? താഴേക്ക് എഴുതി വെക്കുക. ബി പറയുമ്പം ഈക്വൽ ടു അപ്പുറത്തുള്ള എലമെൻറ്റ്സ് മാത്രമാണ്. 5, -4, 3 എഴുതി വെക്കുക. ഇതാണ് മെട്രിക്സ് ഫോം. കഴിഞ്ഞു. ഇനി അടുത്ത കാര്യം മക്കളെ പറയുന്നത്, പ്രൂവ് ദാറ്റ് സിസ്റ്റം ഈസ് കൺസിസ്റ്റൻറ്റ്. സിസ്റ്റം എന്താണ്? കൺസിസ്റ്റൻ്റ് ആണെന്ന് കാണിച്ചു കൊടുക്കണം. അപ്പോൾ എന്താ ചെയ്യുക? ഡിറ്റർമിനൻ്റ് ഓഫ് എ മക്കൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഇതല്ലേ എൻ്റെ മെട്രിക്സ് എ എന്ന് പറയുന്നത്. അപ്പോൾ ഡിറ്റർമിനൻ്റ് എങ്ങനെയാണ് ഫൈൻഡ് ഔട്ട് ചെയ്യുക? ഇഷ്ടമുള്ള റോ അല്ലെങ്കിൽ കോളം വെച്ച് എക്സ്പാൻഡ് ചെയ്യുക. മാളു ആൻസർ പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ മിസ് എന്ത് ചെയ്യുന്നു? ഫസ്റ്റ് റോ വെച്ച് എക്സ്പാൻഡ് ചെയ്യുന്നു. സൈൻ വരിക പ്ലസ് മൈനസ് പ്ലസ് ആണെന്ന് എനിക്കറിയാം. അപ്പം 2 ഇൻറ്റു 2 ഉൾപ്പെടുന്ന റോവും കോളം ഒഴിവാക്കുന്നു. -2 ഇൻറ്റു -2 4, -1 ഇൻറ്റു 1 -1. സോ 4 -1 വരും. അടുത്ത എലമെൻറ്റ് 3 ആണ്, -3 എടുത്തു. അതുൾപ്പെടുന്ന റോ ആൻഡ് കോളം എന്ത് ചെയ്തു? ഒഴിവാക്കി. ഡിറ്റർമിനൻ്റ് പറയുമ്പോൾ 1 ഇൻറ്റു -2 -2, 3 ഇൻറ്റു 1 3 ആണ്. സോ -2 -3 വന്നു. ലാസ്റ്റ് എലമെൻറ്റ് +3 ആണ്, റോ കോളം ഒഴിവാക്കുന്നു. 1 ഇൻറ്റു -1 -1, 3 ഇൻറ്റു -2 -6. സോ -1 -6 വരും. 2 മൈനസ് പ്ലസ് ആവുമല്ലോ. ഇപ്പോൾ 2 ഇൻറ്റു 4 + 1 5 എന്ന് വരും. -3 ഇൻറ്റു -2 -3 -5 എന്ന് വരും. +3 ഇൻറ്റു 2 മൈനസ് പ്ലസ് ആവുമ്പോൾ -1 + 6 എത്ര വരെയാ? 5 എന്ന് വരും. 2 ഇൻറ്റു 5 10, -3 ഇൻറ്റു -5 15, 3 ഇൻറ്റു 5 15. സോ ആൻസർ വിൽ ബി 40 ആണ് വരിക. അപ്പോൾ ഡിറ്റർമിനൻ്റ് ഓഫ് എയുടെ വാല്യൂ 40 കിട്ടി, വിച്ച് ഈസ് നോട്ട് ഈക്വൽ ടു 0 ആണ്. ഡിറ്റർമിനൻ്റ് ഓഫ് എയുടെ വാല്യൂ നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ എന്തായാലും മക്കൾ എന്തുണ്ടായിരിക്കും? സൊല്യൂഷൻ ഉണ്ടായിരിക്കും. സോ ദാറ്റ് സിസ്റ്റം ഈസ് കൺസിസ്റ്റൻറ്റ് എന്ന് എഴുതി വെക്കുക. ബിക്കോസ് ഡിറ്റർമിനൻ്റ് ഓഫ് എയുടെ വാല്യൂ നോട്ട് ഈക്വൽ ടു 0 ആയതുകൊണ്ട് സിസ്റ്റം ഈസ് കൺസിസ്റ്റൻറ്റ് എന്ന് എഴുതി വെക്കുക. അതാണ് ആൻസർ. ഓക്കെ. ആൻഡ് ദ ലാസ്റ്റ് പോർഷൻ എന്താ നമുക്ക് ആവശ്യം? സോൾവിങ് ഓഫ് ഇക്വേഷൻസ് ആണ് ആവശ്യമുള്ളത്. നമുക്ക് എന്തായാലും ആരാവശ്യമുണ്ട്? മെട്രിക്സ് എ ആവശ്യമുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക? മെട്രിക്സ് എനെ വൃത്തിക്കൊന്ന് എടുത്ത് മാറ്റി എഴുതുക. 2 3 3, 1 -2 1, 3 -1 -2 ആണ് എൻ്റെ മെട്രിക്സ് എ. എടുത്ത് എഴുതി വെച്ചാൽ മതി, വേറൊന്നും ചെയ്യണ്ട. അപ്പോൾ എനിക്ക് എക്സ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ഇൻറ്റു ബി ആണ് ഫോർമുല എന്നറിയാം ഫോർ സോൾവിങ് ഓഫ് ഇക്വേഷൻസ്. അപ്പോൾ എ ഇൻവേഴ്സിൻ്റെ ഫോർമുല എനിക്കറിയാലോ. എന്താണ്? 1 ഡിറ്റർമിനൻ്റ് ഓഫ് എ ഇൻറ്റു അഡ്ജോയിൻ്റ് ഓഫ് എ ആണ്. അതെനിക്കറിയാം. സോ ഫസ്റ്റ് ഡിറ്റർമിനൻ്റ് ഓഫ് എ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു, അത് 40 കിട്ടിക്കഴിഞ്ഞു. ഇനി എന്താ ചെയ്യുക? അഡ്ജോയിൻ്റ് ഓഫ് എ ഫൈൻഡ് ഔട്ട് ചെയ്യണം. അതിനെനിക്ക് ആരെ വേണം? മൈനേഴ്സ് വേണം, കോഫാക്ടേഴ്സ് വേണം. കോഫാക്ടർ മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് അടക്കം എനിക്ക് ആവശ്യമുണ്ട്. റെഡി? ചെയ്യാൻ വേണ്ടി പോവാണ്. എല്ലാവരും ക്ഷമയോടിരിക്കുക, പെട്ടെന്ന് തീരും കേട്ടോ. റെഡി? സോ എന്താണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്? എല്ലാ എലമെൻസിനും മക്കളെയും മൈനേഴ്സ് ഉണ്ട്. M11, M12, M13.
M21, M22, M23, പിന്നെ M31, M32, M33, M33. എല്ലാത്തിനും എന്തുണ്ട്? കോഫാറ്റേഴ്സ് ഉണ്ട്. അപ്പം A11, A12, A13, A21, A22, A23. പിന്നെന്താ ഇവിടെ A31, A32, A33. എന്തുകൊണ്ടായി ക്വസ്റ്റ്യൻ മക്കളെ 6 മാർക്കെന്ന് മനസ്സിലായി കാണും. വലിയ ക്വസ്റ്റ്യൻ ആണ് അല്ലേ? ചെയ്യാനുണ്ട്, നമുക്ക് അറിയുന്ന കാര്യമാണ്. പക്ഷെ നമുക്ക് 6 മാർക്ക് കിട്ടും എളുപ്പത്തിൽ. സോ ഇതിൻ്റെ മൈനറാണ് M11. അപ്പോൾ ഉൾപ്പെടുന്ന റോവും കോളം ഒഴിവാക്കുക, ഡിറ്റർമിനന്റ് ഫൈൻഡ് ഔട്ട് ചെയ്യുക, ശ്രദ്ധിച്ച് മാത്രം ചെയ്യുക, തെറ്റിക്കരുത്. 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. -2 × -2 4 ആണ്. -1 × 1 -1 4 -1 4 + 1 5 എന്ന് കിട്ടി. മനസ്സ് ചെയ്യണേ. M12 ഇതാണ്, അല്ലാതെ നമുക്ക് ഓരോന്ന് എഴുതി വെക്കാൻ പറ്റില്ലല്ലോ. സോ മനസ്സ് ചെയ്യുക. M12 പറയുമ്പോൾ ഇതിൻ്റെ മൈനറാണ്. റോ കോളം ഒഴിവാക്കുന്നു. 1 × -2 -2 3 × 1 3 -2 -3 പറയുമ്പോൾ -5 കിട്ടി. ഓക്കെ. M13 പറയുമ്പോൾ ഇതിൻ്റെ മൈനറാണ്. റോ കോളം ഒഴിവാക്കുക. 1 × -1 -1 -2 × 3 -6. സോ -1 -6 -1 + 6 5. ശ്രദ്ധ മാറിയാൽ കംപ്ലീറ്റ് ആൻസറും പോവും. M21 ഇതാണ് ഇലമെന്റ്. റോ കോളം ഒഴിവാക്കുന്നു. 3 × -2 -6 3 × -1 -3. അപ്പോൾ എത്രയാ മക്കളെ വരിക? -6 -3 -6 + 3 എത്രയാ? -3. യെസ്. M22 പറയുമ്പോൾ ഇതാണ് ഇലമെന്റ്. റോ കോളം ഒഴിവാക്കുന്നു. 2 × -2 -4 3 × 3 9 -4 -9 -13. നെക്സ്റ്റ് M23 റോ കോളം ഒഴിവാക്കുന്നു. 2 × -1 -2 3 × 3 9 -2 -9 പറയുമ്പോൾ -11. ചെയ്തോടാ, കിട്ടുന്നത് നിങ്ങൾക്ക്. കിട്ടാത്ത കുഴപ്പമൊന്നുമില്ല, എനിക്കറിയാം, കാൽക്കുലേഷൻ അല്ലേ. M31 റോ കോളം ഒഴിവാക്കുന്നു. 3 × 1 3 -2 × 3 -6 3 -6 3 + 6 9. ആൻഡ് M32 ഇതാണ് ഇലമെന്റ്. റോ കോളം ഒഴിവാക്കുക. 2 -3 ആണ്, സിമ്പിൾ -1. M33 പറയുമ്പോൾ ഇതാണ് ഇലമെന്റ്. റോ കോളം ഒഴിവാക്കുക. 2 × -2 -4 3 × 1 3 -4. ഓക്കെ അല്ലേ മക്കളെ? റെഡി അല്ലേ? M33 അല്ലേ എഴുതിയത്? ഇതല്ലേ? റോ കോളം ഒഴിവാക്കുക. 2 × -2 എത്രയാടാ? -4. 3 × 1 എത്രയാടാ? ഓക്കെ, -4 -3 -7. സെറ്റ്. റെഡി? ഇനി കോഫാറ്റേഴ്സ് പറയുമ്പോൾ എവിടെയൊക്കെ മാറുക? A12 മാറും, A21 മാറും, A23 മാറും, A32 മാറും. അതായത് റോ നമ്പർ പ്ലസ് കോളം നമ്പറിന്റെ സമ്മ് ഓട് വരുന്ന കേസിൽ മാത്രമാണ് കോഫാക്ടറിന്റെ സൈൻ മാറ്റേണ്ടത്. വേറെ എവിടെയും മാറ്റേണ്ട ആവശ്യമില്ല. ഇവിടെ 5 ആണ്, ഇവിടെ 5 തന്നെ, ഇവിടെ -13 തന്നെ, ഇവിടെ 9 തന്നെ, ഇവിടെ -7 തന്നെ. ബാക്കിയുള്ള സ്ഥലത്ത് എന്ത് ചെയ്യുക? സൈൻ മാറ്റുക. -5 + 5 ആവും, -3 + 3 ആവും, -11 + 11 ആവും, -1 + 1 ആവും. സൈൻ മാറ്റി മനസ്സിലായില്ലേ? റെഡി. അടുത്ത കാര്യം നമ്മൾ ചെയ്യുന്നത് കോഫാക്ടേഴ്സിന്റെ മെട്രിക്സ് എഴുതി വെക്കുക. ഓൾമോസ്റ്റ് കഴിയാനായിട്ടോ. കോഫാക്ടർ മെട്രിക്സ് എന്ന് പറയുന്ന സമയത്ത് ഫസ്റ്റ് റോൾ ആരൊക്കെയാ? 5 5 5 5 5 5. സെക്കൻഡ് റോൾ ആരൊക്കെയാ മക്കളെ? 3 -13 11. ആൻഡ് തേർഡ് റോൾ ആരൊക്കെയാ? 9 1 -7. ഓക്കെ, ഇതാണ് കോഫാക്ടർ മെട്രിക്സ്. ഇനി നമുക്ക് ഇതിന്റെ അഡ്ജോയിന്റ് ആവശ്യമുണ്ട്. അഡ്ജോയിന്റ് എന്ന് പറയുന്ന സമയത്ത് എന്താ ചെയ്യുക? കോഫാക്ടറിന്റെ ട്രാൻസ്പോസ് എടുക്കുക. ഫസ്റ്റ് റോ എന്ത് ചെയ്യുക? ഫസ്റ്റ് കോളം ആക്കി മാറ്റുക. സെക്കൻഡ് റോ എന്ത് ചെയ്യുക? സെക്കൻഡ് റോ ആക്കി മാറ്റുക. തേർഡ് റോ തേർഡ് കോളം ആക്കി മാറ്റുക. ഓക്കെ. ഇനി ആരോ പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ, അലനാണോ പറഞ്ഞത്? എനിക്ക് ഓർമ്മയില്ല. മിസ് A ഇൻവേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യോ 3/3 കേസിൽ? അതിവിടെ ആവശ്യം വന്നില്ലേ? അത്രേ ഉള്ളൂ. 3/3 കേസിൽ A ഇൻവേഴ്സ് എന്ന് പറയുന്ന സമയത്ത് എന്താ ചെയ്യുക? 1/determinant of A into adjoint of A ആണ് A ഇൻവേഴ്സ് വരിക. ഡിറ്റർമിനന്റ് ഓഫ് A നമ്മൾ എന്ത് ചെയ്തു? ഓൾറെഡി ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞതാണ്. ഇറ്റ് ഈസ് 40 നമുക്കറിയാം. സോ 1/40 into adjoint of A പറയുമ്പോൾ 5 3 5 5 -13 11 5 11 -7 കിട്ടി. ഇവിടെ ചെയ്യേണ്ട കാൽക്കുലേഷൻ ഒന്നും ചെയ്യേണ്ട, ഇത്ര വെച്ചാൽ മതി കേട്ടോ. ആൻഡ് ദ ലാസ്റ്റ് സ്റ്റെപ്പിലേക്ക് വരികയാണ് ഗൈസ്. X = A ഇൻവേഴ്സ് ഇൻറ്റു B ആണ് ഫോർമുല. നമുക്കറിയാം A ഇൻവേഴ്സ് നമ്മൾ എന്ത് ചെയ്തു? കണ്ടുപിടിച്ച് വെച്ചു. അത് അതുപോലെ എഴുതി വെക്കുക. 1/40 into 5 3 9 5 -13 11 പിന്നെ 5 11
-7. ഓക്കെ അല്ലേ മക്കളെ? റെഡി അല്ലേ? നോക്കിക്കേ നിങ്ങൾ കിട്ടിയിരിക്കുന്ന ആൻസർ മക്കളെ ശരിയല്ലേ? നോക്കിക്കേ. റെഡി? A32 റെഡി അല്ലേ മക്കളെ? സെറ്റ് അല്ലേ? A32 അല്ലേ മക്കളെ? സെറ്റ് അല്ലേ? നോക്കിക്കേ. കോഫാറ്റ മെട്രിക്സ് വരുന്ന സമയത്ത് 5 5 5 3 -3 11 9 1 -7. പിന്നെ ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം ആക്കി, സെക്കൻഡ് റോ ആക്കി. ഇത് 1 അല്ലേ? ഇതെന്താ 11 ആക്കിയത് ഞാൻ? ഇത് 11 അല്ല കേട്ടോ, 5 1 ആണ്. ഇത് 5 1 ആണ്, മാറിപ്പോരുത്. 11 അല്ല 1 ആണ്. മിസ് ഒരു 1 കൂട്ടി എഴുതാണ്. സോ 1/40 ഇൻറ്റു ഈ മെട്രിക്സ് കിട്ടിക്കഴിഞ്ഞു. ഇനി ബി കൊണ്ട് എന്ത് ചെയ്യണം? നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണ്ടേ? എൻ്റെ ബി ആരായിരുന്നു നോക്കിക്കേ. ബി പറയുമ്പോൾ 5 - 4 3 ആണ്. ലാസ്റ്റ് കാൽക്കുലേഷൻ ആണ്, വേറെ ഒന്നും ചെയ്യണ്ട. 1/40 ഇൻറ്റു മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ, ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം. 5 ഇൻറ്റു 5 25, 3 ഇൻറ്റു -4 -12, 9 ഇൻറ്റു 3 27. സെക്കൻഡ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം പറയുമ്പോൾ 5 ഇൻറ്റു 5 25, -13 ഇൻറ്റു -4 പറയുമ്പോൾ -52 അല്ല +52. 1 ഇൻറ്റു 3 3 ആണ്. തേർഡ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം 5 ഇൻറ്റു 5 25, 11 ഇൻറ്റു -4 -44, -7 ഇൻറ്റു 3 -21. സോ ഗൈസ് കിട്ടിയിട്ടാ 1/40 ഇൻറ്റു 25 -12 + 27 പറയുമ്പോൾ 40 ആണ്. യെസ്. നെക്സ്റ്റ് എന്താണ്? 25 + 52 + 3 പറയുമ്പോൾ 80 ആണ് വരിക. 25 - 44 -21 പറയുമ്പോൾ -40 ആണ് വരിക. എല്ലാവരും നിങ്ങൾ എന്ത് ചെയ്യുക? 1/40 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം 40 ഇൻറ്റു 1/40, 80 ഇൻറ്റു 1/40, -40 ഇൻറ്റു 1/40 വരും. എത്രയാണ് ആൻസർ വരിക പറ? എക്സ് പറയുമ്പോൾ കട്ടായി പോയി. 40 ഇൻറ്റു 2, 40 കട്ടായി പോയി. സോ 1 2 -1 ആണ് ആൻസർ കിട്ടുക. ഇതെൻ്റെ എക്സ്, ഇതെൻ്റെ വൈ, ഇതെൻ്റെ സെറ്റ്. ഗുഡ്. യെസ്. ഫൈനലി നമ്മൾ 6 മാർക്കിന് ക്വസ്റ്റ്യൻ പറഞ്ഞു തന്നു. ഇത് ലേറ്റസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, 2025 ബോർഡ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. 6 മാർക്കിന് ഓണം എക്സാമിന് എക്സ്പെക്ട് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ഇത് മാത്രമാണ് ഗൈസ്. നിർബന്ധമായിട്ടും പഠിക്കണം. ഡിറ്റർമിനൻസ് ചാപ്റ്റർ ഉണ്ട് എക്സാമിനുണ്ടെങ്കിൽ 6 മാർക്കിന് എന്തായാലും ഈ ക്വസ്റ്റ്യൻ വരും. ചുമ്മാ വാല്യൂസ് മാത്രമേ ഒരു മാറ്റുള്ളൂ, ബാക്കിയൊക്കെ സെയിം ആയിരിക്കും. പിന്നെ ഇതില്ലാതെ പേപ്പർ ഇടാൻ പറ്റുകയില്ല. ബിക്കോസ് ഈ ചാപ്റ്ററിൻ്റെ ഏറ്റവും വലിയ ഭാഗമാണിത്. ഈ ക്വസ്റ്റ്യനിൽ മൈനസ് ആവശ്യമുണ്ട്, കോഫാറ്റസ് ആവശ്യമുണ്ട്, അഡ്ജോയിൻ്റ് ആവശ്യമുണ്ട്, ഇൻവേഴ്സ് ആവശ്യമുണ്ട്, മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ആവശ്യമുണ്ട്. അത്രയും സാധനങ്ങൾ ആവശ്യമുള്ള ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഒഴിവാക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ എന്തായാലും വരും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 6 മാർക്ക് അങ്ങനെ ഉറപ്പിക്കാൻ വേണ്ടി സാധിക്കും. അത്രയും ഉറപ്പുള്ള ക്വസ്റ്റ്യൻ ആണ്. യെസ് മൊഹസീൻ, കഴിഞ്ഞ് ക്ലാസ് കഴിഞ്ഞടാ. റെഡി. സോ ഡിറ്റർമിനൻസ് അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു മക്കളെ? ഭംഗിയായിട്ട് പഠിച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 2.5 മണിക്കൂർ എടുത്തിട്ടുണ്ട്. കാരണം നമ്മൾ ഫസ്റ്റ് റിവിഷനാണ് നമ്മുടെ. ഫസ്റ്റ് റിവിഷൻ എപ്പോഴും എന്ത് ചെയ്യണം? നല്ല രീതിക്ക് റിവൈസ് ചെയ്യണം. എന്നാൽ മാത്രമാണ് മനസ്സിൽ ഒരുപാട് കാര്യങ്ങൾ നിൽക്കുള്ളൂ. കുറേ കാര്യം സ്കിപ്പ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ഫുൾ സ്കിപ്പിംഗ് ആയി പോകും നമ്മൾ. സോ നമ്മൾ എന്ത് ചെയ്തു? എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് വിശദമായിട്ട് പഠിച്ചിട്ടുണ്ട്. പഠിപ്പിച്ച എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യണം? നല്ലോണം റിവൈസ് ചെയ്യണം. ഒന്ന് സ്ലൈഡൊക്കെ എടുത്ത് നോക്കുക, പഠിപ്പിച്ചതൊക്കെ ഓക്കെ ആണോ നോക്കുക. പിന്നെ നമ്മുടെ സൈലത്തിൻ്റെ ഗൈഡ് നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കും. അപ്പോൾ ഗൈഡ് നോക്കുക. ഗൈഡിൽ എല്ലാ ക്വസ്റ്റ്യൻസും, ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട് ഗൈഡിൽ. NCERTയും അല്ലാതെയും ഒരുപാട് ക്വസ്റ്റ്യൻസും ഡീറ്റെയിൽഡ് സൊല്യൂഷൻസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഗൈഡ് നോക്കിയിട്ട് സൊല്യൂഷൻസൊക്കെ വായിച്ച് നോക്കുക, കിട്ടുന്നുണ്ടോ ആൻസർ നോക്കുക. ഇതൊക്കെയാണ് ചെയ്യേണ്ടത്. ആടാ ഉണ്ടടാ. അത് ഏതോ റീല് കണ്ട് വന്നാണോ നീ? AD സാറിൻ്റെ റീലായിരിക്കും അല്ലേ? തോന്നി എനിക്ക്. ഞാൻ മന്തി ഡയറ്റിലാണ്. ഷുഗർ കട്ട് ആയതുകൊണ്ട് ഇപ്പം മന്തി കുഴപ്പമില്ലല്ലോ. മന്തിയിൽ ഷുഗർ ഇല്ല ഗൈസ്. ഓക്കെ റെഡി? ഓക്കെ റെഡി ഗൈസ്. അപ്പോൾ സെറ്റാണോ നിങ്ങൾ? ഓക്കെ. ഡിറ്റർമിൻഡ് 0 ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ആ സിസ്റ്റം കൺസിസ്റ്റൻ്റ് ആയിരിക്കില്ല. അപ്പോൾ ഇക്വേഷൻസിൻ്റെ സൊല്യൂഷൻ ഉണ്ടായിരിക്കില്ല കേട്ടോ. ഓക്കെ. ഡൗട്ട് ആർക്കെങ്കിലും ഉണ്ടോ? വേറെ എന്തെങ്കിലും ഡൗട്ട്? എനി ഡൗട്ട്സ് ഗൈസ്? അപ്പം നമ്മൾ തീർത്തിരിക്കുകയാണ്. ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ, നിങ്ങൾ ഓക്കെ ആണ്, സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ, നിങ്ങൾ എൻ്റെ കൂടെ ഈ ചാപ്റ്റർ മൊത്തം പഠിച്ച് റിവൈസ് ചെയ്തെന്ന് ഉറപ്പുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ കമൻറ്റ്സ് ഒക്കെ മിസ് വായിക്കും. വാട്ട് എവർ ഇറ്റ് ഈസ് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ റെസ്പോൺസ് അറിയാൻ വേണ്ടിയിട്ടാണ്. നല്ലോണം എന്ത് ചെയ്യുക? പഠിക്കുക. നമ്മൾ അത്രയും മെല്ലെയാണ് ക്ലാസ് പോയത്. എല്ലാം മനസ്സിലായി വിചാരിക്കുന്നു. ബാക്കി മക്കൾ എന്ത് ചെയ്യുക? ഉഷാറാക്കുക.
ഓണം എക്സാമിന് ഇനിയും ദിവസങ്ങൾ നമ്മൾ വീണ്ടും കാണുകയൊക്കെ ചെയ്യും. അതുകൊണ്ട് ഗുഡ് ബൈ ഒന്നും പറഞ്ഞു പോണില്ല, നമുക്ക് ഇനി ഒരുപാട് സമയം കാണേണ്ടതാണ്. താങ്ക് യു ഗൈസ്, താങ്ക് യു. ഇത്രയും സമയം ഇരുന്ന് പഠിച്ചല്ലോ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഡൗട്ട് ഉള്ളവർ ചോദിക്കടാ, എന്താ ഡൗട്ട് നിനക്ക്? കുറെ നേരമായല്ലോ, ചുമ്മാ ഡൗട്ട് മാത്രം പറയുന്നു, ഡൗട്ട് ചോദിക്കണില്ലല്ലോ നീ. പറയടാ, ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? എനി ഡൗട്ട്സ് ഗൈസ്, എനി ഡൗട്ട്സ്? യെസ്, താങ്ക് യു, താങ്ക് യു. ഡൗട്ട് ഒന്നും ഇല്ലല്ലോ, ഇല്ലല്ലോ, ഇല്ലല്ലോ. ഓക്കെ, യെസ് എഡ്വേർഡ് പറയടാ, എന്താ ഡൗട്ട്? ഡൗട്ട് ഉണ്ടോ? ഓക്കെ, സിമ്പിൾ. സോ മക്കളെ ഇത്രേ ഉള്ളൂ. 2/2, 3/3 സോൾവിങ് ഓഫ് ഇക്വേഷൻസ്, അഡ്ജോയിന്റ്, മൈനേഴ്സ്, കോഫാറ്റസ്, ഇൻവേഴ്സ്, സിംഗുലാർ, നോൺ സിംഗുലാർ. സെറ്റ് ആണേ, നോ ഡൗട്ട് ആണ്. ഓക്കെ, റെഡി. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ. ഗുഡ് നൈറ്റ് ഓൾ. ലവ് യു ഓൾ. താങ്ക് യു, താങ്ക് യു.